ഓക്കെ, ഇന്ന് നമ്മൾ നോക്കുന്നത് സ്ട്രാറ്റിഫിക്കേഷന്റെ ടോപ്പിക്കാണ് അടുത്ത ടെസ്റ്റിന് വേണ്ടിയിട്ട്. ഇപ്പം ഫസ്റ്റ് ടെസ്റ്റിൽ നമുക്ക് വരുന്ന സ്ട്രാറ്റിഫിക്കേഷൻ വരുന്നുണ്ട്, അതേപോലെ തന്നെ എക്കണോമിക് ആൻഡ് ലൈഫ് ആണ് വേറൊരു ടോപ്പിക് വരുന്നത്. ദെൻ അതേപോലെ തന്നെ വരുന്നതാണ് ബേസിക്കലി പൊളിറ്റിക്കൽ സിസ്റ്റം. അപ്പൊ ഈ മൂന്നെണ്ണത്തിന്റെ പൊളിറ്റിക്കൽ സിസ്റ്റം, ഈ മൂന്നെണ്ണമാണ് നമുക്ക് എന്ത് ഫസ്റ്റ് ടെസ്റ്റ് 15-ാം തീയതി നടക്കുന്ന ഫസ്റ്റ് ടെസ്റ്റിൽ വരുന്ന ടോപ്പിക്കുകൾ. അപ്പൊ ആ ഫസ്റ്റ് ടെസ്റ്റിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ ഒരു ചാപ്റ്റർ സ്ട്രാറ്റിഫിക്കേഷൻ. അപ്പൊ ഇന്നത്തെ വാല്യൂഡേഷൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റിഫിക്കേഷൻ ആയിരിക്കും. എന്നിട്ട് നാളെ സ്ട്രാറ്റിഫിക്കേഷന്റെ ഡെയിലി ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം ഉണ്ടാവും. സോ അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള ദിവസം എക്കണോമിക്സിന്റെ വാല്യൂഡേഷൻ സെക്ഷൻ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് അതിന്റെ സ്ട്രാറ്റിഫിക്കേഷന്റെ മീൻസ് അതിന്റെ സീരീസ്, ദെൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ വാല്യൂഡേഷൻ ക്ലാസ്, അതിന്റെ ടെസ്റ്റ്, ദെൻ ഫൈനലി 15th എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു ടെസ്റ്റ്, അനദർ ടെസ്റ്റ് കൂടി കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആ രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, സെഷൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക കേട്ടോ. അപ്പം നമ്മുടെ ഇത് എസ്പെഷ്യലി ഒരു റിവിഷൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുന്നത് കോൺസെപ്റ്റിലെ ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. മൊത്തം ഡീറ്റെയിൽ ആയിട്ടും പറഞ്ഞു പോകാനുള്ള സമയം നമുക്ക് ഉണ്ടാവില്ല. പക്ഷേ ആ കോൺസെപ്റ്റ് എപ്പോഴും എല്ലാ വർഷം ചോദിക്കുന്ന ഏരിയാസിലുള്ള കോൺസെപ്റ്റ്സിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കുറവുള്ള സ്ഥലങ്ങളിൽ ഒന്ന് റിവിഷൻ ചെയ്യാതെ ക്ലാരിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശം. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ട് എങ്ങനെ ആൻസറിലേക്ക് കൊണ്ടുവരാൻ പറ്റും, അതിനകത്ത് വേണ്ട പോയിന്റ്, വാല്യൂഡേഷൻ പോയിന്റ്സ് അതൊക്കെ കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും ഉദ്ദേശം. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, കുറച്ച് ഫാസ്റ്റർ ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, പോവുക. അപ്പം നമുക്കറിയാം സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ്, സൊസൈറ്റീനെ നമ്മൾ സ്ട്രാറ്റാസ് ആയിട്ട് തിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് വിളിക്കുക. അതായത് സോഷ്യൽ ഇൻഇക്വാലിറ്റി ഉണ്ട് അല്ലെ, സോഷ്യൽ ഇൻഇക്വാലിറ്റി ഉണ്ട്, സോഷ്യൽ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റും ഉണ്ട്. അതേപോലെ തന്നെ എന്താണ്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനും ഉണ്ട്. സോഷ്യൽ ഇൻഇക്വാലിറ്റിയും സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനും. സോഷ്യൽ ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, ബേസിക്കലി ഇൻഈക്വൽ ഇൻഇക്വാലിറ്റി അല്ലെ. ഫോർ എക്സാമ്പിൾ ആലോചിച്ച് നോക്കിക്കേ, ഇപ്പം ഏജ് ഡിഫറൻസ് ഒരു സോഷ്യൽ ഇൻഇക്വാലിറ്റി, ഒരു ഇൻഇക്വാലിറ്റി അല്ലേ. ഫോർ എക്സാമ്പിൾ എന്താണ്, ഇതിനകത്ത് ഇപ്പൊ 10 വയസ്സുകാരനുണ്ടാവും, 20 വയസ്സുകാരനുണ്ടാവും, 30 വയസ്സുണ്ടാവും, 80 വയസ്സ്. ദിസ് ഈസ് ആൻ ഇൻഇക്വാലിറ്റി. ആൻഡ് ഹൈറ്റ് വൈസ് നമുക്ക് ഇൻഇക്വാലിറ്റി പറയാൻ പറ്റും. ഹൈറ്റ് കൂടിയ ആളുണ്ടാവും, ഹൈറ്റ് കുറഞ്ഞ ആളുണ്ടാവും. ഇപ്പം റേസ് വെച്ചിട്ട് വെളുത്ത വൈറ്റ് ഉണ്ടാവും, ബ്ലാക്ക് ഉണ്ടാവും, ബ്രൗൺ ഉണ്ടാവും. സോ ദീസ് ആർ ദ ഡിഫറൻസസ്, ദീസ് ആർ നോ ഡിഫറൻസസ് അല്ലെങ്കിൽ ഇൻഇക്വാലിറ്റി ആണ്. സ്വാഭാവികമായിട്ട് ഇതെന്താണ്, ഇതൊക്കെ ഡിഫറൻസസ് ആണ്, ഇതൊക്കെ ഇൻഇക്വാലിറ്റി ആണ്. പക്ഷെ ഈ ഇൻഇക്വാലിറ്റീനെ ഇഫ് യു ആർ അറേഞ്ചിങ് ഇൻ ആൻ ഹൈറാർക്കിക്കൽ ഫാഷൻ ദാറ്റ് ബിക്കം സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അല്ലെ. ഈ ഇൻഇക്വാലിറ്റീസിന് എന്ത് ചെയ്യുന്നു, നമ്മൾ ഓരോ ലേയേഴ്സ് ആയിട്ട് ചില ആളുകൾക്ക് എന്താണ്, ഇപ്പം വൈറ്റിന് എന്ത് ചെയ്യുന്നു, കൂടുതൽ പ്രിവിലേജസ് കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ അതെന്തായി മാറി, അതൊരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആയി മാറി. അപ്പൊ ഈ സ്ട്രാറ്റിഫിക്കേഷനകത്ത് തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമുക്ക് എലീറ്റ്സിനെ കാണാൻ പറ്റും, ഏറ്റവും മുകളിൽ എലീറ്റ് ക്ലാസ്. ദെൻ അപ്പർ ക്ലാസ് നമുക്ക് കാണാൻ പറ്റും അല്ലെ, അപ്പർ ക്ലാസ്. അതേപോലെ തന്നെ മിഡിൽ ക്ലാസ്, മിഡിൽ ക്ലാസിന്റെ താഴെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം എബോ പോവർട്ടി ലൈൻ ക്ലാസ്, ലോവർ ക്ലാസ്സിൽ തന്നെ ബിലോ പോവർട്ടി ലൈൻ ക്ലാസ്. അങ്ങനെ ഡിഫറെന്റ് സ്ട്രാറ്റാസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ക്ലാസ്സിനെ നമുക്ക് വിഭജിക്കാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് സ്ട്രാറ്റേഴ്സ് ആയിട്ട്, ഇത് ഒരു ക്ലാസ് ബേസ്ഡ് സ്ട്രാറ്റ ആണെങ്കിൽ ഇങ്ങനെ വരും. ഇനി ഒരു കാസ്റ്റ് ബേസ്ഡ് അല്ലെങ്കിൽ സ്റ്റാറ്റസ് ബേസ്ഡ് ആണെങ്കിലോ, സ്റ്റാറ്റസ് ബേസ്ഡ് ആണ് സ്ട്രാറ്റിഫിക്കേഷൻ വരുന്നതെങ്കിൽ, സ്റ്റാറ്റസ് ബേസ്ഡ് ആണ് സ്ട്രാറ്റിഫിക്കേഷൻ വരുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും, ഈ കാസ്റ്റ് പോലെ തന്നെ നമ്മൾ കണ്ട പോലെ ബ്രാഹ്മിൻ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. സോ ഓക്കെ, അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്ട്രാറ്റിഫിക്കേഷൻസ് പോസിബിൾ ആണ്. അപ്പം സ്ട്രാറ്റിഫിക്കേഷൻ എന്തൊക്കെ രീതിയിലുണ്ട്, ഓപ്പൺ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ട്, അതേപോലെ തന്നെ എന്താണ്, ക്ലോസ്ഡ് സിസ്റ്റം ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ ഓപ്പൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അവിടെ ആളുകൾക്ക് സോഷ്യൽ മൊബിലിറ്റി എന്തായിരിക്കും, പോസിബിൾ ആയിരിക്കും. ക്ലോസ്ഡ് ആണെങ്കിൽ സോഷ്യൽ മൊബിലിറ്റി പോസിബിൾ ആയിരിക്കില്ല. ഇതിപ്പോ ഫോർ എക്സാമ്പിൾ ക്ലോസ്ഡ് സ്ട്രാറ്റിഫിക്കേഷൻ ആണ് കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഈ കാസ്റ്റ് സിസ്റ്റം എന്തിന്റെ ബേസ് ചെയ്തിട്ടാണ്, ദർ ഈസ് ബേസ്ഡ് ഓൺ 3 ക്വാളിറ്റീസ് അല്ലെ, ക്വാളിറ്റീസ് ഓഫ് 3 ഗുണാസ് ആണ് ബേസിക്കലി. ഗുണാസിന്റെ പേരിലാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അല്ലെ. ഇപ്പൊ സജ്വിക്, അതുപോലെ തന്നെ തമസിക് ഗുണ, രാജസൂയി ഗുണ. അപ്പൊ ഓരോ ഗുണത്തിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, സ്ട്രാറ്റിഫിക്കേഷൻ അറേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇനിഷ്യലി സ്ട്രാറ്റിഫിക്കേഷന്റെ ഡിഫറെന്റ് തിയറീസ് നോക്കാം. ആദ്യം നമുക്ക് ഫംഗ്ഷനിസ്റ്റ്, സ്ട്രക്ചറൽ ഫംഗ്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവിലുള്ള സ്ട്രാറ്റിഫിക്കേഷന്റെ തിയറി നോക്കാം. അതിന് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് താൽക്കോട്ട് പാർസനെയാണ് ബേസിക്കലി നമ്മൾ നോക്കാൻ പോകുന്നത്. താൽക്കോട്ട് പാർസൺ എന്താണ് ബേസിക്കലി സ്ട്രാറ്റിഫിക്കേഷനെ പറ്റി പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ താൽക്കോട്ട് പാർസണിനകത്ത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ആൻസറിൽ ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, എല്ലാ സൊസൈറ്റിയിലും, ഇൻ എവറി സൊസൈറ്റി ദർ വിൽ ബി കൈൻഡ് ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ. ആസ് പെർ ബേസിക്കലി പാർസണിനെ സംബന്ധിച്ചോളം എല്ലാ സൊസൈറ്റിയിലും എന്തുണ്ടാവും, സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടാവും. എവറി സൊസൈറ്റി ദർ വിൽ ബി സ്ട്രാറ്റിഫിക്കേഷൻ. വൈ? ബിക്കോസ് എല്ലാ സൊസൈറ്റിയിലും
ഒരു ടൈപ്പ് ഓഫ് വാല്യൂ കൺസെൻസ് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, എല്ലാ സൊസൈറ്റിയിലും എന്തുണ്ടാവും? വാല്യൂ കൺസെൻസ് ഉണ്ടാവും. ഈ വാല്യൂ കൺസെൻസ് ബേസിക്കലി ആ സൊസൈറ്റീന്റെ ഫംഗ്ഷനിങ്ങിന് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ ആ ഓരോ സൊസൈറ്റിക്കും ഡിഫറെന്റ് വാല്യൂ കൺസെൻസ് ഉണ്ടാവും. ആ വാല്യൂ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മെറിറ്റ് സിസ്റ്റം ബേസ് ചെയ്തിട്ടാണ് സൊസൈറ്റിയിൽ സ്ട്രാറ്റിഫിക്കേഷൻ വരുന്നത് എന്നുള്ളതാണ് ബേസിക്കലി പാർട്സ് പറയുന്നത്. ഓക്കെ, സോ ചില സൊസൈറ്റിയിൽ ചില പൊസിഷൻസ് എന്തായിരിക്കും? ഇമ്പോർട്ടന്റ് ആയിരിക്കും കമ്പയർ ടു അതർ പൊസിഷൻസ്. അപ്പൊ ഇമ്പോർട്ടന്റ് പൊസിഷൻസ് ഇമ്പോർട്ടന്റ് ആയ ആളുകൾ എന്ത് ചെയ്യണം? തന്നെ ഫില്ല് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഡോക്ടറിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ സ്കിൽഡ് ആയിട്ടുള്ള ആളായിരിക്കണം ഡോക്ടറിന്റെ പൊസിഷൻ ഒക്കുപ്പൈ ചെയ്യേണ്ടത്. അപ്പൊ ഈ വളരെ സ്കിൽഡ് ആയുള്ള ഒരു പേഴ്സൺ, വളരെ നോളജ്ഫുൾ ആയ ഒരു പേഴ്സണെ കിട്ടണം എന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഹാവ് എ മെറിറ്റ് സിസ്റ്റം. ആ മെറിറ്റ് സിസ്റ്റത്തിലൂടെ എന്ത് ചെയ്യുന്നു? ഏറ്റവും കൂടുതൽ പഠിക്കുന്ന, നല്ല രീതിയിൽ നീറ്റിന് മാർക്ക് കിട്ടുന്ന ഒരാൾക്ക് ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡോക്ടറിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് എ പേഴ്സൺ ഹു ഹാവ് എ സർട്ടൻ മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ ഉള്ള ആൾക്ക് മാത്രം ഫില്ല് ചെയ്യുന്നു. അതേപോലെ തന്നെ അയാൾക്ക് എന്ത് ചെയ്യുന്നു? ആ സൊസൈറ്റിയിലേക്ക് അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആളെ മാത്രം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്? സ്ട്രാറ്റിഫിക്കേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രാറ്റിഫിക്കേഷൻ എന്താണ്? സ്ട്രാറ്റിഫിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? മെറിറ്റ് ബേസ്ഡ് സിസ്റ്റം ആണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കഴിവുള്ള ആളെ ഏറ്റവും ഇമ്പോർട്ടന്റ് പൊസിഷനിൽ അപ്പോയിന്റ് ചെയ്യാന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഈസ് പ്രൊമോട്ടിംഗ് മെറിറ്റസ് സിസ്റ്റം, അല്ലെ? മെറിറ്റസ് ആയിട്ടുള്ള മെറിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിനെയാണ് നമ്മൾ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ സ്ട്രാറ്റിഫിക്കേഷനിൽ പീപ്പിളിന്റെ, അതുകൊണ്ട് ഈ മെറിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓരോ സൊസൈറ്റിയിലെ മെറിറ്റ് എന്ന് പറയുന്നത് ആ സൊസൈറ്റിയിലെ വാല്യൂ അനുസരിച്ചായിരിക്കും. ആ സൊസൈറ്റിയിൽ എന്ത് വാല്യൂ ആണോ അക്സെപ്റ്റ് ചെയ്യുന്നത് ആ വാല്യൂവിനനുസരിച്ചായിരിക്കും ഓരോ സൊസൈറ്റിയിലെ മെറിറ്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആ മെറിറ്റ് സിസ്റ്റത്തിനനുസരിച്ച് അവിടുത്തെ ആളുകൾ എന്ത് ചെയ്യും? അത് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പം പാർട്സിനെ സംബന്ധിച്ചോളം സ്കൂൾസ് ആണ് എന്ത് ചെയ്യുന്നത്? ഇറ്റ്സ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് ഫാമിലി. ഫാമിലിനെയും അല്ലെങ്കിൽ ലാർജ് സൊസൈറ്റിയും നമ്മൾ ആ കണക്ട് ചെയ്യുന്ന എന്താണ്? ബേസിക്കലി സ്കൂൾ സിസ്റ്റം ആണ്. സ്കൂൾ സിസ്റ്റത്തിൽ എന്ത് ചെയ്യും? ദർ വിൽ ബി മെറിറ്റ് സിസ്റ്റം. നമ്മൾ ചെറുപ്പം മുതലേ പരീക്ഷയ്ക്ക് മാർക്ക് മേടിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്സാവാം. പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നല്ല ജോലി കിട്ടാം. അതേപോലെ തന്നെ ഏറ്റവും പഠിക്കുന്ന ആളെ സ്കൂൾ ലീഡർ ആക്കും, അതിലും നല്ലോണം പഠിക്കുന്ന ആളെ ക്ലാസ് ലീഡർ ആക്കും. അപ്പൊ ഇവിടെ ഒരു മെറിറ്റ് സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നു? ഒരു മിനിയേച്ചർ ഓഫ് സൊസൈറ്റി ആണ് സ്കൂൾസ് എന്ന് പറയുന്ന പാർട്സിനെ സംബന്ധിച്ചോളം. അപ്പം ഈ മെറിറ്റ് സിസ്റ്റം എന്ത് ചെയ്യുന്നു? ആളുകളുടെ വേണ്ട ഇമ്പോർട്ടന്റ് റോൾ എന്ത് ചെയ്യുന്നു? പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം പാർസൺ പറയുന്നത് എല്ലാ സൊസൈറ്റിയിലും എന്തുണ്ട്? ഒരു വാല്യൂ കൺസെൻസസ് ഉണ്ട്. ഓരോ സൊസൈറ്റിയിലെയും വാല്യൂസ് എന്താണ്? അവിടെ ഒരു ഷെയർഡ് വാല്യൂ സിസ്റ്റം ഉണ്ട്. ഈ ഷെയർഡ് വാല്യൂ സിസ്റ്റത്തിൽ നിന്ന് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ റോളുകളിനെ ആ സൊസൈറ്റിന്റെ ഷെയർഡ് വാല്യൂ സിസ്റ്റം അനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഏറ്റവും ഇമ്പോർട്ടന്റ് പരിഗണന ഏറ്റവും വലിയ സ്ട്രാറ്റയിൽ സൊസൈറ്റി എന്ത് ചെയ്യുന്നു? പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഹയർ റാങ്ക് ഉള്ള ആളുകൾക്ക് ഹയർ റിവാർഡ് ആയിരിക്കും. ബിക്കോസ് എന്തുകൊണ്ടാണ് ഹയർ റാങ്കിന് ഹയർ റിവാർഡഡ് എന്ന് പറയുന്നത്? അത് മണി മാത്രമായിരിക്കണ്ട. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ എന്താണ് ഒരു റിലീജിയസ് സിസ്റ്റം ആയതുകൊണ്ട് ബ്രാഹ്മിൻസിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹയർ റിവാർഡ് കൊടുക്കുന്നു. ബ്രാഹ്മിൻസിന് എന്താണ് റിവാർഡ് എന്ന് പറയുന്നത്? ക്ലാസ് പൊസിഷൻ മാത്രമല്ല, ലാൻഡിലുള്ള ആക്സസിബിലിറ്റി കൊടുക്കുന്നു, അത് വെൽത്ത് ആണ്. പക്ഷെ പ്രസ്റ്റീജും ഉണ്ട്, സോഷ്യൽ സ്റ്റാറ്റസ്. ആളുകൾ കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന ആരെയാണ്? ബ്രാഹ്മിൻസിനെയാണ്. സോ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് പ്രസ്റ്റീജ് എന്ത് ചെയ്യുന്നുണ്ട്? ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കാണാൻ പറ്റും. അതേപോലെ തന്നെ സ്ട്രാറ്റിഫിക്കേഷൻ ബേസ്ഡ് ഓൺ വാല്യൂസ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം സിയോക്സ് ഇന്ത്യൻസ് ഓഫ് നോർത്ത് അമേരിക്കയിൽ അവിടുത്തെ ഒരു ഷെയർഡ് വാല്യൂ സിസ്റ്റം എന്ന് പറയുന്നത് ബ്രേവറി ആണ്. സോ ബ്രേവറി ആയതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും ബ്രേവ് ആയ ആൾക്കാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്? അതുകൊണ്ട് ട്രൈബൽ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് ഏറ്റവും ബ്രേവ് ആയ ആൾക്കാണ് ഏറ്റവും ഹയർ സ്റ്റാറ്റസ് കൊടുക്കുന്നത്. ഓക്കെ, സോ ഏറ്റവും കൂടുതൽ ആ കുതിരനെ പിടിച്ചുകൊണ്ടുവരുന്ന ആള്, ക്യാപ്ചർ ചെയ്യുന്ന ആളുകൾ, ഇവർക്കൊക്കെ എന്ത് ചെയ്യുന്നു? ഹയർ സ്റ്റാറ്റസും പ്രസ്റ്റീജസും കൊടുക്കുന്നതാണ്. ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യ എന്താണ്? ഒരു സ്റ്റാറ്റസ് ഓറിയന്റഡ് സൊസൈറ്റിയാണ്. ഇന്ത്യ ഒരു ക്ലാസ് ഓറിയന്റഡ് സൊസൈറ്റി അല്ല. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ആളുകൾക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ UPSC എക്സാമിനേഷൻ എന്തുകൊണ്ടാണ് ഹയർ സ്റ്റാറ്റയിൽ കൊടുക്കാൻ കാരണം? ബിക്കോസ് ഇറ്റ് ഈസ് എ സ്റ്റാറ്റസ് ഓറിയന്റഡ് സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ജോബ്സിന് എന്താണ്? കൂടുതൽ റെസ്പെക്ട് കിട്ടുന്നു. പക്ഷെ US നോക്കിക്കേ, US ക്ലാസ് ബേസ്ഡ് സൊസൈറ്റി ആയതുകൊണ്ട് ഗവൺമെന്റ് ജോബിന് വലിയ പ്രാധാന്യമില്ല. പക്ഷെ ബിസിനസ് ആളുകൾക്ക് എന്ത് ചെയ്യുന്നു? ബെറ്റർ സ്ട്രാറ്റിഫിക്കേഷനിൽ ബെറ്റർ പൊസിഷൻ കിട്ടുന്നു. അപ്പൊ ഓരോ സൊസൈറ്റിക്കും അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ആ സൊസൈറ്റിയിലെ സ്ട്രാറ്റിഫിക്കേഷൻ മാറുന്നുണ്ട്. ഇനി പാർസൺ പറയുന്നത് സ്ട്രാറ്റിഫിക്കേഷൻ, ഇതിനകത്ത് നിങ്ങൾ ഓർത്ത് വെക്കണമെന്ന് വെച്ചാൽ പാർസന്റെ എഴുതുമ്പം എന്തായാലും ഉണ്ടാവേണ്ട വേർഡ്സ് ആണ് വാല്യൂ കൺസെൻസ്. കാരണം ദർ വിൽ ബി ഷെയർഡ് വാല്യൂ ഇൻ സൊസൈറ്റി. ഓരോ സൊസൈറ്റിയിലെയും ഷെയർഡ് വാല്യൂവിനനുസരിച്ച് ആ സൊസൈറ്റിയിലെ ഇമ്പോർട്ടന്റ് റോളുകൾ ചേഞ്ച് ചെയ്യും. ആ ഇമ്പോർട്ടന്റ് റോളുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രാറ്റിഫിക്കേഷൻ സിസ്റ്റം വരുന്നത്. പക്ഷേ അപ്പൊ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് സ്ട്രാറ്റിഫിക്കേഷൻ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഇന്നെവിറ്റബിൾ ഇൻ ഓൾ സൊസൈറ്റീസ്. അതായത് സ്ട്രാറ്റിഫിക്കേഷൻ ഇല്ലാത്ത സൊസൈറ്റീസ് ഇല്ല. ഇറ്റ് ഈസ് ഇന്നെവിറ്റബിൾ. എല്ലാ സൊസൈറ്റിയിലും എന്തുണ്ടാവും? സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. Since value consensus is essential for social system, stratification is naturally emerged based on the shared value system. അപ്പം ഇതെന്താണ്? ഇന്നെവിറ്റബിലിറ്റി ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ. സ്ട്രാറ്റിഫിക്കേഷൻ സിസ്റ്റം ഇല്ലാതെ സൊസൈറ്റിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു സൊസൈറ്റി ഉണ്ടാവില്ല എന്നുള്ളതാണ് പാർസൺ പറയുന്നത്. ഓക്കെ, അപ്പം ഒരു സൊസൈറ്റിക്ക്
ആളുകളെ സ്ട്രാറ്റ ആയിട്ട് തിരിക്കുക എന്ന് പറയുന്ന ആ സൊസൈറ്റിന്റെ ബേസിക് നീഡ്സ് ആണ്. ആ സൊസൈറ്റിന്റെ ഷെയർഡ് വാല്യൂ ആണ്. ദാറ്റ് ഈസ് ആക്ച്വലി നാച്ചുറൽ ആണ്, ഇറ്റ് ഈസ് ഫങ്ഷണൽ ആണ്. അതുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സൊസൈറ്റി മുന്നോട്ട് പോവുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ അമേരിക്കൻ സൊസൈറ്റിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ് ആളുകളെ ആയിരിക്കും എന്ത് ചെയ്യുക, കൂടുതലായിട്ട് കൊടുക്കുക. ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ എന്താണ്, ഡിവിഷൻ ഓഫ് ലേബറിൽ പാർട്സ് ആൻഡ് നോട്ട് ദാറ്റ് ഇൻഡിവിജ്വൽ വിത്ത് സ്പെഷ്യലൈസ്ഡ് ഓർഗനൈസേഷൻ പ്ലാനിംഗ് ഉള്ള ആളുകൾക്കൊക്കെ ബെറ്റർ പൊസിഷൻ കൊടുക്കുന്നു, അല്ലാത്ത ആളുകൾക്ക് ബെറ്റർ പൊസിഷൻ ആയിരിക്കും. ഓക്കെ, ഇനി സ്ട്രാറ്റിഫിക്കേഷൻ തിയറിയിൽ പാർസണിന് മേജർ ഇമ്പോർട്ടന്റ് ആയിട്ട് പാർസൺ പറയുന്ന 2 റൂൾസ് എന്ന് പറയുന്നത് ഇന്നെവിറ്റബിലിറ്റി ആൻഡ് ഫങ്ഷനാലിറ്റി. അതായത് എന്താണ്, സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് ഇന്നെവിറ്റബിൾ ഇൻ എനി സൊസൈറ്റി ബിക്കോസ് സ്ട്രാറ്റിഫിക്കേഷൻ കംസ് ഫ്രം ദി ഷെയർഡ് വാല്യൂ സിസ്റ്റം. ഓക്കെ, അതുകൊണ്ട് എന്താണ്, ഇന്നെവിറ്റബിൾ ആണ്. എല്ലാ സൊസൈറ്റിയിലും സ്ട്രാറ്റിഫിക്കേഷൻ വേണം, ബിക്കോസ് any stratification in any society, it is from the shared value system of that particular society. Okay, so അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ഒഴിവാക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഇന്നെവിറ്റബിൾ, ഇറ്റ് ഈസ് ഓൾസോ ഫങ്ഷണൽ. സ്ട്രാറ്റിഫിക്കേഷൻ എന്താണ്, ബെനഫിഷ്യൽ ആണ്. എങ്ങനെയാണ് ഇത് ഫങ്ഷണൽ ആവുന്നത്, ഇറ്റ് എൻഷുർ ദാറ്റ് ഇമ്പോർട്ടന്റ് റോൾസ് ആർ ഫിൽഡ് ബൈ ദി ക്വാളിഫൈഡ് എന്താണ് പേഴ്സൺസ് ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ സൊസൈറ്റിയിലെ വളരെ ഇമ്പോർട്ടന്റ് റോൾസിന് എന്ത് ചെയ്യുന്നു, വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ കൊണ്ട് ഫില്ല് ചെയ്യുമ്പോൾ സൊസൈറ്റി എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യും. അതുകൊണ്ട് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഫങ്ഷണൽ ആണ്. അതുകൊണ്ട് തന്നെയാണ് ബേസിക്കലി സ്ട്രാറ്റിഫിക്കേഷൻ ഇല്ലാത്തൊരു സൊസൈറ്റി എന്ത് ചെയ്യില്ല, പോസിബിൾ അല്ല എന്നാണ് ബേസിക്കലി പാർസൺ പറയുന്നത്. അപ്പോൾ പാർസണിനകത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട കീവേഡുകൾ എന്തൊക്കെയാണ്, ഒന്ന് വാല്യൂ കൺസെൻസ് എന്ന് പറയുന്ന വേർഡ്സ്, ഷെയർഡ് വാല്യൂ കൺസെൻസ് അവിടെ ഉണ്ടായിരിക്കണം. 2 ഇന്നബിലിറ്റി ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ. അതേപോലെ തന്നെ എന്താണ്, ഫങ്ഷണൽ ഓഫ് അല്ലെ, സ്ട്രാറ്റിഫിക്കേഷൻ എന്താണ്, ഫങ്ഷണൽ ആണ്, ഇറ്റ് ഈസ് ഫങ്ഷനാലിറ്റി. സോ ഫങ്ഷണൽ ടു ദ സൊസൈറ്റി. അതേപോലെ തന്നെ എന്താണ്, റോൾസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ റോൾസ് എന്താണ്, എവിടെ നിന്നാണ് ഈ സ്ട്രാറ്റ വരുന്നത്, ഫ്രം ദി ഷെയർഡ് വാല്യൂസിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, സ്ട്രാറ്റ വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, അതിനകത്ത് ഓർക്കണം. ഇനി അതിനകത്ത് തന്നെ ഫങ്ഷണലിസ്റ്റ് സ്കോളേഴ്സിൽ തന്നെ സ്ട്രാറ്റിഫിക്കേഷനിൽ താൽപോട്ട് പാർസന്റെ തിയറി പിന്നീട് അങ്ങോട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഡേവിസ് ആൻഡ് മോർ. സോ ഡേവിസ് ആൻഡ് മോർ ബേസിക്കലി എന്താണ്, വീണ്ടും സ്ട്രാറ്റിഫിക്കേഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിങ്കേഴ്സ് ആണ് ഡേവിസ് ആൻഡ് മോർ എന്ന് പറയുന്നത്. ബേസിക്കലി പാർസന്റെ അതേ സ്ട്രക്ചറൽ ഫംഗ്ഷൻസ് എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റെപ്പ് കൂടി അവർ മുന്നോട്ട് വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഈ ആക്ച്വലി താൽപോട്ട് പാർസന്റെ തിയറീസ് ഇവർ പഠിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഇവർ ഈ സ്ട്രക്ചറൽ ഫംഗ്ഷൻ അനാലിസിസ് നടത്തുകയാണ്. ബേസിക്കലി എങ്ങനെയാണ് സൊസൈറ്റിയിൽ ഈ റോൾസ് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം സൊസൈറ്റിയിൽ ഡേവിസ് ആൻഡ് മോർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ആർ ഇമ്പോർട്ടന്റ് പൊസിഷൻസ് ഇൻ ദ സൊസൈറ്റി. അതിനെയാണ് ബേസിക്കലി ഈ എന്തിനാണ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ദർ ആർ എഫക്റ്റീവ് റോൾ അലോക്കേഷൻ ആൻഡ് പെർഫോമൻസ്. ഒരു സൊസൈറ്റിയിൽ ദർ ആർ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റോൾസ്. ഓക്കെ, ഈ റോൾസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് റോൾസിന് ഡിഫറെന്റ് ഇമ്പോർട്ടൻസുകളായിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു സൊസൈറ്റി ഡോക്ടർ ഉണ്ടാവും, നേഴ്സ് ഉണ്ടാവും, പോലീസ് ഉണ്ടാവും, അല്ലെ, IAS ഓഫീസർ ഉണ്ടാവും, അതേപോലെ തന്നെ ക്ലീനിങ് തൊഴിലാളികൾ ഉണ്ടാവും, അല്ലെ, സ്കിൽഡ് അൺസ്കിൽഡ് വർക്കേഴ്സ്. സോ ഡിഫറെന്റ് റോൾസ് ആർ ദെയർ ഇൻ എ സൊസൈറ്റി. ഒരു സൊസൈറ്റി പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സൊസൈറ്റിയിൽ ഡിഫറെന്റ് ആയിട്ടുള്ള റോൾസ് ഉണ്ടാവും. ഈ റോൾസുകൾ കൃത്യമായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ എന്ത് ചെയ്യുള്ളൂ, എഫക്റ്റീവ് ആവുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കഴിവില്ലാത്ത ഒരാളെ ഡോക്ടർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും, അയാൾ സർജറി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വെച്ച് അത് കത്രിക വയറ്റിൽ വെച്ച് മറന്നു പോകും. അപ്പൊ അത് സൊസൈറ്റിനെ എന്ത് ചെയ്യും, ഡിസ്ട്രപ്റ്റ് ചെയ്യും. അപ്പൊ ഓരോ റോളുകളും കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഓരോ സൊസൈറ്റിയിൽ കുറെ ഇമ്പോർട്ടന്റ് റോൾസ് ഉണ്ട്. ആ റോൾസിന് എന്ത് ചെയ്യണം, ബേസിക്കലി കൃത്യമായിട്ടുള്ള അഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള റൈറ്റ് പേഴ്സൺ എന്ത് ചെയ്യണം, നമ്മൾ അപ്പോയിന്റ് ചെയ്യണം. 2 കാര്യങ്ങൾ നടക്കണം. ഓക്കെ, സോ ഈ ഇമ്പോർട്ടന്റ് റോളിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഏറ്റവും ഹൈലി ഇന്റലക്ച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈലി ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള, കൂടുതൽ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ, ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായുള്ള ആളുകളെ തന്നെ കിട്ടുകയും വേണം. അല്ലാതെ മടിയന്മാരായുള്ള ആളുകളെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ റോൾ എന്ത് ചെയ്യില്ല, എഫക്റ്റീവ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യില്ല. അപ്പം റോള് അലോക്കേഷൻ പ്രോപ്പർ ആയിരിക്കണം. അലോക്കേഷൻ മാത്രമല്ല പ്രോപ്പർ ആവേണ്ടത്, റോൾ പെർഫോമൻസും അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, എൻഷുർ ചെയ്യാൻ പറ്റണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ ആ സൊസൈറ്റിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റോൾസ് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാ റോളും കൃത്യമായ ഒരാൾ ഫില്ല് ചെയ്യണം. അതുപോലെ തന്നെ ഫില്ലിംഗ് റോൾസ് വിത്ത് ഇൻഡിവിജ്വൽ വിത്ത് ബെസ്റ്റ് സ്യൂട്ടഡ് ആളായിരിക്കണം. പ്രൊവൈഡിംഗ് നെസസറി ട്രെയിനിങ് ഫോർ ദോസ് റോൾസ്, എൻഷുറിംഗ് ദാറ്റ് ദോസ് ഓൾ പെർഫോംഡ് കോൺഷ്യസ്ലി. അപ്പൊ റോൾസ് എന്ത് ചെയ്യണം, റോൾ അലോക്കേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കണം. റോൾ ഷുഡ് ബി ഫിൽഡ് വിത്ത് എഫിഷ്യന്റ് പേഴ്സൺ. അത് മാത്രമല്ല, ആ എഫിഷ്യന്റ് പേഴ്സൺ ഫില്ല് ചെയ്തത് എന്തായിരിക്കണം, റോൾ പെർഫോമൻസ് എന്തായിരിക്കണം, കൃത്യമായിട്ട് നടക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടന്റ് റോൾസിന് കൂടുതൽ ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഒരു ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ അയാൾ 5 വർഷം പഠിക്കണം. അപ്പൊ നമുക്ക് ആരെയും പിടിച്ച് ഡോക്ടർ ആക്കാൻ പറ്റില്ല. ഈ 5 വർഷം വേറെ ജോലിയൊന്നും കിട്ടാതെ അത് ഡിലേഡ് ഗ്രാറ്റിഫൈ ചെയ്ത് ഹാർഡ് വർക്ക് 5 വർഷം, ഇപ്പൊ നീറ്റിന് വേണ്ടി 2 വർഷം റിപ്പീറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു പേഴ്സണെ മാത്രമേ നമുക്ക് ഡോക്ടറാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വിൽ പവർ ഉള്ള ഒരാൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അത്രയും ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാൾ വേണമെന്നുണ്ടെങ്കിൽ ഈ റോളിനെ നമ്മൾ അട്രാക്റ്റഡ് ആക്കണ്ടേ.
എന്നാൽ മാത്രമേ എന്തെങ്കിലും ഇപ്പൊ 5 വർഷം നിങ്ങൾക്ക് ഇപ്പൊ ആലോചിച്ച് നോക്കിക്കേ, ഇപ്പൊ 3 വർഷം ഡിഗ്രി കഴിയുമ്പോൾ എനിക്ക് 1 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നു എന്നുണ്ടെങ്കിൽ 5 വർഷം ഡോക്ടറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് 30,000 രൂപ ശമ്പളം കിട്ടുന്നുള്ളൂ. എനിക്ക് അവിടെ വലിയ സൊസൈറ്റി പ്രസ്റ്റീജ് ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ഡോക്ടർ ആവാൻ പോകില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡോക്ടറിന് കൂടുതൽ പ്രസ്റ്റീജ് കൊടുക്കണം, ഡോക്ടറിന് കൂടുതൽ വാല്യൂ കൊടുക്കണം. അങ്ങനെ എങ്കിൽ മാത്രമേ 5 വർഷം കഷ്ടപ്പെട്ട് ഡോക്ടർ ആവുന്നതിൽ എനിക്ക് സെൻസിബിൾ ഉള്ളൂ. ഇപ്പൊ സിവിൽ സർവീസ് പഠിക്കുമ്പം എന്തിനാണ് ആളുകൾ 6 വർഷം സ്പെൻഡ് ചെയ്യുന്നത്? കാരണം 6 വർഷം കഴിഞ്ഞിട്ട് സിവിൽ സർവീസ് ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അവിടെ എന്താണ് ബെറ്റർ പൊസിഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യുക, സൊസൈറ്റിയിൽ ഹൈ പ്രസ്റ്റീജ് ആണ് നമുക്ക് കിട്ടുന്നത്. ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ ക്ലാസ് പൊസിഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം ഹൈ പ്രസ്റ്റീജ് ആൻഡ് ഹൈ റെസ്പെക്ട് ഇൻ ദ സൊസൈറ്റി. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുമ്പോൾ 6 വർഷം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വർത്ത് ഇറ്റ്. ഈവൻ 8 വർഷം ഞാൻ സ്പെൻഡ് ചെയ്താൽ ഇറ്റ് ഈസ് വർത്ത് ഇറ്റ്, ബിക്കോസ് the amount of respect and prestige I am getting out of this particular profession is much larger. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനകത്തേക്ക് എന്ത് ചെയ്യും, ബെസ്റ്റ് പീപ്പിളിനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. IASയിലേക്കൊക്കെ നമുക്ക് ബെസ്റ്റ് പീപ്പിളിനെ ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പം സൊസൈറ്റിയിലെ ഓരോ റോൾസിനും എന്താണ് ബെസ്റ്റ് റോൾസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, ബെസ്റ്റ് ഹാർഡ് വർക്കിംഗ് ആയുള്ള ആളുകളെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ട്രാറ്റിഫിക്കേഷൻ കൊണ്ടുവരുന്നത്. സോ റോൾ സ്ട്രാറ്റിഫിക്കേഷനിൽ 2-3 കാര്യങ്ങളാണ് ഒരു റോളിനെ പറ്റി സ്ട്രാറ്റിഫിക്കേഷനകത്ത് റോൾ അലോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഫങ്ഷണൽ ഇമ്പോർട്ടൻസ് ഓഫ് റോള്. ഓരോ റോളും എന്താണ് യുണീക്ക്ലി ഫങ്ഷണലി ഇമ്പോർട്ടൻസ് ആയിരിക്കും. ചില റോളുകൾ യുണീക്ക് റോളുകളായിരിക്കും, ചില റോളുകൾ എന്തല്ല യുണീക്ക് ആയിട്ടുള്ള റോളുകളല്ല. അപ്പൊ സൊസൈറ്റിയിൽ ഞാൻ പറഞ്ഞു ഇമ്പോർട്ടന്റ് റോൾസ് ഉണ്ട്. ആ ഇമ്പോർട്ടന്റ് റോൾസിന് എന്ത് ചെയ്യണം, നമ്മൾ ഹാർഡ് വർക്കിംഗ് ആയ ആളുകൾ എത്തണം. ആ ഹാർഡ് വർക്കിംഗ് ആയ ആളുകളെ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് ഇവർക്ക് മെറിറ്റ് ബേസ്ഡ് ആയിട്ട് എന്ത് ചെയ്യണം, ഈ പൊസിഷൻസ് ഫില്ല് ചെയ്യണം. അങ്ങനെ മെറിറ്റ് ബേസ്ഡ് പൊസിഷൻസ് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഗിവ് റിവാർഡ്. ഓക്കെ, ഇനി ഡേവിസ് ആൻഡ് മോർ പറയുന്ന തിയറിനെ സിംപ്ലിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദർ ആർ ഇമ്പോർട്ടന്റ് റോൾ. ഈ റോളിനെ നമുക്ക് എന്ത് ചെയ്യണം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സണിനെ വെച്ചിട്ട് തന്നെ, അല്ലെങ്കിൽ ഹാർഡ് വർക്കിംഗ് ആയ പേഴ്സണിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, വി നീഡ് ടു ഗിവ് എ ബെറ്റർ റിവാർഡ് സിസ്റ്റം. സോ ആ റോളിന് എന്ത് ചെയ്യുന്നുണ്ടാവും, റിവാർഡ്, ബെറ്റർ റിവാർഡ് സിസ്റ്റം ആയിരിക്കും. അപ്പൊ ഈ ബെറ്റർ റിവാർഡ് ഉള്ളത് കൊണ്ട് ഒരാൾ എന്തായിരിക്കും, ഹൈലി മോട്ടിവേറ്റഡ് ആയിരിക്കും ടു ടേക്ക് ദിസ് പൊസിഷൻ. സോ ബൈ ഹാവിംഗ് ദിസ് മെറിറ്റോക്രസി, മെറിറ്റ് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് ഇമ്പോർട്ടന്റ് അല്ലാത്ത ആളുകളെ അവോയ്ഡ് ചെയ്യുകയും ഇമ്പോർട്ടന്റ് ആയ ആളുകളെ നമുക്ക് സെലക്ട് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഇനി അങ്ങനെ ഡേവിസ് ആൻഡ് മോർ എംഫസൈസ് സ്ട്രാറ്റിഫിക്കേഷൻ എക്സിസ്റ്റ് ബിക്കോസ് എന്താണ്, പൊസിഷൻ ഇൻ സൊസൈറ്റി ഡിഫർ ഇൻ ദ ഫങ്ഷണൽ ഇമ്പോർട്ടൻസ്. ഓരോ സൊസൈറ്റിക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് ഫങ്ഷണൽ ഇമ്പോർട്ടൻസുകളായിരിക്കും. അപ്പം എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ പൊസിഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ഫില്ല് ചെയ്യാൻ പറ്റില്ല. ആ ക്വാളിറ്റി ഉള്ള ആളുകൾക്ക് മാത്രമേ പൊസിഷൻ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഫങ്ഷണൽ ഇമ്പോർട്ടൻസ് ഓഫ് റോൾസ് ആണ്. സം റോൾസ് ആർ മോർ ഇമ്പോർട്ടൻറ്റ് ഇൻ ദ സൊസൈറ്റി ആൻഡ് കമ്പയർഡ് ടു അതർ സൊസൈറ്റി, മീൻസ് അതർ റോൾസ്. ചില റോളിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്, ചില റോളിന് അത്ര ഇമ്പോർട്ടന്റ് അല്ല. അപ്പൊ ഇമ്പോർട്ടന്റ് ആയ റോളിന് എന്ത് ചെയ്യണം, കൂടുതൽ റിവാർഡ് കൊടുക്കണം, കൂടുതൽ വാല്യൂ കൊടുക്കണം. ഓക്കെ, അതുപോലെ തന്നെ ചില റോൾസിന് എന്ത് ചെയ്യണം, സ്പെഷ്യൽ സ്കില്ല് വേണം, ചില റോളിന് അത്ര സ്പെഷ്യൽ സ്കില്ല് വേണ്ട. ഫോർ എക്സാമ്പിൾ, നേരത്തെ നമ്മൾ പറയുന്ന പോലെ ഡോക്ടറിനെയും ബേസിക്കലി നേഴ്സിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് റോൾ ആരാണ്, ഡോക്ടറാണ്. കാരണം നേഴ്സ് ഇല്ലാതെയും ഡോക്ടറിന് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും, പക്ഷെ ഡോക്ടർ ഇല്ലാതെ നേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പം ഡോക്ടറിന്റെ റോൾ എന്താണ്, മോർ ഇമ്പോർട്ടന്റ് കമ്പയർഡ് ടു നേഴ്സിന്റെ റോൾ. അതേപോലെ മാനേജർ ആൻഡ് ലേബർ, നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ലേബറിനെക്കാട്ടും ഇമ്പോർട്ടന്റ് ആരുടെ റോളാണ്, മാനേജറിന്റെ റോളാണ്. ബിക്കോസ് മാനേജർ ഹാസ് ടു മാനേജ് ഡിഫറെന്റ് ലേബേഴ്സിന് എന്ത് ചെയ്താൽ മതി, ലേബറിന്റെ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പൊ റോളിന്റെ ഇമ്പോർട്ടൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ റോളിനും ഡിഫറെന്റ് ആണ്. അപ്പോൾ ഓരോ റോളിന്റെയും ഇമ്പോർട്ടൻസ് അനുസരിച്ച് വേണം നമ്മൾ ആളുകളെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ആ ഇമ്പോർട്ടന്റ് റോളിനനുസരിച്ച് ടാലന്റിന് എന്ത് ചെയ്യണം, മാച്ച് ചെയ്യണം. അപ്പൊ അത് മാച്ച് ഇൻഡിവിജ്വൽ എന്ത് ചെയ്യണം, ഇമ്പോർട്ടന്റ് റോളിന് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹൈലി സ്കില്ലഡ് ആയുള്ള ആളുകൾ വേണം. ആ ഹൈലി സ്കില്ലുകളായ ആളുകൾ വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ റോളിന് ഹൈ റിവാർഡ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. സോ ഹൈലി റിവാർഡ് ആയ ആളുകൾ വരാൻ വേണ്ടി ഹൈ റിവാർഡ് കൊടുക്കുന്നു. ആൻഡ് ഈ റിവാർഡ് എന്ത് ചെയ്യുന്നു, ദാറ്റ് അലോ ദം ടു മോട്ടിവേറ്റ് ആൻഡ് കോമ്പീറ്റ്. അപ്പം ഈ റിവാർഡ്സ് മോട്ടിവേറ്റ് ചെയ്ത് ആളുകൾ എന്ത് ചെയ്യുന്നു, ആ റോള് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഈ റോൾ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ദർ ഈസ് എ ഇൻസെന്റീവ് സിസ്റ്റം. ഓക്കെ, സോ ഇൻസെന്റീവ് ആൻഡ് സാക്രിഫൈസസ് ആണ്. ബേസിക്കലി എന്ത് ചെയ്യണം, ഇപ്പൊ ഹൈലി സ്കിൽഡ് ആയ റോൾ, ഇപ്പൊ ഡോക്ടർ ആണെങ്കിൽ 5 വർഷം ട്രെയിനിങ്ങിൽ പോകണം. അപ്പൊ 5 വർഷം ട്രെയിനിങ് ചെയ്യാൻ ഞാൻ തയ്യാറാവണമെന്നുണ്ടെങ്കിൽ എന്താണ് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന, റിവാർഡ് സിസ്റ്റം. സോ ബെറ്റർ റിവാർഡ് മീൻസ് ബെറ്റർ ആളുകൾ എന്ത് ചെയ്യുന്നു, ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷൻസ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും, ഇതിനകത്തേക്ക് അട്രാക്റ്റഡ് ആവുന്നു. ആൻഡ് ഐ ആം റെഡി ടു ഗോ ദാറ്റ് ട്രെയിനിങ്. എന്ത് ചെയ്യുന്നതാണ്, ഇത്രയും വലിയ റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് 5 വർഷം 6 വർഷം ട്രെയിനിങ് പോകാനും ഞാൻ തയ്യാറായിരിക്കും. ദാറ്റ് ഈസ് ഇൻസെന്റീവ്സ് ആണ്. ഇനി ഫങ്ഷണൽ ഇമ്പോർട്ടൻസ്, ഒരു റോളിന്റെ ഏത് റോളാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫങ്ഷണൽ യുണീക്നെസ് ആൻഡ് ഫങ്ഷണൽ ഡിപെൻഡൻസി. അതായത് ഒരു റോള് എത്രത്തോളം ഫങ്ഷണലി യുണീക്ക് ആണ്, അതായത് ആ റോൾ ആൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ പൈലറ്റും അത് എയർ ഹോസ്റ്റസും ആലോചിക്കുക. പൈലറ്റിന്റെ റോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, എയർ ഹോസ്റ്റസിന് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പൈലറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഫങ്ഷണലി യുണീക്ക് റോളാണ്. ആ റോൾ വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ പൈലറ്റ് ഇല്ലാത്തപ്പോൾ വേറൊരാൾക്ക് പോയിട്ട് ഫ്ലൈറ്റ് ഓടിക്കാൻ പറ്റുമോ, ഇല്ല. സോ ഇറ്റ്സ് എ വെരി യുണീക്ക് റോൾ. ഓൺലി ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ ക്യാൻ പെർഫോം ദാറ്റ് പർട്ടിക്കുലർ റോൾ. ദാറ്റ് ഈസ് ഫങ്ഷണലി യുണീക്ക് റോൾ. സോ ആ റോളിന് എന്ത് ചെയ്യണം,
കമ്പാരിറ്റീവ്ലി റിവാർഡ് കൂടുതലായിരിക്കണം. ആൻഡ് ഫംഗ്ഷണലി ഡിപ്പെൻഡൻസി റൂൾ ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഡോക്ടർ നേഴ്സിന്റെ കാര്യം പറയുമ്പോൾ നേഴ്സ് എന്താണ്, ഇറ്റ് ഈസ് ഫംഗ്ഷണലി ഡിപ്പെൻഡന്റ് ഓൺ ഡോക്ടർ. ഡോക്ടർ ഉണ്ടെങ്കിൽ ഡോക്ടർ ഡയറക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫംഗ്ഷണലി ഡിപ്പെൻഡന്റ് ആണ്. അതേപോലെ മാനേജറും വർക്കേഴ്സും ആലോചിച്ച് നോക്കിയാൽ വർക്കേഴ്സ് ആർ ഡിപ്പെൻഡന്റ് ഓൺ മാനേജർ. സോ മാനേജർ പറയുന്ന വർക്കുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് മാനേജർ പറഞ്ഞു കൊടുത്താൽ മാത്രമേ ലേബറിന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ലേബേഴ്സ് ആർ ഫംഗ്ഷണലി ഡിപ്പെൻഡന്റ്, അപ്പൊ ലെസർ ഇമ്പോർട്ടന്റ് ആണ്. ഫംഗ്ഷണലി യുണീക്ക് ആണെങ്കിൽ എന്താണ്, ആ റോള് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളുകളാണ്. ഓക്കെ, അപ്പൊ ഡേവിസ് ആൻഡ് മോർ ബേസിക്കലി പറയുന്നത് എന്താണ്, ഡേവിസ് ആൻഡ് മോർ പറയുന്നത് ദർ ആർ ഇമ്പോർട്ടന്റ് റോൾസ് ഇൻ എ സൊസൈറ്റി. ആ ഇമ്പോർട്ടന്റ് റോൾസ് ആയിട്ടുള്ള റോൾസിന് എന്ത് ചെയ്യുന്നത്, ദർ ആർ effective role allocation and effective role performance. So role allocation and role performance ആണ് എന്ത് ചെയ്യുന്നത്, സ്ട്രാറ്റിഫിക്കേഷൻ കൊണ്ട് നടക്കുന്നത്. സോ ഓരോ സൊസൈറ്റിയിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾസ് ഉണ്ട്. ഈ റോൾസ് ഷുഡ് ബി ഫിൽഡ് വിത്ത് സ്കിൽഡ് പേഴ്സൺസ്. അതേപോലെ തന്നെ ദർ ഷുഡ് ഓൾസോ എൻഷുർ ദാറ്റ് ദർ ഇസ് എ കണ്ടിന്യൂറ്റി ഓഫ് എന്താണ്, ഓരോ റോൾസും എഫക്റ്റീവ് ആയിട്ടാണ് ചെയ്യുന്നതിനുള്ള കണ്ടിന്യൂറ്റിയും വേണം. അപ്പൊ ഈ കണ്ടിന്യൂറ്റി കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ബേസിക്കലി റൈറ്റ് ആയിട്ടുള്ള പേഴ്സണെ റൈറ്റ് സ്ഥലത്തേക്ക് പ്ലേസ് ചെയ്യാൻ പറ്റണം. അപ്പൊ എങ്ങനെ പ്ലേസ് ചെയ്യും, അപ്പൊ ആ ഇമ്പോർട്ടന്റ് റോളിന് നമ്മൾ എന്ത് കൊടുക്കും, റോളിന് റിവാർഡ് കൊടുക്കും. സോ റിവാർഡ് എന്ത് ചെയ്യുന്നു, ബെറ്റർ ഇമ്പോർട്ടന്റ് പൊസിഷൻസിലേക്ക് എന്ത് ചെയ്യുന്നു, ബെറ്റർ റിവാർഡ് ഉള്ളതുകൊണ്ട് ആളുകൾ അതിനകത്തേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരുന്നു. സോ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ റോള് ഇമ്പോർട്ടന്റ് റോള് ഫിൽ ചെയ്യാം. പക്ഷെ ഇവിടെ ഒരു പ്രോബ്ലം നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് സ്വാഭാവികമായിട്ട് ഇയാൾ പറയുന്നത് എന്താണ്, ഇത് മെറിറ്റോക്രസി ആണെന്നാണ് പറയുന്നത് അല്ലെ. ഡേവിസ് ആൻഡ് മോർ പറയുന്നത് ഇത് മെറിറ്റോക്രസി ആണ്. അതായത് വളരെ അട്രാക്റ്റഡ് ആയിട്ടുള്ള ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള പീപ്പിളിനെ നമുക്ക് എന്ത് ചെയ്യണം, വി നീഡ് ടു ഗെറ്റ് high reward to them so that they will fill the റോൾസ് ഫില്ല് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, സൊസൈറ്റിയിൽ ബെറ്റർ ആയിട്ട് പെർഫോമൻസ് നടക്കുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഇറ്റ് ഈസ് ഫിൽഡ് ഓൺ ഇതാണെന്നുണ്ടെങ്കിൽ എല്ലാ ആളുകൾക്കും എല്ലാ റോളും ഫില്ല് ചെയ്യാൻ പറ്റില്ലല്ലോ. ഡേവിസ് ആൻഡ് മോർ തന്നെ പറയുന്നുണ്ട് എന്താണ്, നോട്ട് എവരിബഡി ഈസ് ക്വാളിഫൈഡ് ടു ഫിൽ ഇൻ ദി ഓൾ പൊസിഷൻ. അപ്പം അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയ ആളുകൾക്ക് മാത്രം, അല്ലെങ്കിൽ വളരെ സ്കിൽഡ് ആയ ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബേസിക്കലി സ്കിൽഡ് ആയ ആളുകൾക്ക് മാത്രമേ ഇമ്പോർട്ടന്റ് റോൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും കുറച്ച് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട്. Okay, so not everybody able to fill the positions. So that means Davids and Moore is talking about inequality. സൊസൈറ്റിയിൽ എന്തുണ്ട്, ഇൻഇക്വാലിറ്റി ഉണ്ട്. എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാ പൊസിഷനും എടുക്കാൻ പറ്റില്ല. സൊസൈറ്റിയിൽ ഇൻഇക്വാലിറ്റി ഉണ്ട്. ദാറ്റ് മീൻസ് ഡേവിസ് ആൻഡ് മോർ ഇൻഡയറക്ട്ലി പറയുന്നത് എന്താണ്, ഇൻഇക്വാലിറ്റി ഇൻ എ സൊസൈറ്റി ഈസ് ഫങ്ഷണൽ. ഡേവിസ് ആൻഡ് മോർ എന്താ പറയുന്നത്, ഇൻഇക്വാലിറ്റി ഇൻ എ സൊസൈറ്റി എന്താണ്, ഫങ്ഷണൽ ഫോർ സൊസൈറ്റി ആണ്. ഒരു സൊസൈറ്റിക്ക് ഫങ്ഷണൽ ആണ് എന്തെന്ന് പറയുന്നത്, ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ബിക്കോസ് ഒൺലി വിത്ത് ഇൻഇക്വാലിറ്റി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് റൈറ്റ് മെറിറ്റ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഇൻഇക്വാലിറ്റിയിലൂടെ മാത്രമേ നമുക്ക് റൈറ്റ് പേഴ്സണെ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഡേവിസ് ആൻഡ് മോർ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇത്രയും? ഓക്കെ ആണല്ലോ? ഇതിനകത്ത് ബേസിക്കലി ഇതിന്റെ ക്രിറ്റിസിസം, അപ്പൊ നമ്മൾ പാർസന്റെ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിൽ പാർസനെ കണ്ടു, അതേപോലെ ഡേവിസ് ആൻഡ് മോർ കണ്ടു. രണ്ടുപേരും എന്താണ് പറയുന്നത്, ബേസിക്കലി റോൾ അലോക്കേഷൻ. പാർസൺ പറയുന്നു വാല്യൂ കൺസെപ്റ്റ് ഷെയർഡ് വാല്യൂസ് ആണ്. അപ്പൊ ആ ഷെയർഡ് വാല്യൂസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സം പൊസിഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ആ ഷെയർഡ് വാല്യൂവിന് അനുസരിച്ചാണ് സ്ട്രാറ്റിഫിക്കേഷൻ സൊസൈറ്റിയിൽ വരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് ഇന്നെവിറ്റബിൾ ആൻഡ് സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് ഫങ്ഷണൽ ടു ദ സൊസൈറ്റി എന്നാണ് പാർസൺ പറയുന്നത്. Davis and Moore പറയുന്നത് there are role allocation and role performance. Some roles are very important compared to other roles. So to get right person to the right role performance ചെയ്യാൻ വേണ്ടിയിട്ട് we need to have a system that is high reward. So high reward for some post will ensure that very skilled hardworking people will be filling that position. Also role continuous performance നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും എന്നാണ് ഡേവിസ് ആൻഡ് മോർ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഏതാണ് റൈറ്റ് പൊസിഷൻ, ഏതാണ് ഇമ്പോർട്ടന്റ് പൊസിഷൻ എന്ന് തീരുമാനിക്കണമല്ലോ. അതിനാണ് ബേസിക്കലി പുള്ളി പറഞ്ഞത് there is a എന്താണ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി, അതേപോലെ ഫങ്ഷണൽ ഓട്ടോണമി. അപ്പൊ ഓട്ടോണസ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ബേസിക്കലി അവർക്ക് ഒറ്റയ്ക്ക് ആ റോൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഡിപ്പെൻഡന്റ് റോൾ ആണെങ്കിൽ അത് അത്ര ഇമ്പോർട്ടന്റ് റോൾ അല്ല എന്നും ഡേവിസ് ആൻഡ് മോർ പറഞ്ഞു. പക്ഷേ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു തിങ്കറാണ് മെൽവിൻ തുമിൻ. Okay, so Melvin Thumin actually criticized the Davis and Moore. So Davis and Moore ചോദിച്ചത്, ഇവർ പറഞ്ഞു നിങ്ങൾ ഇത് മെറിറ്റോക്രസി ആണെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, നിങ്ങൾ പറയുന്നു ഓരോ റോളും ഓരോ സൊസൈറ്റിയിൽ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നു. സോ Melvin and Thumin ask him different question. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഹൗ ഡു യു ഡിസൈഡ് വാട്ട് ഈസ് ഇമ്പോർട്ടന്റ് പൊസിഷൻ? ഒരു സൊസൈറ്റിയിൽ ഇതാണ് ഇമ്പോർട്ടന്റ് റോൾ, ഡോക്ടറിനാണോ ഇമ്പോർട്ടന്റ് റോള്, അതോ ഒരു സൊസൈറ്റിയിൽ ലോയറിനാണോ ഇമ്പോർട്ടന്റ് റോള് എന്നുള്ളതോ, അല്ല ഒരു സൊസൈറ്റിയിൽ പ്രൊഫസറിനാണ് ഇമ്പോർട്ടന്റ് റോള്? ഇതിൽ ആർക്കാണ് ഇമ്പോർട്ടന്റ് റോൾ എന്ന് പറയുന്നത് നമുക്ക് സബ്ജക്റ്റീവ്ലി പറയാവുന്നത് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്ലി പറയാന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ട് അല്ലേ? കാരണം ഓരോ സിറ്റുവേഷൻസ് അനുസരിച്ചാണ് റോൾസിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ മെൽവിൻ തുമിൻ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ how do you decide what role is important?
to or important to society, or what role is important to society or important position. ഏത് റോളാണ്, ഏത് പൊസിഷനാണ് സൊസൈറ്റിക്ക് ഇമ്പോർട്ടന്റ് ആയി വരുന്നത് എന്നുള്ളതാണ്. ഇനി ആ ഇമ്പോർട്ടന്റ് റോൾ എന്താണെന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഈസ് ദർ എനി ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയ? ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ആസ്കിംഗ് ഈസ് ദർ എനി objective criteria to decide important position. സോ രണ്ടാമത്തെ ചോദ്യം ഡേവിസ് മോറിനോട് ചോദിക്കുകയാണ്, എന്താണ് ഇതിനകത്തൊരു ഇമ്പോർട്ടന്റ് പൊസിഷൻ എങ്ങനെ തീരുമാനിക്കും? ഇനി ഇയാൾ പറയുന്നത് വെച്ചാൽ ഈ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി ഇമ്പോർട്ടൻസ് ഓഫ് എ റോൾ ഈസ് എന്താണ്? സ്പേഷ്യൽ ആൻഡ് ടെമ്പറൽ ആണ്. അതെന്താണ്? ബേസിക്കലി ഓരോ സ്ഥലത്തിനനുസരിച്ച്, ഓരോ സൊസൈറ്റിക്ക് അനുസരിച്ച് എന്താണ് ഓരോ ഇമ്പോർട്ടന്റ് റോൾ എന്ത് ചെയ്യും? മാറും. അതേപോലെ ടൈം ടു ടൈം എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് റോൾസ് മാറും. ഫോർ എക്സാമ്പിൾ, പണ്ട് ബ്രാഹ്മിൻസ് ആയിരുന്നു ഇമ്പോർട്ടന്റ് റോൾ ഇന്ത്യയിലെങ്കിൽ ഇന്ന് ബ്രാഹ്മിൻസ് ഇമ്പോർട്ടന്റ് റോൾ അല്ല. സോ ഇറ്റ് ഈസ് ടെമ്പറൽ അല്ലെ, സ്പേഷ്യൽ ആണ്. ഇവിടെ ബ്രാഹ്മിൻസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എസ്റ്റേറ്റ് സിസ്റ്റം ക്ലർജി ആയിരുന്നു. അപ്പൊ ഓരോ സൊസൈറ്റിയിലും ടൈം ടു ടൈമും സ്പേസ് ടു സ്പേസും എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് റോള് എന്ന് പറയുന്നത് മാറില്ലേ? അപ്പൊ എങ്ങനെയാണ്? ഇപ്പൊ നേരത്തെ നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് പോകുമ്പോഴാണ് ഡോക്ടറിന്റെ ഇമ്പോർട്ടന്റ് റോൾ വരുന്നത്. ഡോക്ടറിന് നമുക്ക് വേണ്ട ആവശ്യമില്ലാത്ത സിറ്റുവേഷൻ സ്കൂളിൽ പോകുന്ന സമയത്ത് അവിടെ പ്രൊഫസറിനാണ് ഇമ്പോർട്ടന്റ് റോള്. അപ്പൊ ഓരോ സ്ഥലത്ത് പോകുന്നതും ഓരോ ടൈം ടു ടൈമും നീഡിനും അനുസരിച്ച് എന്ത് ചെയ്യുന്നു? റോളിന്റെ ഇമ്പോർട്ടൻസ് മാറുന്നു. ഓക്കെ, സോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്പെസിഫിക് ആയിട്ട് ഇതാണ് ഇമ്പോർട്ടന്റ് റോൾ എന്ന് തീരുമാനിക്കാൻ പറ്റുക? ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്നത് മെറിറ്റ് അനുസരിച്ചാണ്. കാരണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരാൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സൊസൈറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരാളെ നമ്മൾ പ്ലേസ് ചെയ്യുന്നു. അപ്പൊ ഇത് ഈസ് ഓട്ടോമാറ്റിക്കലി ഏറ്റവും സ്കിൽഡ് ആയ പേഴ്സണെയാണ് വേണ്ടത്. സ്കിൽഡ് ആയ പേഴ്സണെ വരാൻ വേണ്ടിയിട്ട് ഹൈ റിവാർഡ് വെക്കുന്നു. സ്വാഭാവികമായിട്ട് ഇത് മെറിറ്റ് ബേസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ മെൽവിൻ ചോദിക്കുന്ന ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ മെറിറ്റ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ചില ഇമ്പോർട്ടന്റ് പൊസിഷൻസ് ഓൾവേസ് ഓക്യുപ്പൈഡ് ബൈ സ്പെസിഫിക് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്? ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിൽ ഹയർ എഡ്യൂക്കേഷനിലെ പ്രൊഫസേഴ്സ് ആരാണ്? ബ്രാഹ്മിൻസ്, ഹിന്ദു മെൻ. ഓക്കെ, ഇഫ് ഇറ്റ് വാസ് ആക്ച്വലി ഹൈ ഇമ്പോർട്ടന്റ് റോൾ ആണ്, അതുകൊണ്ട് അത് മെറിറ്റ് ബേസ് ആണെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു പർട്ടിക്കുലർ സോഷ്യൽ ഗ്രൂപ്പ് ഏറ്റവും കൂടുതൽ റെപ്രസെന്റേറ്റ് ചെയ്യുന്നത്? ഇപ്പൊ IAS നമ്മൾ പണ്ട് വിളിച്ച ഇന്ത്യൻ ബ്രാഹ്മണിക്കൽ സർവീസ് എന്നായിരുന്നു. ഇപ്പൊ ഇനിഷ്യലി IAS മുതൽ IAS IPS പോലെയുള്ള സിവിൽ സർവീസുകൾ എന്താണ് ഏറ്റവും കൂടുതൽ ബ്രാഹ്മിൻസ് ആണ് വന്നിട്ടുള്ളത്. വൈ ദിസ് സ്പെഷ്യൽ ഗ്രൂപ്പ് ഈസ് ആക്ച്വലി ഓക്യുപ്പൈങ് ദിസ് പൊസിഷൻ? മെറിറ്റ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ ക്ലാസ്സിൽ നിന്നുള്ള ആളുകളും വരണ്ടേ? പക്ഷെ എന്തുകൊണ്ടാണ് ഒരു പർട്ടിക്കുലർ സോഷ്യൽ ഗ്രൂപ്പിൽ നിന്ന് മാത്രം എന്ത് ചെയ്യുന്നത്? ആളുകൾ റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മെൽവിൻ ചോദിച്ചു. സോ വൈ ഹീസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ those positions occupied by people from specific social group? എന്തുകൊണ്ടാണ് ഒരു സ്പെസിഫിക് സോഷ്യൽ ഗ്രൂപ്പിൽ നിന്ന് മാത്രമുള്ള ആളുകൾ ബേസിക്കലി എന്ത് ചെയ്യുന്നത്? ഈ ഒരു പർട്ടിക്കുലർ പൊസിഷൻസ് എന്ത് ചെയ്യുന്നത് വരുന്നത്? അപ്പൊ മെൽവിൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, മെൽവിൻ ആർഗ്യൂ ദാറ്റ് ബേസിക്കലി ഡേവിസ് ആൻഡ് മോറിന്റെ സ്ട്രക്ചറൽ ഫംഗ്ഷൻ അനാലിസിസ് ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് മെറിറ്റോക്രസിന്റെ പേരിലും അതേപോലെ തന്നെ ക്ലാസ് പൊസിഷൻ എന്ത് ചെയ്യുന്നു? മെറിറ്റോക്രസിന്റെ പേരിൽ പറയുന്നത് എന്താ ചെയ്യുന്നത്? ഈ ക്ലാസ് പൊസിഷൻ എന്താണ്? ഓപ്പൺ ആണ്, അല്ലെങ്കിൽ ബേസിക്കലി ക്ലാസ് പൊസിഷൻ മെറിറ്റോക്രസി ആണ്, ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സിസ്റ്റം ആണ് എന്ന് പറയുന്നത് ബേസിക്കലി ഡേവിസ് ആൻഡ് മോറിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത്? ബിക്കോസ് though he said that Davidson Moore said that these positions are open and anybody can occupy these positions based on meritocracy, but Melvin ചോദിക്കുന്നത് then why from a certain people അല്ലെങ്കിൽ ഈ occupations, ഈ important positions are mostly occupied by people from a social background? ഓക്കെ, അപ്പൊ ഇതെന്താണ് ബേസിക്കലി ഡേവിഡ് മോർ എന്ത് കൺസിഡർ ചെയ്തിട്ടില്ല? ഇൻഡിവിജ്വൽസിന്റെ ബേസിക്കലി ആളുകൾ ഈ ഫില്ല് ചെയ്യുന്നതിൽ ദർ ഈസ് എ റേഷ്യൽ ഡിഫറൻസ്, കാസ്റ്റ് ഡിഫറൻസ്, സെക്ഷുവാലിറ്റി ഡിഫറൻസ്. ഇത് ഒരു സോഷ്യൽ സ്ട്രാറ്റയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഡേവിഡ് മോർ എന്ത് ചെയ്തിട്ടില്ല? എടുത്തിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് എമിലി തെൽവിൻ തുമ്മിൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ദർ ഷുഡ് നോട്ട് ബി ആൻ ഒബ്ജക്റ്റീവ്. ഇതിനെന്ത് ചെയ്യാൻ പറ്റില്ല? ദർ ഇസ് നോ ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയ. ഒരു ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയ നമുക്ക് ഫോം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആൻഡ് meritocracy is not a complete equal opportunity. Meritocracy does not mean equal opportunity. Second idea, meritocracy എന്ന് പറയുന്നത് എന്താണ്? Meritocracy is not equal opportunity. Meritocracy എന്ന് പറയുന്നത് ഈക്വൽ ഓപ്പർച്യൂണിറ്റി അല്ല. ആളുകൾക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. ആളുകളുടെ കാസ്റ്റ് പൊസിഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റാറ്റസ് ഗ്രൂപ്പ് പൊസിഷൻസ് അവരുടെ റോൾ അലോക്കേഷനെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, സോ പീപ്പിളിന് എന്ത് ചെയ്യുന്നുണ്ട്? പീപ്പിളിന്റെ അവരുടെ ക്ലാസ് പൊസിഷൻ അവർക്ക് അങ്ങോട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ഇയാൾ പറയുന്നത് സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് നോട്ട് ഫങ്ഷണൽ, ഇറ്റ് ഈസ് ഡിസ്ഫങ്ഷണൽ എന്നാണ് പുള്ളി പറയുന്നത്. മെൽവിൻ എന്താ പറയുന്നത്? സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് നോട്ട് ഫങ്ഷണൽ, ഇസ് നോട്ട് ഫങ്ഷണൽ, rather than it is dysfunctional.
സ്ട്രാറ്റിഫിക്കേഷൻ എന്താണ്? ഡിസ്ഫങ്ഷണൽ ആണ്. ബിക്കോസ് മെനി പീപ്പിൾ നോട്ട് ഏബിൾ ടു അവൈൽ ദി ഓപ്പർച്യൂണിറ്റി ഡ്യൂ ടു കാസ്റ്റ്, ജെൻഡർ, സെക്സ്, സെക്ഷുവാലിറ്റി എക്സെട്ര. ഇറ്റ് ഈസ് ഡിസ്ഫങ്ഷണൽ ബിക്കോസ് മെനി പീപ്പിൾ എന്താണ് ബേസിക്കലി ഡു നോട്ട് able to avail opportunity due to their caste, sex or sexuality, gender, etc. So എന്താണ്? ബേസ്ഡ് ഓൺ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് എന്ത് ഓപ്പർച്യൂണിറ്റിയിൽ വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട് ഇതെന്തല്ല, ഇതൊരു മെറിറ്റോക്രസി ഓപ്പൺ സിസ്റ്റം അല്ല. ആസ് ഡേവിസ് ആൻഡ് മോർ പറയുന്ന പോലെ ഇതെന്തല്ല, എല്ലാവർക്കും ഓപ്പൺ ആയിട്ടുള്ള ഒരു സാധനമല്ല എന്തെന്ന് പറയുന്നത് ഈ സ്ട്രാറ്റിഫിക്കേഷൻ സിസ്റ്റം എന്നാണ് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് എ ക്രിറ്റിസിസം ടു ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ്. ക്ലിയർ ആണോ? മെൽവിൻ തുമ്മിന്റെ ക്ലിയർ ആണോ? ഓക്കെ, അപ്പം മെൽവിൻ തുമ്മിൻ മാത്രമായിട്ട് 10 മാർക്ക് UPSC ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എക്സ്പ്ലെയിൻ മെൽവിൻ തുമ്മിൻ ക്രിറ്റിസിസം ഓഫ് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന രീതിയിൽ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യണം, എഴുതാൻ പറ്റണം. അപ്പൊ മെൽവിൻ തുമ്മിനകത്തുള്ള ബേസിക് പ്രശ്നം എന്താണ്? അതായത് ഡേവിസ് ആൻഡ് മോർ പറയുന്നു സം റോൾസ് ആർ ഇമ്പോർട്ടന്റ്. ആ റോളിന് എന്ത് ചെയ്യണം, റിവാർഡ് കൂടുതലായിരിക്കും. അത് എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം ആ സൊസൈറ്റിയിൽ വളരെ ഇമ്പോർട്ടന്റ് റോൾസിന് നമ്മൾ ഇമ്പോർട്ടന്റ് പേഴ്സണിനെ വെച്ച് ഫില്ല് ചെയ്യണം. അപ്പൊ ആ ഇമ്പോർട്ടന്റ് റോൾസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് കൂടുതൽ റിവാർഡ് കൊടുക്കണം. അപ്പൊ അതിനകത്ത് കൂടുതൽ ഹാർഡ് വർക്കിംഗ് ആയ ആളുകൾ അട്രാക്റ്റഡ് ആവും. അപ്പൊ ഇതൊരു മെറിറ്റ് സിസ്റ്റമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ് അതിന്റെ അർത്ഥം? എന്താണ്? ഓട്ടോമാറ്റിക്കലി ഇൻഇക്വാലിറ്റി അവിടെ ഉണ്ട്. എങ്ങനെയാണ്? എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ സിസ്റ്റത്തിൽ പോസ്റ്റിലേക്ക് വരാൻ പറ്റില്ല. സോ മെൽവിൻ പറയുന്നത് എന്താണ്? ഇൻഇക്വാലിറ്റി ഇൻ എ സൊസൈറ്റി, ഡേവിസ് പറയുന്നത് എന്താണ്? ഇൻഇക്വാലിറ്റി ഇൻ എ സൊസൈറ്റി ഈസ് ആക്ച്വലി ഫങ്ഷണൽ because not everybody can reach to that important position, because important position only has to be filled by the very meritocracy people. So merit based ആണ്. പക്ഷെ മെൽവിൻ ചോദിക്കുന്നത് how do you define the importance of a role in a society, because an importance of a role is spatial and temporal different ആണ്. It will change time to time, it will change place to place, society to society. Then how do you define what is important? Second thing is that if you are saying that these are important roles filled by meritocracy, then how come certain positions are only filled from a certain social background? For example, higher education in India, professors in higher education is mostly from Brahmin. So how this is happened if it is meritocracy? Okay, the majority of the IAS officers are actually from upper class. How this is happened? So this is rightly shows that എന്താണ് important positions എന്ത് ചെയ്യുന്നില്ല, കൃത്യമായിട്ടുള്ള ഇതൊരു ഫങ്ഷണൽ അല്ല, പകരം ഇത് ഡിസ്ഫങ്ഷണൽ ആണ്. കാരണം പല ആളുകൾക്കും എന്താണ് ഈ പൊസിഷൻസ് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് ബേസിക്കലി ആര് പറയുന്നത്, മെൽവിൻ പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് നോക്കുക. അടുത്തത് സ്ട്രാറ്റിഫിക്കേഷനകത്ത് നമുക്ക് മാക്സിസ് തിയറി നോക്കാം. മാക്സിസ് തിയറി നമ്മൾ ഓൾറെഡി ബേസിക്കലി നിങ്ങൾക്ക് അറിയായിരിക്കും. മാക്സിസ് തിയറി, മാക്സ് പറയുന്നത് എന്താണ്? ബേസിക്കലി ഈ പറയുന്ന ഡിഫറൻസസ് ക്ലാസ് പൊസിഷൻ രണ്ട് രീതിയിലാണ് വരുന്നത് അല്ലെ. സോ ബേസിക്കലി റിലേഷൻ ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, റിലേഷൻ ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. സോ റിലേഷൻ ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ വെച്ചിട്ടാണ് ഡിഫറെന്റ് ക്ലാസ് എന്ത് ചെയ്യുന്നത്, സൊസൈറ്റി വരുന്നത്. സോ സൊസൈറ്റി സ്ട്രാറ്റിഫൈഡ് വിത്ത് റെസ്പെക്ട് ടു ദി ഇൻഡിവിജ്വൽ പൊസിഷൻ ഇൻ ദി ക്ലാസ് വിത്ത് റെസ്പെക്ട് ടു റിലേഷൻ ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. അങ്ങനെ എന്ത് ചെയ്യുന്ന രണ്ട് ആളുകളുണ്ട്. എങ്ങനെയുണ്ട് ബേസിക്കലി? ഒന്ന് ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ ബൂർഷാസി, അതല്ലെങ്കിൽ പ്രോലെറ്റേറിയറ്റ്. ഓക്കെ, ഒന്ന് ആരാണ്? ഓണേഴ്സ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. രണ്ട് വർക്കേഴ്സ് ഓഫ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്താണ്, നോട്ട് ഓണേഴ്സ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. അല്ലെങ്കിൽ നമുക്ക് ഹാവ്സും അതുപോലെ തന്നെ എന്താണ് ഹാവ് നോട്ട്സ് എന്ന് നമുക്ക് വിളിക്കാം അല്ലെ. സോ ഒരാൾ എന്ത് ചെയ്യുന്നു, ഓണേഴ്സ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. രണ്ടാൾ എന്താണ്, ഡിപെൻഡന്റ് ഓൺ ദാറ്റ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആണ്, വർക്കേഴ്സ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ഇതിന്റെ പേരിലാണ് എന്ത് ചെയ്യുന്നത്, സൊസൈറ്റിയിൽ സ്ട്രാറ്റിഫിക്കേഷൻ വരുന്നത്. സോ സ്ട്രാറ്റ ഈസ് ആക്ച്വലി ബേസ്ഡ് ഓൺ എന്താണ്, ഹൂ കൺട്രോൾ ദി എക്കണോമിക്കൽ പൊസിഷൻ, ഹൂ കൺട്രോൾ ദ ബേസ് സ്ട്രക്ചർ. സോ പവർ ഡിറൈവ്ഡ് ഫ്രം വെയർ, പവർ ഡിറൈവ്ഡ് ഫ്രം എക്കണോമിക്കൽ പൊസിഷൻ. ഇവിടെ എന്താണ്, മാക്സിനെ സംബന്ധിച്ചോളം എല്ലാ സ്ട്രാറ്റിഫിക്കേഷൻ, എല്ലാ പവറും കാര്യങ്ങളും ഒക്കെ ഡിറൈവ് ചെയ്യുന്നതാണ് എക്കണോമിക്കൽ പൊസിഷൻസിനാണ്. ഉള്ളവൻ എന്ത് ചെയ്യുന്നു, ബേസിക്കലി ഹാവ്സിന് എന്ത് ചെയ്യുന്നു, പൊസിഷൻ കിട്ടുന്നു, ഹാവ് നോട്ട്സിന് എന്താണ് ബേസിക്കലി കിട്ടുന്നില്ല. അപ്പൊ സോഷ്യൽ സ്ട്രാറ്റയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ക്ലാസ് ഉണ്ട്, റൂളിംഗ് ക്ലാസും സബ്ജക്റ്റീവ് ക്ലാസും. റൂളിംഗ് ക്ലാസ് മീൻസ് ദോസ് ഹു ഓൺ ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, സബ്ജക്റ്റീവ് ക്ലാസ് ഈസ് ദോസ് ഹു ആർ എക്സ്പ്ലോയിറ്റഡ് ബൈ ദി റൂളിംഗ് ക്ലാസസ് എന്നുള്ളതാണ്. ഓക്കെ, സോ ദേ വിൽ യൂസ് ദി ബാക്കിയുള്ള ടൂൾസ്, ഫോർ എക്സാമ്പിൾ റിലീജിയൻ, പൊളിറ്റിക്സ്, എല്ലാത്തിനും പവർ എവിടെ നിന്നാണ് വരുന്നത്, എക്കണോമിക്കൽ ബേസ് സ്ട്രക്ചറിൽ നിന്നാണ് പവർ വരുന്നത്. സോ ദോസ് ഹു കൺട്രോൾ ദി എക്കണോമിക് സ്ട്രക്ചർ വിൽ ഓൾസോ കൺട്രോൾ ദി പൊളിറ്റിക്കൽ സ്ട്രക്ചർ, റിലീജിയസ് സ്ട്രക്ചർ. അതേപോലെ തന്നെ ആ സൂപ്പർ സ്ട്രക്ചറിലുള്ള പവർ എന്ത് ചെയ്യുന്നു, ഇവര് ഈ ക്ലാസ് പൊസിഷൻ എക്സ്പ്ലോയിറ്റേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം ഓരോ സൊസൈറ്റിയിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ എല്ലാ സൊസൈറ്റിയിലും രണ്ട് ക്ലാസ്സസ് ആണ് ഉള്ളത്. 2 ക്ലാസ് മോഡലാണ് അല്ലെ. എല്ലാ സൊസൈറ്റിയിലും രണ്ട് ക്ലാസ്, ഒന്ന് ഹാവ്സും രണ്ട് ഹാവ് നോട്ട്സും. രണ്ട് ക്ലാസ്സസ് മാത്രമേ ഉള്ളൂ. ആ രണ്ട് ക്ലാസ്സസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, സൊസൈറ്റിയിൽ വരുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അപ്പൊ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്ന ആളുകളാണ് ക്ലാസ്. ഇനി സൊസൈറ്റി എവിടെ നിന്ന് മൂവ് ചെയ്യും,
അറ്റ് പ്രസന്റ് സൊസൈറ്റി എന്താണ്? ഇൻഈക്വൽ സൊസൈറ്റിയാണ്. സോ സൊസൈറ്റി വിൽ മൂവ് ഫ്രം ഇൻഇക്വാലിറ്റി ടു ഇക്വാലിറ്റി. ഓക്കെ, എങ്ങനെ വരും? കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി വരുന്ന സമയത്ത് ഇക്വാലിറ്റി വരും. സോ സൊസൈറ്റി അറ്റ് പ്രസന്റ് ഈസ് ആൻ ഇൻഇക്വാലിറ്റി ഉള്ള സൊസൈറ്റിയാണ്. സോ ഈ സൊസൈറ്റി വിൽ മൂവ് ഫ്രം ഇൻഇക്വാലിറ്റി ടു ഇക്വാലിറ്റി ബൈ റവല്യൂഷൻ എന്നാണ് ബേസിക്കലി മാക്സ് പറയുന്നത്. ഇനി വെബറിന്റെ പെർസ്പെക്റ്റീവ് കൂടി വന്നിട്ട് നമുക്ക് മാക്സിന്റെ വെബറിന് എന്ത് ചെയ്യാം, ഒന്ന് അതിന്റെ ഡിഫറൻസസ് നമുക്കൊന്ന് ക്ലാസിഫിക്കേഷൻ ചെയ്യാം. അപ്പൊ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. സോ വെബർ എന്താണെന്ന് പറയുന്നത്? വെബർ എന്ന് പറയുന്നത് സൊസൈറ്റി ജസ്റ്റ് കനോട്ട്, വെബർ എന്താണ്? മോണോകോസൽ എക്സ്പ്ലനേഷൻ ആണ് അല്ലെ. സൊസൈറ്റിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, യു കനോട്ട് ജസ്റ്റ് സിംപ്ലിഫൈ ഇൻ ടു ക്ലാസ് പൊസിഷൻ എലോൺ. പകരം എന്താണ്? സൊസൈറ്റിയിൽ ട്രിനിറ്റി മോഡലാണ് പറയുന്നത്. എന്തൊക്കെ പൊസിഷൻ ഉണ്ട്? ഒന്ന് ക്ലാസ് പൊസിഷൻ ഉണ്ട്, അതേപോലെ തന്നെ പ്രസ്റ്റീജിനെ നമുക്ക് സ്റ്റാറ്റസ് എന്നും വിളിക്കാം, അതേപോലെ തന്നെ പവർ. ഓക്കെ, പവർ ഓർ പാർട്ടി. ഓക്കെ, ഇങ്ങനെ 3 പൊസിഷൻസ് എന്നാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത് ഒരു സ്ട്രാറ്റിഫിക്കേഷൻ വരുന്നത്. അല്ലാതെ ക്ലാസ് മാത്രമല്ല ഒരു സൊസൈറ്റിയിലുള്ള സ്ട്രാറ്റിഫിക്കേഷൻ. ഇനി അതിൽ തന്നെ ഫസ്റ്റ് ക്ലാസിന്റെ സ്ട്രാറ്റിഫിക്കേഷനിലേക്ക് വരുമ്പോൾ ക്ലാസിനെ പറ്റിയിട്ട് വെബർ എന്താണ് പറയുന്നത്? ക്ലാസ് എന്ന് പറയുന്നത് മാക്സിനെ സംബന്ധിച്ചോളം റിലേഷൻ ഓഫ് പ്രൊഡക്ഷനുമായിട്ട്, അല്ലെങ്കിൽ വാട്ട് ഈസ് റിലേഷൻ ഓഫ് പ്രൊഡക്ഷൻ വിത്ത് റെസ്പെക്ട് ടു മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്താണോ അതിനനുസരിച്ച് ഹാവ്സും ഹാവ് നോട്ട്സും, അല്ലെങ്കിൽ കൺട്രോൾ, മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഓണേഴ്സ് ഉള്ള ആളുകളും മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഓണർഷിപ്പ് ഇല്ലാത്ത ആളുകളും എന്നുള്ള 2 ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ, വെബറിനെ സംബന്ധിച്ചും ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹാവിംഗ് എ സിമിലർ മാർക്കറ്റ് സിറ്റുവേഷൻ ബൈ വെർച്യൂ ഓഫ് വിച്ച് ദേ എൻജോയ് ഈക്വൽ ലൈഫ് സ്റ്റാൻഡേർഡ്സ്. സോ 2 പോയിന്റ് ആണ്. എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് എ സിമിലർ ക്ലാസ് സിറ്റുവേഷൻ ക്ലോസ്ലി ടു ദ മാർക്കറ്റ് സിറ്റുവേഷൻ, ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ദെയർ ലൈഫ് ചാൻസസ്. അതെന്നു അവരുടെ ലൈഫ് ചാൻസസിന് ഇമ്പാക്ട് ചെയ്യുന്നു. അപ്പൊ അതാണ് ബേസിക്കലി ക്ലാസ് എന്ന് പറയുന്നത്. ക്ലാസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് സിമിലർ മാർക്കറ്റ് സിറ്റുവേഷൻ. അതിന്റെ ക്രക്സ് മനസ്സിലാതെ ഹാവിംഗ് എ സിമിലർ മാർക്കറ്റ് സിറ്റുവേഷൻ ആയിരിക്കും. ബൈ വെർച്യൂ ഓഫ് വിച്ച്, ആ സിമിലർ മാർക്കറ്റ് സിറ്റുവേഷൻ ആയതുകൊണ്ട് ദേ എൻജോയ് എന്താണ് ബേസിക്കലി ഈക്വൽ ലൈഫ് ചാൻസസ്. ഓക്കെ, അപ്പൊ ഈ കീവേഡ് അതിനകത്ത് ഉണ്ടാവണം. എന്തൊക്കെ കീവേഡ് ഉണ്ടാവണം? ഒന്ന് സിമിലർ മാർക്കറ്റ് സിറ്റുവേഷൻ, അതുപോലെ തന്നെ ഈക്വൽ ലൈഫ് ചാൻസസ്. സോ ക്ലാസ് ഫോർ ദ വെബർ ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ഹാവിംഗ് ദ സിമിലർ മാർക്കറ്റ് സിറ്റുവേഷൻ ബൈ വെർച്യൂ ഓഫ് വിച്ച് ദേ എൻജോയ് ദി ഈക്വൽ ലൈഫ് ചാൻസസ്. ഫോർ എക്സാമ്പിൾ, എഞ്ചിനീയറും പ്രൊഫസേഴ്സും. എഞ്ചിനീയർ ആൻഡ് പ്രൊഫസേഴ്സിന് എന്താണ്? ദേ മൈറ്റ് ബി ഗെറ്റിംഗ് ഈക്വൽ എമൗണ്ട് ഓഫ് സാലറി അല്ലെ. അവർ 2 പേരുടെ സാലറി എന്തായിരിക്കും? ഏകദേശം ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവർക്ക് കിട്ടുന്ന പൈസ എന്താണ്? 2 പേർക്കും ഈക്വൽ ആണ്. സോ ദാറ്റ് മീൻസ് ദർ ഇസ് എ സിമിലർ മാർക്കറ്റ് സിറ്റുവേഷൻ, ബട്ട് ദെയർ സ്കിൽ ഈസ് ഡിഫറെന്റ്. പക്ഷെ അവർ അതുകൊണ്ട് ഈക്വൽ എമൗണ്ട് അവർക്ക് കിട്ടുന്നുണ്ട്. ദോ ദെയർ സ്കിൽ ഈസ് ഡിഫറെന്റ്, ദെയർ ലൈഫ് ചാൻസസ് എന്താണ്? ഈക്വൽ ആണ്. അവർക്ക് കിട്ടുന്ന ലൈഫ് ചാൻസസ് എന്താണ്? ഈക്വൽ ലൈഫ് ചാൻസസ് ആണ് അവർക്ക് 2 പേർക്കും കിട്ടുന്നത്. സോ മീൻസ് ഓഫ് ലൈക്ക് ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ലൈഫ് ചാൻസസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മീൻസ് എന്താണ്? ബേസിക്കലി ഈക്വൽ ലൈഫ് ചാൻസസ് കൊടുക്കുന്നത് കാണാൻ പറ്റും. അപ്പം വെബർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ലാസ് പൊസിഷൻസിൽ വരുന്ന, അല്ലെങ്കിൽ ക്ലാസിന്റെ പൊസിഷൻസിൽ വരുന്നതെന്ന് പറഞ്ഞാൽ മാക്സ് പറയുന്ന പോലെ ഓണർഷിപ്പ് മാത്രമല്ല, ഓണർഷിപ്പ് വെബർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. വെബർ ഈസ് നോട്ട് റിജക്ടിങ് മാക്സിയൻ വ്യൂ പോയിന്റ് ഓഫ് ക്ലാസ് ബേസ്ഡ് ഓൺ ഓണർഷിപ്പ് ഓഫ്, അല്ലെങ്കിൽ ഡിവിഷൻ ഓഫ് ക്ലാസ് ബേസ്ഡ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഓണർഷിപ്പ് കൊണ്ട് ഉണ്ടാവുന്നതും ക്ലാസ് ആണ് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? വെബർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് മാത്രമല്ല എന്തെന്ന് പറയുന്നത്, ക്ലാസിന്റെ ഡിഫറൻസസ്, വേറെയും ഡിഫറൻസസ് ഉണ്ട്. അങ്ങനെ വെബർ എന്ത് ചെയ്യുന്നുണ്ട്? 4 ക്ലാസ്സുകളാണ് ബേസിക്കലി വെബർ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഒന്ന്, മാക്സ് 2 ക്ലാസ്. മാക്സും ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്? മൾട്ടിപ്പിൾ ക്ലാസ് പറയുന്നുണ്ട്. പക്ഷെ മാക്സ് എന്ത് ചെയ്യുന്നുണ്ട്? മാക്സ് മൾട്ടിപ്പിൾ ക്ലാസ് പറയുന്നുണ്ടെങ്കിലും അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? പ്രോലെറ്ററൈസേഷൻ നടക്കുന്നത്. എന്ത് ചെയ്യുന്നുണ്ട്? പെറ്റി ബൂർഷാസ് ഒക്കെ എന്ത് ചെയ്യും? പ്രോലെറ്റേറിയൻസ് ആയിട്ട് മാറുന്നു. അല്ലെങ്കിൽ ചെറിയ അപ്പർ മിഡിൽ ക്ലാസ് എന്ത് ചെയ്യുന്നു? അപ്പർ ക്ലാസ് എന്ത് ചെയ്യുന്നു? ബേസിക്കലി ബൂർഷ ആയിട്ട് മാറുന്നു. സോ ദർ ഈസ് എ പോളറൈസേഷൻ. എന്ത് ചെയ്യുന്നു? ഏലിനേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന്റെ, എക്സ്പ്ലോയിറ്റേഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ട് ദർ വിൽ ബി പോളറൈസേഷൻ ഓഫ് ക്ലാസസ്. അങ്ങനെ 2 ക്ലാസസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? തിരിയുന്നു. ബൂർഷ ആൻഡ് പ്രോലെറ്റേറിയറ്റ് ആയിട്ട് 2 ക്ലാസ് ആയിട്ട് തിരിയുന്നു. പക്ഷെ വെബർ പറയുന്നത് ഇങ്ങനെ ഒരു പ്രോലെറ്ററൈസേഷൻ ഓഫ് ക്ലാസ് അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടതില്ല, ഒരു ക്ലാസ് അങ്ങനെ ഉണ്ടാവണം നിർബന്ധമില്ല. പകരം എന്താണ്? ക്ലാസസ് ആർ ബേസിക്കലി എന്താണ്? ദർ ഇസ് എ 4 ക്ലാസ് മോഡലാണ്. വെബറിനെ സംബന്ധിച്ചോളം എന്താണ്? ദീസ് ആർ മോഡൽസ് ആണ്. ദീസ് ആർ ഐഡിയൽ ടൈപ്സ്. ദിസ് ഇസ് നോട്ട് ആക്ച്വലി റിയാലിറ്റി. സോ ഈസ് ജസ്റ്റ് ഗിവിംഗ് ഈ 4 മോഡൽ ക്ലാസ്സസ് ആണ് തരുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് പ്രോപ്പർട്ടിയുടെ അപ്പർ ക്ലാസ്, അതേപോലെ തന്നെ പ്രോപ്പർട്ടി ലെസ് വൈറ്റ് കോളർ ക്ലാസ് തരുന്നുണ്ട്, അതേപോലെ തന്നെ പെറ്റി ബൂർഷ, അതുപോലെ തന്നെ മാനുവൽ വർക്കിംഗ് ക്ലാസ്സസ്. ഏതൊക്കെയാണ്? പ്രോപ്പർട്ടിയുടെ അപ്പർ ക്ലാസ് ഉണ്ട്, പ്രോപ്പർട്ടി ലെസ് വൈറ്റ് കോളർ ക്ലാസ്സസ് ഉണ്ട്, അതേപോലെ തന്നെ പെറ്റി ബൂർഷ ഉണ്ട്, മാനുവൽ വർക്കിംഗ് ക്ലാസ്സസ് ഉണ്ട്. സോ മാനുവൽ വർക്കിംഗ് ക്ലാസ്സസ് എന്ന് പറയുന്നത് ഏറ്റവും താഴെയുള്ളത്. ഈ പ്രോപ്പർട്ടിയുടെ അപ്പർ ക്ലാസ് എന്താണ്? ബേസിക്കലി ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് തന്നെ. ആരൊക്കെയാണോ ഈ പ്രോപ്പർട്ടി ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന ആളുകൾ, അവരാണ് ബേസിക്കലി ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്. സോ ദേ ആർ പ്രോപ്പർട്ടിയുടെ അപ്പർ ക്ലാസ്. പ്രോപ്പർട്ടി ലെസ് വൈറ്റ് കോളർ ക്ലാസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇവർക്ക് എന്താണ്? പ്രോപ്പർട്ടി ഇല്ല, പക്ഷെ ദേ ആർ വൈറ്റ് കോളർ, ഡോക്ടേഴ്സ്, എഞ്ചിനീയർ, ഹൈ പൊസിഷൻ ആണ് അവർ എൻജോയ് ചെയ്യുന്നത്. പക്ഷെ ദേ ആർ നോട്ട് ഹാവിംഗ് കൺട്രോൾ ഓവർ ദി മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. പക്ഷെ എന്താണ്? ദേ ആർ പ്രൊഫഷണൽ സ്കിൽഡ് ആണ്.
പിന്നെ പെറ്റി ചെറിയ ചെറിയ സെൽഫ് എംപ്ലോയിഡ് പെറ്റി ബൂർഷ്യ ഉണ്ട്, ദെൻ മാനുവൽ വർക്കേഴ്സ്, ഇങ്ങനെ 4 ക്ലാസ്. സോ ദീസ് 2 people വിൽ കം അണ്ടർ ദി മിഡിൽ ക്ലാസ്. ഓക്കെ, സോ ദർ ഈസ് എ സ്കോപ്പ് ഓഫ് മിഡിൽ ക്ലാസ് വിത്ത് റെസ്പെക്ട് ടു വെബർ. സോ വെബർ എന്ത് ചെയ്യുന്നത്, മിഡിൽ ക്ലാസിന്റെ പോസിബിലിറ്റി കൂടി തരുന്നുണ്ട്. ഇനി അത് മാത്രമല്ല സ്ട്രാറ്റിഫിക്കേഷനുള്ള ക്രൈറ്റീരിയ ഇതെന്താണ്, ഇതൊരു 1 ക്രൈറ്റീരിയ ഫോർ സ്ട്രാറ്റിഫിക്കേഷൻ ആണ് ക്ലാസ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല വെബറിനെ സംബന്ധിച്ചോളം ഉള്ള സ്ട്രാറ്റിഫിക്കേഷൻ, ബിക്കോസ് വെബർ വിൽ ഓൾവേസ് ഗിവ് എ മോണോ കോസൽ എക്സ്പ്ലനേഷൻ, മൾട്ടി കോസൽ എക്സ്പ്ലനേഷൻ, നോട്ട് മോണോ കോസൽ എക്സ്പ്ലനേഷൻ. മാത്സ് എന്താണ്, മോണോ കോസൽ എക്സ്പ്ലനേഷൻ ആണ് അല്ലെ, ഒറ്റ കാര്യം എക്കണോമി ആണ് അല്ല. പക്ഷെ വെബറിനെ സംബന്ധിച്ചോളം ദർ ഈസ് എ മൾട്ടി കോസൽ എക്സ്പ്ലനേഷൻ, പല കോസസ് ആവാം ഒരു റീസൺ ഉണ്ടാവാൻ. അപ്പൊ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടാവുന്നതിന് 1 റീസൺ മാത്രമാണ് എന്തെന്ന് പറയുന്നത്, ക്ലാസ് എന്ന് പറയുന്നത്. സോ ക്ലാസ് ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടാവാം, പക്ഷെ അതല്ലാത്ത സ്ട്രാറ്റിഫിക്കേഷനും സൊസൈറ്റിയിൽ ഉണ്ടാവാം. അങ്ങനെ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ ആണ് ബേസിക്കലി പ്രസ്റ്റീജ് അല്ലെങ്കിൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ എസ്റ്റീം, ഹോണർ, പ്രിവിലേജ്. ഓക്കെ, ഇതെല്ലാം എന്താണ്, സിമിലർ ആണ്, ഒരു സാധനമാണ്. അപ്പം നമുക്ക് എന്താണ് അപ്പൊ പ്രസ്റ്റീജ്? പ്രസ്റ്റീജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ഗിവൺ ടു എ പൊസിഷൻ ടു ഇൻഡിവിജ്വൽ ബൈ കമ്പയർഡ് ടു അതെന്താണ്, ഇറ്റ് ഈസ് ഗിവിംഗ് ഹയർ പ്രസ്റ്റീജ് ടു കമ്പയർഡ് ടു അതർ പീപ്പിൾ. സോ ദിസ് പ്രസ്റ്റീജ് ഈസ് ടോക്കിംഗ് അബൌട്ട് ലൈഫ് സ്റ്റൈൽസ്. ഓക്കെ, മറ്റേത് ലൈഫ് ചാൻസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്, ലൈഫ് സ്റ്റൈലാണ്. ഓരോ ആളുകൾക്കും ഡിഫറെന്റ് ലൈഫ് സ്റ്റൈൽ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, യു മേ ബി റിച്ച് ടുഡേ, പക്ഷെ ഒരു അപ്പർ ക്ലാസ് കാസ്റ്റ് ആയ ഉള്ള ഒരാൾ റിച്ച് ആവുമ്പോൾ ഹി ഹാസ് എ സം ട്രഡീഷണൽ ബേസിക്കലി എന്തായിരിക്കും, അവർക്ക് ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ പെട്ടെന്ന് നിയോ റിച്ച് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലൈഫ് സ്റ്റൈൽ ഉണ്ടാവില്ല, ലൈഫ് ചാൻസസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഡിഫറൻസ് എന്താണ്? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആലോചിക്കുക, പഴയ റിച്ച് ആയ ആളുകളുടെ കാറുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവർ ഭയങ്കര ക്ലാസിക് കാർസ് ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. അവർ പോകുന്ന പബ്ബുകൾ, അവർ പോകുന്ന ക്ലബ്ബുകൾ ഒരു ബേസിക്കലി ട്രഡീഷണലി അവരെന്താണ്, റെസ്പെക്ട്ഫുൾ പൊസിഷൻ ആയിരിക്കും. അവരേല് ചിലപ്പോൾ നിങ്ങളെക്കാട്ടും പൈസ ഉണ്ടാവില്ല, പക്ഷെ അവർക്ക് എന്തുണ്ടാവും, സൊസൈറ്റിയിൽ കൂടുതൽ റെസ്പെക്ട് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ടീച്ചർ ഈസ് എ പ്രസ്റ്റീജിയസ് പൊസിഷൻ. അപ്പൊ ടീച്ചറിന് എന്താണ്, കമ്പയർഡ് ടു മറ്റേ ബൂർഷന് ചിലപ്പോൾ മറ്റൊരാളെ സംബന്ധിച്ച് ഇൻകം ഉണ്ടാവില്ല, പക്ഷെ എന്താണ്, റെസ്പെക്ട് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, 2 ടീച്ചേഴ്സ്, ഒന്ന് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്ന ടീച്ചർ, 2 കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചർ. കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചറിന് ഇൻകം കുറവായിരിക്കും, പക്ഷെ പ്രസ്റ്റീജ് കൂടുതലായിരിക്കും. പക്ഷെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്ന ഒരു സ്റ്റാർഡ് ഉള്ള ടീച്ചറിന് സാലറി കൂടുതലായിരിക്കും, പക്ഷെ എന്തല്ല, പ്രസ്റ്റീജ് കുറവായിരിക്കും, വിലയുണ്ടാവില്ല സമൂഹത്തിൽ വില ആർക്കായിരിക്കും, കോളേജിൽ പഠിപ്പിക്കുന്ന പ്രൊഫസറിനായിരിക്കും. പക്ഷെ ഇൻകം ഉണ്ടോ, ക്ലാസ് പൊസിഷനിൽ എവിടെയാണ്, താഴെയാണ്. പക്ഷെ ടീച്ചർ ഹൂ ഈസ് വർക്കിംഗ് ഇൻ എ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലാസ് പൊസിഷനിൽ മേലെയാണ്, പക്ഷെ പ്രസ്റ്റീജ് പൊസിഷനിൽ എന്താണ്, താഴെയാണ്. പ്രസ്റ്റീജ് എന്താണ്, ഹോണർ എന്താണ്, ലൈഫ് സ്റ്റൈൽ എന്താണ്, കുറവായിരിക്കും. അപ്പം പ്രസ്റ്റീജ് പ്രകാരം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്ട്രാറ്റിഫിക്കേഷൻ സൊസൈറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ പ്രസ്റ്റീജ് എന്താണ്, unequal distribution of social honor within a society. So Weber argued that social group also form the status situation. Basically social group എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പൊ സ്റ്റാറ്റസ് ആൻഡ് പ്രസ്റ്റീജ് നമ്മൾ നോക്കുകയാണെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പ് സച്ച് ആസ് ഓക്കുപേഷൻ, എത്നിക്, റിലീജിയസ് കമ്മ്യൂണിറ്റീസ്, എസ്പെഷ്യലി ലൈഫ് സ്റ്റൈൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ബേസിക്കലി ഓരോരുത്തർക്കും ഓരോ സ്റ്റാറ്റസ് ഗ്രൂപ്പ് പ്രസ്റ്റീജസ് നൽകുന്നു എന്നുള്ളതാണ്. അപ്പം ഡിഫറെന്റ് സ്ട്രാറ്റയിലുള്ള ആളുകൾക്ക് ഡിഫറെന്റ് എന്തായിരിക്കും, പവർ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ പോലെ, നിങ്ങൾ റിച്ച് ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നില്ല, ഓരോ ക്ലബിൽ കയറ്റണമെന്നില്ല. അത് ട്രഡീഷണലി റിച്ച് ആയ ആളുകളെ കയറ്റുള്ളൂ. അപ്പൊ നിയോ റിച്ചും ട്രഡീഷണൽ റിച്ചും തമ്മിൽ എന്താണ് ഡിഫറൻസസ് ഉണ്ട്, സ്ട്രാറ്റിഫിക്കേഷനിൽ ഡിഫറൻസസ് ഉണ്ട്. അതേപോലെ തന്നെ എന്താണ്, ബേസിക്കലി അവരുടെ ലൈഫ് സ്റ്റൈൽ എന്തായിരിക്കും, സിമിലർ ലൈഫ് സ്റ്റൈൽസ് എന്തുണ്ടാവും, അവർക്ക് ഉണ്ടാവും. അപ്പൊ ഇതെന്താണ്, ഡിഫറെന്റ് ആണ്. ഇനി ക്ലാസും സ്ട്രാറ്റയും തമ്മിൽ എന്ത് ചെയ്യാം, ബേസിക് ക്ലാസും സ്റ്റാറ്റസും തമ്മിൽ എന്ത് ചെയ്യാം, കട്ടിങ് അക്രോസ് ഈച്ച് അതറും ആവാം. അതായത് ക്ലാസും സ്ട്രാറ്റയും ഉള്ളത് കൊണ്ട്, അതായത് മാത്സ് പറയുന്ന പോലെ പോളറൈസേഷൻ നടക്കണം നിർബന്ധമില്ല. മാത്സ് പറയുന്നത് എന്താണ്, ക്ലാസ്സിനെ 2 പോളേഴ്സ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ബൂർഷിയും അതേപോലെ തന്നെ എന്തുമായി മാറാൻ പറ്റും, പ്രോലറ്റേറിയറ്റും ആയിട്ടുള്ള 2 പോളറൈസേഷൻ പോസിബിൾ ആണ്. പക്ഷെ വെബർ പറയുന്നത് അത് പോസിബിൾ അല്ല, കാരണം ഈ ക്രോസ് കട്ടിങ് ഓഫ് ഐഡന്റിറ്റീസ് വരും. ക്ലാസും സ്റ്റാറ്റസ് ഗ്രൂപ്പും തമ്മിൽ എന്ത് ചെയ്യും, ക്രോസ് കട്ടിങ് ഓഫ് ഐഡന്റിറ്റീസ് ഉണ്ടാവാം. എങ്ങനെയാണ് ക്ലാസും സ്റ്റാറ്റസും തമ്മിലുള്ള ക്രോസ് കട്ടിങ് ഐഡന്റിറ്റി ഉണ്ടാവുന്നത്? ക്രോസ് കട്ടിങ് ഐഡന്റിറ്റി ഉണ്ടാവുന്ന ഫോർ എക്സാമ്പിൾ ക്ലാസ് ആൻഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ പ്രോപ്പർട്ടി ആൻഡ് സ്റ്റാറ്റസ് നിങ്ങൾ നോക്കിക്കേ, വൈൽ പ്രോപ്പർട്ടി ഓണർഷിപ്പ് ലീഡ് ടു ഹൈ സ്റ്റാറ്റസ് ഓവർ ടൈം ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് ഇമ്മീഡിയറ്റ്ലി റെക്കഗ്നൈസ്ഡ് ആസ് സ്റ്റാറ്റസ് ക്വാളിഫിക്കേഷൻ. ഫോർ എക്സാമ്പിൾ നിങ്ങളിൽ കുറെ വെൽത്ത് വന്നു, അതുകൊണ്ട് എന്താണ്, നിങ്ങൾക്ക് ക്ലാസ് പൊസിഷൻ ബെറ്റർ ആവും, പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റാറ്റസ് കിട്ടണമെന്നില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ലോട്ടറി അടിച്ച് നിങ്ങൾ റിച്ച് ആയതുകൊണ്ട് നിങ്ങൾ ആളുകൾ റെസ്പെക്ട് ചെയ്യണമെന്നില്ല, പക്ഷെ നിങ്ങൾ ക്ലാസ് പൊസിഷനിൽ എന്ത് ചെയ്തു, അപ്രൈ. മനസ്സിലായോ? പക്ഷെ ഇവിടെ സ്റ്റാറ്റസ് പ്രസ്റ്റീജ് ഉണ്ടോ, പ്രസ്റ്റീജ് ഇല്ല. കാരണം എന്താണ്, നിങ്ങൾ ലോട്ടറി അടിച്ചാണ് റിച്ച് ആയിട്ടുള്ളത്. അപ്പൊ ആളുകൾ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, റെസ്പെക്ട് ചെയ്യണമെന്നില്ല. ഓക്കെ, പെട്ടെന്ന് ഒരാൾ ഇപ്പൊ ലോവർ ക്ലാസ് കാസ്റ്റിൽ ഒരാൾ റിച്ച് ആവുന്നു. സോ യു ആർ ക്ലാസ് പൊസിഷനിൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ മേലെയാണ്, പക്ഷെ കാസ്റ്റ് പൊസിഷനിൽ താഴെ ആയതുകൊണ്ട് പ്രസ്റ്റീജ് നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. അതേപോലെ ക്ലാസ് വേഴ്സസ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ പീപ്പിൾ ഷെയർ ഇൻ ദ സെയിം ക്ലാസ് സിറ്റുവേഷൻ മേ നോട്ട് ബിലോങ് ടു സെയിം സ്റ്റാറ്റസ് ഗ്രൂപ്പ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ വർക്കേഴ്സാണ്, നമ്മൾ എല്ലാവരും വർക്കേഴ്സ് ആണ്. പക്ഷെ വർക്കേഴ്സിന്റെ ഇടയിൽ ബ്രാഹ്മിൺ വർക്കേഴ്സ് ഉണ്ട്, ക്ഷത്രിയ വർക്കേഴ്സ് ഉണ്ടാവും, ലോവർ കാസ്റ്റ് വർക്കേഴ്സ് ഉണ്ടാവും.
ഈ ലോവർ കാസ്റ്റ് വർക്കേഴ്സും ബ്രാഹ്മൺ വർക്കേഴ്സും ദോ ദേ ആർ both of them are workers, but they may not be identify themselves as a same social group. ഇതുകൊണ്ടാണ് വെബർ പറയുന്നത് റവല്യൂഷൻ നടക്കണമെന്ന് നിർബന്ധമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കേഴ്സ് ഒന്നിച്ചു കഴിഞ്ഞാലല്ലേ റവല്യൂഷൻ നടക്കുള്ളൂ. ഇവിടെ വർക്കേഴ്സിനെ സംബന്ധിച്ചോളം വർക്കേഴ്സിന്റെ ഇടയിൽ ആരുണ്ട്? ഡിഫറെന്റ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പർ കാസ്റ്റ് ഉണ്ട്, ലോവർ കാസ്റ്റ് ഉണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വർക്കേഴ്സ് എങ്ങനെ യുണൈറ്റഡ് ആവും? വർക്കേഴ്സ് യുണൈറ്റഡ് ആവാൻ പറ്റില്ല. ബിക്കോസ് ഐ കൺസിഡർ ഞാൻ ബ്രാഹ്മിൺ വർക്കറാണ്, നീ എന്താണ്? ലോവർ കാസ്റ്റ് വർക്കറാണ്. സോ വി മെ നോട്ട് ഫോം സോഷ്യൽ ഗ്രൂപ്പ്. നമ്മൾ എന്ത് ചെയ്യില്ല, ഒരു ഒറ്റ സോഷ്യൽ ഗ്രൂപ്പ് ഫോളോ ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ, ഐ മേ ബി എ മെമ്പർ ഓഫ് ഫോർ എക്സാമ്പിൾ വർക്കിംഗ് ലേബർ യൂണിയന്റെ ഒരു മെമ്പർ ആയിരിക്കും ഞാൻ. ഓക്കെ, ഐ എം എ മെമ്പർ ഓഫ് ലേബർ യൂണിയൻ. സോ ഇവിടെ ലേബർ യൂണിയനിൽ വരുമ്പോൾ ഐ ബിലോങ് ടു യു. ഓക്കെ, നമ്മളെല്ലാ ലേബേഴ്സ് ആണ്, അപ്പർ കാസ്റ്റ് ലോവർ കാസ്റ്റ് നമ്മളെല്ലാം ഒന്നാണ് ലേബർ യൂണിയനിലേക്ക് വരുന്ന സമയത്ത്. പക്ഷെ ഔട്ട് സൈഡ് ഐ ആം ഓൾസോ എ മെമ്പർ ഓഫ് NSS, നായർ സർവീസ് സൊസൈറ്റി. ഈ നായർ സർവീസ് സൊസൈറ്റിന്റെ പ്രസിഡന്റ് ആണ് ഞാൻ. അവിടെ വരുമ്പോൾ എന്താണ്? നിങ്ങൾ ഈഴവയാണ്. സോ വി ബിലോങ് ടു നായർ. ആരൊക്കെയാണ് ഇവിടെ നായന്മാരുള്ളത്? ഞാനൊരു വർക്കറാണ്. പക്ഷെ ഇവിടെ ഒരു ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് എന്താണ്? നായരാണ്, NSS ആണ്. അതേപോലെ തന്നെ എലീറ്റ് ക്ലാസ് എന്താണ്? നായരാണ്. സോ വി ആർ ഡിഫറെന്റ് ക്ലാസ് പൊസിഷൻ, ബട്ട് വി യുണൈറ്റഡ് ബൈ ദി സ്റ്റാറ്റസ് പൊസിഷൻ. സോ ക്ലാസ് പൊസിഷനിൽ എന്താണ് ഡിഫറെന്റ് ആണെങ്കിലും സ്റ്റാറ്റസ് പൊസിഷനിൽ എന്താണ്? യുണൈറ്റഡ് ആണ്. കാരണം സ്റ്റാറ്റസ് പൊസിഷനിൽ ഞാൻ എന്താണ്? ബേസിക്കലി ഞാൻ വർക്കർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നായരാണ്. ഇവിടെ ക്യാപിറ്റലിസ്റ്റ് പൊസിഷനിൽ ഞാൻ ഇയാൾ ക്യാപിറ്റലിസ്റ്റ് ആണെങ്കിൽ നായരാണ്. അപ്പൊ എനിക്ക് ഇയാളോടുള്ള കണക്ഷൻ എന്താണ്? ബേസിക്കലി ആസ് എ നായർ ക്യാപിറ്റലിസ്റ്റ് ആയതുകൊണ്ട് ഐ ഹാവ് എ മോർ ഫേവറബിലിറ്റി ടുവേർഡ്സ് ദിസ് പേഴ്സൺ, ദോ ഐ ആം എ വർക്കർ. പക്ഷെ ഇവിടെ ഞാൻ എന്താണ്? ഇവിടെ ഞാനൊരു വർക്കറാണ്. സോ ആളുകൾക്ക് ഡിഫറെന്റ് ഐഡന്റിറ്റി ഉണ്ട്. മാത്സ് വിചാരിച്ച എന്താണ്? നമ്മളെല്ലാം ഒന്നിക്കും. ഇല്ല, എന്നെ സംബന്ധിച്ചോളം എന്താണ്? ഈഴവ വർക്കറും ബ്രാഹ്മൺ വർക്കറും ക്ഷത്രിയ വർക്കറും ഡിഫറെന്റ് ആണ്. സോ വി ഫീൽ ലൈക്ക് വി ആർ ഡിഫറെന്റ് പീപ്പിൾ. സോ സ്വാഭാവികമായിട്ടും വർക്കിന്റെ സ്ഥലത്ത് ഒന്നിച്ചാലും വി ഹാവ് ഡിഫറെന്റ് ഐഡന്റിറ്റി ഔട്ട്സൈഡ് ദ വർക്ക്, വിച്ച് വിൽ ലീഡ് ടു ലെസർ ചാൻസ് ഓഫ് എന്താണ്? റവല്യൂഷൻ. കാരണം ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? ഐഡന്റിറ്റി ക്രോസ് കട്ടിങ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഡിവിഷൻ വിത്തിൻ ദ ക്ലാസ്. നേരത്തെ ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്തെന്നാ ഒരു ക്ലാസ്സിൽ തന്നെ ഡിഫറെന്റ് ഡിവിഷൻസ് കാണാൻ പറ്റും. ഇപ്പൊ ബേസിക്കലി മാർഗരറ്റ് സ്റ്റാൻസി എന്ന് പറയുന്നത് ഈ തിങ്കറിനെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യമില്ല. അതല്ലാതെ തന്നെ നിങ്ങൾ അതിന്റെ കോൺസെപ്റ്റ് എഴുതിയാലും മതി, മാർക്ക് കിട്ടും. ഈ തിങ്കറിനെ അനാവശ്യമായിട്ട് ഇവിടെ ഓർക്കണ്ട. ബേസിക്കലി എന്താണ്? വർക്കിംഗ് ക്ലാസിന്റെ ഇടയിൽ തന്നെ ഡിഫറെന്റ് വർക്കിംഗ് ക്ലാസ്സസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ റെസ്പെക്ടബിൾ വർക്കിംഗ് ക്ലാസ്സസ് ഉണ്ട്. വർക്കിംഗ് ക്ലാസിന്റെ ഇടയിൽ തന്നെ ഇപ്പൊ മാനേജർ പൊസിഷൻ വർക്കിംഗ് ക്ലാസ് ആണ്, പക്ഷെ ദേ ആർ റെസ്പെക്ട്ഫുൾ വർക്കിംഗ് ക്ലാസ്. ദെൻ ഓർഡിനറി വർക്കിംഗ് ക്ലാസ്, അത് ഡേ ടു ഡേ ആളുകൾ വർക്ക് ചെയ്യുന്ന വർക്കിംഗ് ക്ലാസ്. അതുപോലെ റഫ് വർക്കിംഗ് ക്ലാസ്, ദാറ്റ് മീൻസ് ഏറ്റവും മീനിയൽ ജോബ് ചെയ്യുന്ന ആളുകൾ. ഇവർ മൂന്നുപേരും ഒന്നായിട്ട് ആരും കണക്കാക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന IT പ്രൊഫഷണലും ചായക്കടയിൽ നിന്ന് ചായ അടിക്കുന്ന ചായക്കാരനും ഒരേ വർക്കിംഗ് ക്ലാസ് ആണ്. ബോത്ത് ഓഫ് ദം ആർ പാർട്ട് ഓഫ് വർക്കിംഗ് ക്ലാസ്. ബട്ട് നെവർ എവർ IT പ്രൊഫഷണൽ തിങ്ക് ദാറ്റ് me and this ചായ അടിക്കാരൻ ആർ ബോത്ത് ആർ വർക്കേഴ്സ്, വി ആർ ബോത്ത് ഇൻ എ സെയിം സോഷ്യൽ സിറ്റുവേഷൻ എന്ന് രണ്ടുപേരും എന്ത് ചെയ്യില്ല? ചിന്തിക്കില്ല. അപ്പം ഒരിക്കലും ചായക്കടക്കാരനും IT പ്രൊഫഷണലും യുണൈറ്റഡ് ആവില്ല. കാരണം രണ്ടുപേരും എന്താണ്? രണ്ട് ഡിഫറെന്റ് ആളുകളായിട്ട് ഡിവിഷൻ ആയിട്ടാണ് അവിടെ കാണുന്നത്. കാരണം IT പ്രൊഫഷണലിന് മോർ സ്റ്റാറ്റസ് ഉണ്ട്, ചായക്കടക്കാരന് സ്റ്റാറ്റസ് കുറവാണ്. അപ്പൊ രണ്ടുപേരും ഒരേ ക്ലാസ് പൊസിഷൻ ആണെങ്കിലും ഒരേ സ്റ്റാറ്റസ് പൊസിഷൻ അല്ല. അതുകൊണ്ട് എന്താണ്? അവിടെ കട്ടിങ് അക്രോസ് ഈച്ച് അതർ വരുന്നതുകൊണ്ട് അവിടെ എന്ത് ചെയ്യാൻ നടക്കില്ല? റവല്യൂഷൻസ് നടക്കാനുള്ള ചാൻസസ് ഇല്ല. അപ്പൊ ഇങ്ങനെയും സ്റ്റാറ്റസ് ഗ്രൂപ്പ് പ്രകാരം ഒരു സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടാവാം. അല്ലാതെ മാത്സ് പറയുന്ന പോലെ മാർക്കറ്റ് എന്താണ്? എക്കണോമിക്കൽ പൊസിഷൻസിൽ അല്ലെങ്കിൽ മീൻസ് ഓഫ് പ്രൊഡക്ഷനിലുള്ള റിലേഷൻ ഓഫ് പ്രൊഡക്ഷൻ കൊണ്ട് മാത്രമല്ല എന്ത് ചെയ്യുന്നത്? ഈ ഡിവിഷൻ വരാനുള്ള ചാൻസ്. ഓക്കെ, സോ സ്റ്റാറ്റസ് ഗ്രൂപ്പ് അക്രോസ് ക്ലാസസ് നമുക്ക് കാണാൻ പറ്റും. സ്റ്റാറ്റസ് ഗ്രൂപ്പ് ക്യാൻ ഓൾസോ കട്ട് അക്രോസ് ദ ക്ലാസസ് ബൗണ്ടറി. ഫോർ ഇൻസ്റ്റൻസ്, ഹോമോസെക്ഷൽ ഇൻഡിവിജ്വൽ ഫ്രം വേരിയസ് ക്ലാസ് മേ യുണൈറ്റ് ആസ് എ ഗേ കമ്മ്യൂണിറ്റി. അല്ലെ, അപ്പർ ക്ലാസ് ഹോമോസെക്ഷലും ലോവർ ക്ലാസ് ഹോമോസെക്ഷലും വിൽ യുണൈറ്റ് ബിക്കോസ് ഓഫ് ഗേ ഓർഗനൈസേഷൻ. ഇപ്പൊ ഒരു ഗേ ഓർഗനൈസേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പർ ക്ലാസ്സും ലോവർ കാസ്റ്റും മിഡിൽ ക്ലാസ് ഒന്നിച്ചു വരും. So they don't see class difference there. They will see their sexual differences in the sexual unity ആണ് എന്ത് ചെയ്യുന്നത്? അവർ യുണൈറ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ സ്റ്റാറ്റസ് പൊസിഷൻ എന്താണ്? ഗേ പ്രൈഡ് മൂവ്മെന്റിൽ അവർ ക്ലാസ്ലെസ് മൂവ്മെന്റ് ആണത്. എല്ലാ ക്ലാസ്സിലുള്ള ആളുകൾ അതിനകത്തുണ്ട് അല്ലെ. അപ്പം ക്ലാസ് മാത്രമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്ട്രാറ്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റില്ല. സ്റ്റാറ്റസ് ബേസ്ഡ് ആയുള്ള സ്ട്രാറ്റിഫിക്കേഷനും എന്താണെങ്കിലും സൊസൈറ്റിയിൽ വരും. അതുകൊണ്ട് തന്നെ മാത്സ് പറയുന്നത് പോലെ ഒരു ക്ലാസ് സോളിഡാരിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? കട്ടിങ് അക്രോസ് ഈച്ച് അതർ ആണ്. സ്റ്റാറ്റസ് ഗ്രൂപ്പ് ക്ലാസിന്റെ ഉള്ളിൽ തന്നെ ഡിഫറെന്റ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് ഉണ്ട്. അതേപോലെ തന്നെ എന്താണ്? ഡിഫറെന്റ് ക്ലാസ് പൊസിഷൻ ഉണ്ട് എന്നുള്ളതുകൊണ്ട് സ്റ്റാറ്റസ് കിട്ടണം നിർബന്ധമില്ല. സ്റ്റാറ്റസ് ഉള്ളത് കൊണ്ട് വെൽത്ത് ഉണ്ടാവണമെന്നും നിർബന്ധമില്ല. പക്ഷെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടിങ് അക്രോസ് ഈച്ച് അതർ ആവാം. അപ്പൊ മൾട്ടിപ്പിൾ പോസിബിലിറ്റീസ് ഉണ്ട്. അല്ലാതെ മാത്സ് പറയുന്ന ഒറ്റ പോസിബിലിറ്റി മാത്രമല്ല. അതുകൊണ്ട് തന്നെ ക്ലാസ് കോൺഷ്യസോ അതുപോലെ തന്നെ ക്ലാസ് സോളിഡാരിറ്റി ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കുറവാണെന്നാണ് വെബർ പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു പ്രസ്റ്റീജ് ഉണ്ട്, അതേപോലെ തന്നെ ക്ലാസ് പൊസിഷൻ. ഇതൊക്കെ എന്താണ്? ആളുകളെ
ബേസിക്കലി എന്ത് ചെയ്യുന്നത്, സോഷ്യൽ ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള നമ്മൾ ക്ലാസ് സോളിഡാരിറ്റി വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത് സ്ട്രാറ്റിഫിക്കേഷന്റെ ടൂൾസ് ആണ്. ക്ലാസ് ബേസ്ഡ് ആയുള്ള സ്ട്രാറ്റിഫിക്കേഷൻ വരാം, പ്രസ്റ്റീജ് ബേസ്ഡ് ആയുള്ള സ്ട്രാറ്റിഫിക്കേഷൻ വരാം. ഇത് രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം, കട്ട് അക്രോസ് ഈച്ച് അതറും ചെയ്യാം. ഇത് മാത്രമല്ല, ഇനി എന്തുകൊണ്ട് പാർട്ടി. സോ പാർട്ടി എന്നാണ് ബേസിക്കലി പവർ അല്ലെ. ഇതിനെ പവർ ഒന്നും വിളിക്കാം. എന്താണ് പവർ എന്ന് പറയുന്നത്? പവർ നമുക്ക് ഓൾറെഡി അറിയാം, നിങ്ങൾക്ക് അറിയായിരിക്കും എന്താ പവർ എന്നുള്ള. പവർ എന്താണ്? ഇറ്റ് ഈസ് എ പ്രോബബിലിറ്റി ഓഫ് മെൻ or a group of men to exercise his or their will even against the resistance of others. എന്താണ്? കുറച്ച് ആളുകളുടെ വില്ല്, അല്ലെങ്കിൽ ഒരാളുടെയോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് മെന്നിന്റെയോ വില്ല് മറ്റാളുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സസൈസ് ചെയ്യാൻ പറ്റും. ഈവൻ ബാക്കിയുള്ളവർ നമ്മൾ എന്ത് ചെയ്യുന്നു, റെസിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും എക്സസൈസ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് ബേസിക്കലി നമ്മൾ എന്ത് വിളിക്കുക, പവർ എന്ന് വിളിക്കുക. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണ്? ബേസിക്കലി പീപ്പിൾ ഹു പൊസസ് സിമിലർ കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റ്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമിലർ കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റിന് പാർട്ടി രൂപീകരിക്കാം. ഇവിടെ പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി മാത്രമാണോ? അല്ല. പൊളിറ്റിക്കൽ പാർട്ടി ഈസ് ഓൾസോ പാർട്ടി, ആൻഡ് NGO ഈസ് എ പാർട്ടി, എ പ്രഷർ ഗ്രൂപ്പ് ഈസ് എ പാർട്ടി. ദാറ്റ് മീൻസ് സിമിലർ ഇൻട്രസ്റ്റ് ആയ ആളുകൾ ഒരു സിമിലർ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിനെയാണ് പാർട്ടി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ BJP ഒരു പാർട്ടിയാണ്, ഇന്റർനാഷണൽ കോൺഗ്രസ് ഒരു പാർട്ടിയാണ്, MKSS ഒരു പാർട്ടിയാണ്. അപ്പൊ സിമിലർ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിന് വരുന്നതിനെ നമുക്കൊരു പാർട്ടി എന്ന് വിളിക്കാം. അത് പൊളിറ്റിക്കൽ പാർട്ടി ആവണമെന്ന് നിർബന്ധമില്ല. പൊളിറ്റിക്കൽ പാർട്ടി ഓൾസോ കംസ് അണ്ടർ ദി പാർട്ടി. ഓക്കെ, സോ ഇവിടെ പാർട്ടി എന്ന് വെബർ ഉദ്ദേശിക്കുന്നത് എന്താണ്? സിമിലർ ആയിട്ടുള്ള എന്താണ്, സിമിലർ പവർ, സിമിലർ ഇൻട്രസ്റ്റിനെ എന്ത് ചെയ്യുന്നു, സിമിലർ ഇൻട്രസ്റ്റ് ഗ്രൂപ്പിനെ നമുക്ക് പാർട്ടി എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ പാർട്ടി എന്നാണ് വെബർ ഡിഫൈൻ പാർട്ടീസ് ആർ ഗ്രൂപ്പ് സ്പെഷ്യലി ഫോക്കസ് ഓൺ ഇൻഫ്ലുവൻസിങ് പോളിസീസ് മേക്കിംഗ് ഡിസിഷൻ ടു സർവ് ഇൻട്രസ്റ്റ് ഓഫ് ദെയർ മെമ്പേഴ്സ്. അവരുടെ ഇൻട്രസ്റ്റിന് വേണ്ടി, സിമിലർ ഇൻട്രസ്റ്റിന് വേണ്ടി ആളുകൾ കൂടെ വരുന്നു. ഇതും ഒരു സ്ട്രാറ്റിഫിക്കേഷന്, പവറിനുള്ള സോഴ്സ് ആവാം. അല്ലാതെ എക്കണോമി മാത്രം. മാക്സ് എന്താ പറഞ്ഞത്? പവറിന്റെ സോഴ്സ് എന്താണ്? എക്കണോമിയാണ്. ഇയാൾ എന്താ പറയുന്നത്? എക്കണോമി മാത്രമല്ല സോഴ്സ്, ദിസ് ഈസ് ഓൾസോ ക്യാൻ ബി എ സോഴ്സ്. പവറും എന്ത് ചെയ്യാം, സോഴ്സ് ആവാം അല്ലെ. നിങ്ങൾ ആലോചിക്കുക, പൊളിറ്റിക്കൽ പാർട്ടി ലീഡർ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പൊളിറ്റിക്കൽ പാർട്ടി ലീഡർ ഇപ്പം വെൽത്ത് ഉണ്ടാവണം എന്നില്ല അവർക്ക്. അതേപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടി ലീഡർ പിണറായി വിജയന് ബേസിക്കലി പവർ എവിടുന്നാണ് വരുന്നത്? ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ പൊളിറ്റിക്കൽ പാർട്ടി. എക്കണോമിക്കലി നോക്കിക്കഴിഞ്ഞാൽ, ക്ലാസ് പൊസിഷൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഈസ് നോട്ട് ദാറ്റ് റിച്ച് അല്ലെ. അപ്പൊ വലിയൊരു റിച്ച് ആയില്ല. പ്രസ്റ്റീജ് നോക്കിക്കഴിഞ്ഞാൽ ഈസ് ഫ്രം ലോവർ കാസ്റ്റ്. സോ ഇയാൾക്ക് എന്ത് ചെയ്യുന്നില്ല, കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റാറ്റസും ഇല്ല. അപ്പൊ ഇയാൾക്ക് എവിടുന്നാണ് പവർ കിട്ടുന്നത്? ഈസ് ഗെറ്റിംഗ് പവർ ഫ്രം ദി പൊളിറ്റിക്കൽ പാർട്ടി. സോ അവിടെയും അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രാറ്റിഫിക്കേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സി അപ്പൊ പവർ കിട്ടാൻ വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ പാർട്ടീസും യൂസ് ചെയ്യാം. സോ റെപ്രസെന്റേഷൻ ഓഫ് ഇൻട്രസ്റ്റ്, പാർട്ടീസ് ആർ ഓഫൺ റെപ്രസെന്റ് ദെയർ ഇൻട്രസ്റ്റ് ഓഫ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് ആൻഡ് ക്ലാസ് ഗ്രൂപ്പ്സ്. എന്ത് ചെയ്യുന്നു, സ്റ്റാറ്റസ് ഗ്രൂപ്പും ക്ലാസ് ഗ്രൂപ്പും എന്ത് ചെയ്യുന്നു, അവരുടെ ഇൻട്രസ്റ്റ് നമുക്ക് ഈ പാർട്ടികൾ എന്ത് ചെയ്യുന്നു, പാർട്ടികൾ പ്രഷറൈസ് ചെയ്യുന്നുണ്ടെന്നാണ്. ഓക്കെ, സോ സ്റ്റാറ്റസ് ഗ്രൂപ്പിലും നമുക്ക് പാർട്ടി ഉണ്ടാവാം, ക്ലാസ് ഗ്രൂപ്പിലും പാർട്ടികൾ ഉണ്ടാക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ആലോചിക്കുക, ഒരു പർട്ടിക്കുലർ ഇപ്പം റിലീജിയസ് ബ്രാഹ്മിൻസിന് വേണ്ടി പാർട്ടി ഉണ്ടാവാം, ലോവർ കാസ്റ്റിന് വേണ്ടി പാർട്ടി ഉണ്ടാവാം. അപ്പൊ സ്റ്റാറ്റസ് ഗ്രൂപ്പും പാർട്ടിയാക്കി മാറ്റാം. ലേബേഴ്സിന് പാർട്ടി ഉണ്ടാവാം അല്ലെ. ക്ലാസ് ഗ്രൂപ്പ് എന്ത് ചെയ്യാം, ഇപ്പൊ ലേബർ പാർട്ടി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ക്ലാസ് ഗ്രൂപ്പ്, സിമിലർ ക്ലാസ് ഇൻട്രസ്റ്റ് ടേൺഡ് ഇൻ ടു എ പൊളിറ്റിക്കൽ പാർട്ടി, ദാറ്റ് ഈസ് ലേബർ പാർട്ടി. അപ്പൊ ലേബർ യൂണിയൻ എന്താണ്? എഗെയിൻ ഇസ് എ പാർട്ടി ബട്ട് ഫ്രം ക്ലാസ് ഇൻട്രസ്റ്റ്. പക്ഷെ NSS എന്താണ്? NSS ഇസ് എ പാർട്ടി, ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹാവിംഗ് സിമിലർ ഇൻട്രസ്റ്റ്. പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് പൊളിറ്റിക്കൽ പാർട്ടി ആവണമെന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പം NSS എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അഗെയിൻ എ പാർട്ടി ബട്ട് ബേസ്ഡ് ഓൺ ദി സ്റ്റാറ്റസ് ഗ്രൂപ്പ്. അപ്പം എന്താണ് ഇവിടെ ഡിഫറെന്റ് ഗ്രൂപ്പുകൾക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ ക്ലാസ് ഗ്രൂപ്പുകൾക്ക് പാർട്ടി ഉണ്ടാക്കാം, സ്റ്റാറ്റസ് ഗ്രൂപ്പുകൾക്ക് പാർട്ടി ഉണ്ടാവും, വേണമെങ്കിൽ ക്ലാസും സ്റ്റാറ്റസും ചേർന്ന് എന്ത് ചെയ്യാം, പാർട്ടി ഉണ്ടാവാം. അപ്പം ഡിഫറെന്റ് ഗ്രൂപ്പുകൾക്ക് ഒന്നിച്ച് എന്ത് ചെയ്യാൻ പറ്റും, പവർ സോഴ്സ് ആക്കാൻ പറ്റും. അപ്പൊ ക്ലാസ് പൊസിഷനിലും പവർ വരും, സ്റ്റാറ്റസ് പൊസിഷൻസും നമുക്ക് പവർ വരാൻ പറ്റും എന്നുള്ളതാണ്. സോ basically and the representative often represent interest of the status group and class groups, although not always. In many cases they are partly status based and partly class based parties ഉണ്ടാവാൻ പറ്റും എന്നുള്ളതാണ്. Intersection with the class and status, similar to class and status group, parties often cut across each other. നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ് ഗ്രൂപ്പിൽ എന്ത് ചെയ്യാം, സ്റ്റാറ്റസ് ഗ്രൂപ്പ് കട്ട് ക്രോസ് ചെയ്യാം, സ്റ്റാറ്റസ് ഗ്രൂപ്പിൽ എന്ത് ചെയ്യാം, ക്ലാസ് കട്ട് അക്രോസ് ഈച്ച് അതർ ചെയ്യാം. അതേപോലെ പൊളിറ്റിക്കൽ പാർട്ടിയിലും എന്ത് ചെയ്യാം, സ്റ്റാറ്റസ് ഗ്രൂപ്പും വരാം, ക്ലാസ് ഗ്രൂപ്പും വരാം. അപ്പൊ എല്ലാം തമ്മിൽ എന്താണ്, ഇന്റർ റിലേറ്റഡ് ആണ്. സോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്, എല്ലാ ഭാഗത്തേക്കും ഇപ്പൊ ക്ലാസ്, പ്രസ്റ്റീജ്, അതേപോലെ തന്നെ എന്താണ്, സ്റ്റാറ്റസ്. ഇപ്പൊ എല്ലാ ഗ്രൂപ്പും എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്, കട്ടിങ് അക്രോസ് ഈച്ച് അതർ ആണ് എന്നുള്ളതാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത് വളരെ കോംപ്ലക്സ് ഇന്റർപ്ലേ ആണ്. റിലേഷൻ ബിറ്റ്വീൻ ക്ലാസ്, സ്റ്റാറ്റസ് ആൻഡ് പാർട്ടീസ്, the formation of social group is complex and variable. It requires analysis within the context of specific society and historical period. Okay, diverse stratification അതുകൊണ്ട് എന്താണ് പോസിബിൾ ആണ് എന്നുള്ളതാണ് ആര് പറയുന്നത്, വെബർ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഷജിന ഓക്കെ അല്ലേ?
ഇനി നമുക്ക് ബേസിക്കലി നമ്മൾ മാത്സിന്റെ സ്ട്രാറ്റിഫിക്കേഷൻ കണ്ടു, അതുപോലെ തന്നെ വെബറിന്റെ സ്ട്രാറ്റിഫിക്കേഷൻ കണ്ടു. ഇനി നമുക്ക് ഇവർ തമ്മിലുള്ള മാത്സും വെബറും ബേസിക്കലി ഉള്ള സ്ട്രാറ്റിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള കമ്പാരിസൺസ്, ബേസിക്കലി ഇവർ തമ്മിലുള്ള ഡിഫറൻസസ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കാം. ഓക്കെ, സോ മാത്സിനകത്ത് നമ്മൾ സ്ട്രാറ്റിഫിക്കേഷനകത്ത് ഡിഫറൻസ് വരുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞില്ല എങ്ങനെയായിരുന്നു സ്ട്രാറ്റിഫിക്കേഷനിൽ ഡിഫറൻസ് വരിക. മാത്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ എവിടെ നിന്നാണ് വരുന്നത്, ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ സ്ട്രാറ്റിഫിക്കേഷൻ എന്തിനാണ് വരിക, മീൻസ് ഓഫ് പ്രൊഡക്ഷനിലുള്ള ഓണർഷിപ്പ് ആണ്. റിലേഷൻ ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷനുമായിട്ടുള്ള റിലേഷൻ ഓഫ് പ്രൊഡക്ഷന്റെ ബേസ് ചെയ്തിട്ടാണ്. അതെന്താണ് ബേസിക്കലി എക്കണോമിയാണ്. എക്കണോമിയിൽ നിന്നാണ് എന്ത് വരുന്നത്, ബോത്ത് പവർ അതേപോലെ തന്നെ സ്റ്റാറ്റസ്, രണ്ടും എവിടെ നിന്ന് തന്നെയാണ് വരുന്നത്, എക്കണോമിയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. പക്ഷെ വെബർ പറയുന്നത് അങ്ങനെ വരണമെന്ന് നിർബന്ധമില്ല. വെബർ എന്താ പറയുന്നത്, ബേസിക്കലി സ്റ്റാറ്റസ് ഗ്രൂപ്പിൽ നിന്നും എക്കണോമിയിൽ നിന്ന് ആവണമെന്നില്ല, സ്റ്റാറ്റസ് ഗ്രൂപ്പിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ പവറിൽ നിന്നും എന്ത് ചെയ്യാം, വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ക്ലാസ് പൊസിഷൻ വരാം, രണ്ടിൽ നിന്നും ക്ലാസ് പൊസിഷൻ വരാം, സ്റ്റാറ്റസ് ഗ്രൂപ്പിൽ നിന്നും വരാം, പവറിൽ നിന്നും വരാം. ഇത് ഇങ്ങോട്ടാണ് പോകുന്നത്. മറ്റേതെന്താണ്, എക്കണോമിയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, പവർ വരുന്നത്, എക്കണോമിയിൽ നിന്ന് തന്നെയാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, സ്റ്റാറ്റസ് ഗ്രൂപ്പും വരുന്നത്. അപ്പം വെബർ പറയുന്നത് അങ്ങനെ ആവണമെന്നില്ല, മൾട്ടി കോസാലിറ്റി ആണ്. അതായത് എക്കണോമിക് പൊസിഷൻ മാത്രം ആയിരിക്കണം എന്നില്ല സ്ട്രാറ്റിഫിക്കേഷന്, സ്റ്റാറ്റസ് ഗ്രൂപ്പ് ഉണ്ടാവാം, പവർ ഉണ്ടാവാം. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു, കട്ടിങ് അക്രോസ് ഈച്ചർ ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ വെബർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, വെബറിന്റെ ഇവർ തമ്മിൽ മാത്സ് എന്താണ്, 2 മോഡലാണ് ബേസിക്കലി പറയുന്നത്. മാത്സ് ഇസ് 2 ക്ലാസ് മോഡലാണ്, ബൂർഷ ആൻഡ് proletariat. Weber argued that there is a variation among different classes. Basically എന്താണ്, 4 മോഡലാണ് ബേസിക്കലി വെബർ തരുന്നത്. നമ്മൾ ഓൾറെഡി കണ്ടു അല്ലെ, ഏതൊക്കെയായിരുന്നു, പ്രോപ്പർട്ടിയുടെ അപ്പർ ക്ലാസ്, പ്രോപ്പർട്ടി ലെസ് വൈറ്റ് കോളർ വർക്കിംഗ് ക്ലാസ്, പെറ്റി ബൂർഷ, അതുപോലെ തന്നെ മീനിയൽ വർക്കേഴ്സ്. അങ്ങനെ 4 ഐഡിയൽ ടൈപ്സ് ആണ് വെബർ തരുന്നത്. വെബർ പറയുന്നത് ഇത് ഐഡിയൽ ടൈപ്സ് ആണ്. ഇത് മാത്രമല്ല ഇനിയും ഉണ്ടാവാം. വെബറെ സംബന്ധിച്ചോളം ദീസ് ആർ ഐഡിയൽ ടൈപ്സ്, ഓൺലി 4 ഐഡിയൽ ടൈപ്പ്, 4 ക്ലാസ്സസ് ഐഡിയൽ ടൈപ്പ് ആണ്. പക്ഷെ മാത്സ് എന്താണ്, 2 മോഡലാണ്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് ബേസിക്കലി മാത്സ് എന്താണ് ബേസിക്കലി പറയുന്നത്, ഒരു മോണോകോസൽ എക്സ്പ്ലനേഷൻ ആണെങ്കിൽ വെബർ എന്താണ്, മൾട്ടി കോസൽ എക്സ്പ്ലനേഷൻ ആണ്, ട്രിനിറ്റി മോഡൽ ആണ് അല്ലെ, ട്രിനിറ്റി മോഡൽ ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ബേസിക്കലി വെൽത്ത്, ദാറ്റ് ഈസ് പ്രോപ്പർട്ടി, വെൽത്ത്, ഇൻകം, ക്ലാസ് പൊസിഷൻ, അതേപോലെ ഓൺ ദ ബേസിസ് ഓഫ് പ്രസ്റ്റീജ്, ദാറ്റ് ഈസ് ലൈഫ് സ്റ്റൈൽ, ആൻഡ് ഓൾസോ ഓൺ ദ ബേസിസ് ഓഫ് പവർ. അങ്ങനെ 3 രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടാവാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സോ സൊസൈറ്റിയിൽ എന്താണ്, അപ്പൊ സൊസൈറ്റിയിൽ ഡിവിഷൻസ് ഉണ്ടാവാനുള്ള കാര്യം വെബറെ സംബന്ധിച്ചോളം ഇറ്റ് ഈസ് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, പവർ ആൻഡ് പ്രസ്റ്റീജ്, 3 ആവാം. മാത്സിനെ സംബന്ധിച്ചോളം സൊസൈറ്റിയിൽ ഡിവിഷൻ ഉണ്ടാവാനുള്ള കാരണം എന്താണ്, ഇറ്റ് ഈസ് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, മീൻസ് ഓഫ് പ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ വെബറെ സംബന്ധിച്ചോളം ഇറ്റ് ഈസ് വെൽത്ത്, പവർ, പ്രസ്റ്റീജ്, 3നുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പം അതൊരു ഡിഫറൻസ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഈസ് ഓൾസോ സെഡ് ദാറ്റ് ഈ സെപ്പറേറ്റ് 3ഉം സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ പോവുകയും ചെയ്യാം. അതേപോലെ തന്നെ ഇവർ 3 പേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം, കട്ടിങ് അക്രോസ് ഈച്ച് അതർ ആവാം. ദാറ്റ് മീൻസ് ദർ വിൽ ബി ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ക്ലാസ്, ക്ലാസിന്റെ ഉള്ളിൽ തന്നെ ഡിഫറെന്റ് സ്റ്റാറ്റസ് ഗ്രൂപ്പുകൾ ഉണ്ടാവും. മാത്സിന് അങ്ങനെയില്ല, ക്ലാസ്സിനുള്ളിൽ ഒറ്റ സ്ട്രാറ്റിഫിക്കേഷൻ ഉള്ളത് എന്താണ്, ക്ലാസ് ആണ്. ഓക്കെ, അതേപോലെ മാത്സിനെ സംബന്ധിച്ചോളം ക്ലാസ് ആക്ഷൻസ് ആർ എന്ന് പറയുന്നത് എന്താണ്, ഇന്നവിറ്റബിൾ ആണ്. അതായത് ക്ലാസിന്റെ ബേസിക്കലി റവല്യൂഷൻ എന്ന് പറയുന്നത് ഇന്നവിറ്റബിൾ ഇൻ സൊസൈറ്റി ആണ്, എന്തായാലും റവല്യൂഷൻ സംഭവിക്കും. വെബർ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഇന്നവിറ്റബിൾ, കാരണം 1 ഓഫ് ദി കോസ് മാത്രമേ റവല്യൂഷൻ ഉള്ളൂ. കാരണം അതേപോലെ ക്ലാസ് പോളറൈസേഷൻ നടക്കാനുള്ള ചാൻസ് കുറവാണ്. ദർ വിൽ ബി മിഡിൽ ക്ലാസ് എന്ത് ചെയ്യുന്നു, സ്ട്രെങ്തൻ ചെയ്യുകയാണ് ചെയ്യുക, അല്ലാതെ ക്ലാസ് പോളറൈസേഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് കുറവാണ്. കാരണം ഡിഫറെന്റ് പാർട്ടീസ് ഡിഫറെന്റ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും, ഫോം ചെയ്യും എന്നുള്ളതാണ് ബേസിക്കലി വെബർ പറയുന്നത്. ഓക്കെ, സോ റിജക്ഷൻ ഓഫ് ക്ലാസ് പോളറൈസേഷൻ ബൈ ദ വെബർ, മാക്സ് പ്രെഡിക്റ്റ് സൊസൈറ്റി വുഡ് പോളറൈസ് ഇൻ ടു 2 ഓപ്പോസിംഗ് ക്ലാസസ്. വെബർ എന്താ പറയുന്നത്, വൈറ്റ് കോളർ, മിഡിൽ ക്ലാസ്, ഇവരാണ് എക്സ്പാൻഡ് ചെയ്യുക. ദർ വിൽ ബി എക്സ്പാൻഷൻ ഓഫ് മിഡിൽ ക്ലാസ് എന്ത് ചെയ്യും, സംഭവിക്കും. അല്ലാതെ എന്താണ്, പോളറൈസേഷൻ സംഭവിക്കാനുള്ള ചാൻസ് കുറവാണ്. അതുപോലെ തന്നെ റെവല്യൂഷൻ ചെയ്യാനുള്ള ചാൻസസ് എന്താണ്, കുറവാണ്. 1 ഓഫ് ദി പോയിന്റ് മാത്രമേ റെവല്യൂഷൻ ആവുള്ളൂ. എല്ലാം റെവല്യൂഷനിലേക്ക് പോകണം എന്നുള്ളത് ചാൻസ് ഇല്ല. ദർ വിൽ ബി മൾട്ടിപ്പിൾ, ഓപ്പറേഷൻ ആവാം, സ്ട്രൈക്ക് ആവാം, അതേപോലെ തന്നെ സപ്പോർട്ടേജ്, പല രീതിയിൽ ഗ്രിവൻസ് അഡ്രസ് ചെയ്യണം. എല്ലാം റെവല്യൂഷനിൽ തന്നെ അഡ്രസ് ആവണം എന്ന് പറയാൻ പറ്റില്ല. പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ആളുകൾ പോകും എന്നുള്ളതാണ്. ഇനി പൊളിറ്റിക്കൽ പവർ ആൻഡ് എക്കണോമിക്കൽ പവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ political power and economic power നോക്കുകയാണ്. വെബർ rejected Marxian view that political power is solely derived from the economical power. So political power basically solely derived from the economical power ആണ്. അപ്പം instead of he argued that class is not just one possible basis of power, there are എന്താണ് ബേസിക്കലി പ്രസ്റ്റീജും പൊളിറ്റിക്കൽ അതോറിറ്റിയും സോഴ്സ് ഓഫ് പവർ ആണ്. മാത്സിനെ സംബന്ധിച്ചോളം ക്ലാസ് മാത്രമാണ് ബേസിക്കലി എന്താണ്, വെൽത്ത് മാത്രമാണ് സോഴ്സ് ഓഫ് പവർ എങ്കിൽ, എക്കണോമി മാത്രമാണ് സോഴ്സ് ഓഫ് പവർ എങ്കിൽ, ഇവിടെ എന്താണ് പ്രസ്റ്റീജ്, ക്ലാസ് ആൻഡ് പവർ, ഇതൊക്കെ എന്താണ്, പാർട്ടി, ഇതൊക്കെ എന്താണ്, സോഴ്സ് ഓഫ് പവർ ആണ്. മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് പവറിനെ പറ്റിയിട്ടാണ് ആര് സംസാരിക്കുന്നത്, വെബർ സംസാരിക്കുന്നത്. ഓക്കെ,
അതാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസസ് കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ. ഇനി അതല്ലാത്ത ക്ലാസ്സിനെ പറ്റിയിട്ട് മറ്റു പറയുന്ന തിങ്കേഴ്സ് ആണ് എറിക് ഓളൻ റൈറ്റ്സിനെ പറ്റി പറയാം. എറിക് ഓളൻ റൈറ്റ്. ഓക്കെ, എറിക് ഓളൻ റൈറ്റ്. എറിക് ഓളൻ റൈറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ് തിയറി ഈസ് നോൺ ആസ് കോൺട്രാഡിക്ടറി ക്ലാസ് പൊസിഷൻ. ഓക്കെ, പിന്നീട് വന്നുള്ള തിങ്കേഴ്സ് ആണ് എറിക് ഓളൻ റൈറ്റ്സ്. എറിക് ഓളൻ റൈറ്റ്സ് ബേസിക്കലി പറയുന്നത് കോൺട്രാഡിക്ടറി ക്ലാസ് പൊസിഷൻ, തിയറി ഓഫ് കോൺട്രാഡിക്ടറി ക്ലാസ് പൊസിഷൻ. എന്താണ് കോൺട്രാഡിക്ടറി ക്ലാസ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ക്ലാസ്സസ് എന്താണ്, ദർ വിൽ ബി കോൺട്രാഡിക്ടറി ക്ലാസ്. അതായത് പണ്ട് മാത്സ് പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ഒരു വർക്കിംഗ് ക്ലാസ്സോ കൃത്യമായിട്ട് ഒരു ക്യാപിറ്റൽ ക്ലാസ്സോ ഇന്ന് സൊസൈറ്റിയിൽ ഇല്ല. കാരണം പല ആളുകളും അവരുടെ ക്ലാസ് പൊസിഷൻ എന്താണ്, കോൺട്രാഡിക്ടറി ആണ്. സോ ഈ സെയിം ദാറ്റ് എറിക് ഓളൻ റൈറ്റ് പറയുന്നത് ക്ലാസ്സസ് എന്താണ് ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പോ മീൻസ് ഓഫ് പ്രൊഡക്ഷനോ ആയിട്ട് അല്ല ഇപ്പൊ എന്ത് ചെയ്യുന്നത്, ക്ലാസ്സസ് ഉള്ളത് ഡിഫറെന്റ് ആണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഐ മേ എ വർക്കർ ഓഫ് റിലയൻസ് ബട്ട് ഐ മൈറ്റ് ഓൾസോ ഓൺ ദി ഷെയർസ് ഓഫ് റിലയൻസ്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടാവും, ഞാൻ റിലയൻസിന്റെ ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടാവും, ഞാൻ റിലയൻസിലെ വർക്കറുമാണ്. അപ്പൊ ഇവിടെ ഞാൻ ആരാണ്, ഐ എം എ ബൂർഷ, ഐ എം ആസ് വെൽ ആസ് എന്താണ് ഒരു വർക്കറുമാണ്. കോൺട്രാഡിക്ടറി ക്ലാസ് പൊസിഷൻ ആണ് പല ആള്. അതുപോലെ തന്നെ മാനേജർ എന്താണ്, മാനേജർ ഈസ് ആക്ച്വലി വർക്കർ, പക്ഷെ മാനേജർ വിൽ പെർഫോം ദി ബൂർഷ ഫംഗ്ഷൻ ഓൺ ബിഹാഫ് ഓഫ് ബൂർഷാസ്. അപ്പൊ മാനേജർ ആരാണ്, മാനേജർ ബാക്കിയുള്ളവരെ കൊണ്ട് പണി എന്ത് ചെയ്യും, എടുപ്പിക്കും. ആർക്ക് പകരം, ബൂർഷയ്ക്ക് പകരം. പക്ഷെ മാനേജർ ശരിക്കും ആരാണ്, ബേസിക്കലി ലോവർ ക്ലാസ് ആണ്, പ്രോലെറ്റേറിയറ്റ് ആണ്. പക്ഷെ മാനേജർ ചെയ്യുന്ന ഫംഗ്ഷൻ ആയതാണ്, അപ്പർ ക്ലാസിന്റെ ആണ്. സോ ദിസ് ഇസ് നോൺ ആസ് കോൺട്രാഡിക്ടറി ക്ലാസ് പൊസിഷൻസ്. സോ ഈ സേസ് ദാറ്റ് എന്താണ് ബേസിക്കലി ക്ലാസ് ഓൺ ദ ബേസിസ് ഓഫ് കൺട്രോൾ ഓവർ വർക്കർ ആൻഡ് ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്താണ് ബേസിക്കലി. മാത്രമല്ല ദർ വിൽ ബി മിക്സ് എന്ത് ചെയ്യാം, ചാൻസസ് ഉണ്ടെന്നുള്ളതാണ്. അതായത് പുള്ളി പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഡിഫറെന്റ് 3 ടൈപ്പ് ഓഫ് ക്ലാസ്സസ് ഉണ്ടാവാം എന്നുള്ളതാണ്. ഒന്ന് അപ്പർ ക്ലാസ്. എറിക് ഓളൻ പറയുന്നത് 3 ടൈപ്പ് ഓഫ് ക്ലാസ്സസ് ഉണ്ട്. ഒന്ന് അപ്പർ ക്ലാസ് ആണ്. അപ്പർ ക്ലാസ്സിനെ സംബന്ധിച്ചോളം അപ്പർ ക്ലാസ് കൺട്രോൾസ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, ദേ ഹാവ് കൺട്രോൾ ഓവർ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, ഇവരെന്ത് ചെയ്യുന്നുണ്ടാവും, മീൻസ് ഓഫ് പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്നുണ്ടാവും. ദാറ്റ് ഈസ് ബൂർഷ. സെക്കൻഡ് ക്ലാസ് ആണ് മിഡിൽ ക്ലാസ്. മിഡിൽ ക്ലാസ്സിന് എന്തില്ല, കൺട്രോൾ ഓവർ എന്തില്ല, മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഇല്ല. ബട്ട് ദർ വിൽ ബി മേ ബി എന്ത് ചെയ്യാം, പാർഷ്യൽ കൺട്രോൾ ഉണ്ടാവാം, പാർഷ്യൽ കൺട്രോൾ ഓവർ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഫോർ എക്സാമ്പിൾ മാനേജർമാർ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റലിസ്റ്റിന് പകരമായിട്ട് ആക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവർ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കാം. ഓക്കെ, ആൻഡ് മൂന്നാമത്തെ ക്ലാസ് ആണ് ലോവർ ക്ലാസ്. ദാറ്റ് ക്ലാസ് ഈസ് നോ ആക്സസ് ടു മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, നോ കൺട്രോൾ ഓവർ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. ആൻഡ് ദീസ് പീപ്പിൾ ഈസ് ലാർജ്ലി, ഇതാണ് ഏറ്റവും കൂടുതലുള്ള ആൾ. ഇവരെന്താണ്, ദീസ് ആർ കോൺട്രാഡിക്ടറി ക്ലാസ് പൊസിഷൻ ആണ്. ദേ ആർ നോട്ട് പാർട്ട് ഓഫ് അപ്പർ ക്ലാസ്, ദേ ആർ ഓൾസോ നോട്ട് പാർട്ട് ഓഫ് ലോവർ ക്ലാസ്, ബട്ട് ദേ ഹാവ് എ മിക്സ് ഓഫ് ലോവർ ക്ലാസ് ആൻഡ് ആസ് വെൽ ആസ് ദി അപ്പർ ക്ലാസ്. അതായത് അവർക്ക് എന്താണ്, പാർഷ്യൽ കൺട്രോൾ ഓഫ് എന്താണ്, എന്തുണ്ട്, ദേ ക്യാൻ കൺട്രോൾ വർക്കേഴ്സ്. അവരുടെ താഴെ കുറെ വർക്കേഴ്സ് ഉണ്ട്, ഇവർക്ക് കൺട്രോൾ ചെയ്യാം. പക്ഷെ അതേപോലെ തന്നെ ഇവരെ ആര് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റലിസ്റ്റ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്, മാനേജേഴ്സ് വർക്കേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. ഇന്റേൺ മാനേജേഴ്സിനെ ക്യാപിറ്റലിസ്റ്റ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. ആൻഡ് ഈ മാനേജേഴ്സിന് എന്തുണ്ട്, ദേ വിൽ ഓൾസോ ഹാവിങ് എ സർട്ടൻ കൈൻഡ് ഓഫ് ഷെയർ. സ്വാഭാവികമായിട്ട് ആ ഷെയർ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇവര് ഓണേഴ്സിന്റെ ഒരു പാർഷ്യൽ ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഇവർക്കുണ്ട്. സ്വാഭാവികമായിട്ട് എന്താണ്, കോൺട്രാഡിക്ടറി ക്ലാസ് പൊസിഷൻ ആണ്. ഇപ്പൊ മാക്സ് പറയുന്ന പോലെ ഒരു പോളറൈസേഷൻ അല്ല, ദർ ഈസ് എ ജനറൽ ഇൻ മോഡേൺ സൊസൈറ്റി, പോസ്റ്റ് മോഡേൺ സൊസൈറ്റിയിൽ എന്താണുള്ളത്, ദർ ഈസ് എ കോൺട്രാഡിക്ടറി ക്ലാസ് പൊസിഷൻ ഉണ്ട് എന്നുള്ളതുകൂടി ഓർത്ത് വെക്കുക. ഓക്കെ, സോ അതാണ് ബേസിക്കലി ഇവർ പറയുന്നത്. അടുത്തത് ക്ലാസിനെ പറ്റിയുള്ള വേറൊരു തിങ്കളാണ് ഫ്രാങ്ക് പാർക്കിംഗ്. ഓക്കെ, ഫ്രാങ്ക് പാർക്കിംഗ്. സോ ഫ്രാങ്ക് പാർക്കിംഗ് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഹീസ് ടോക്കിംഗ് അബൌട്ട് ക്ലാസ് പൊസിഷനെ മീൻസ് ഓഫ് സാധനം അല്ലെങ്കിൽ മീൻസ് ഓഫ് വെൽത്തോ അല്ലെങ്കിൽ വെൽത്തിനോടുള്ള ആക്സസിന്റെ പേരിലല്ല ക്ലാസ് പൊസിഷനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്ലാസിഫൈ ചെയ്യേണ്ടത്. പകരം ഈ ഓരോ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവർ എന്ത് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത് ടു മോണോപോളൈസ് ഓവർ ദ റിസോഴ്സസ് അവർക്ക് മാത്രം കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് റിസോഴ്സസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ട് കൈൻഡ് ഓഫ് സ്ട്രാറ്റജീസ് ദേ ആർ യൂസിങ്. On the basis of strategy used by people, we can define different class position. Okay, so he says that Frank Parkin പറയുന്നത് class position should be
class position should be defined in terms of strategy adopted by or strategy employed by the people to monopolize the resource. To monopolize the resources. Okay. So എന്താണ് റിസോഴ്സസ് മോണോപ്പൊളൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണോ ഓരോ ആളുകൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി, അതിനനുസരിച്ചായിരിക്കണം എന്ത് ചെയ്യുന്നത്, ക്ലാസ് പൊസിഷൻസ് ഡിവിഷൻ അല്ലെങ്കിൽ ക്ലാസ് പൊസിഷൻ എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ബേസിക്കലി ഫാങ് പാർക്കിംഗ് പറയുന്നത്. ഓക്കെ. അതിന് വേണ്ടിയിട്ട് രണ്ട് സ്ട്രാറ്റജീസ് ആണ് ബേസിക്കലി ഇയാൾ പറയുന്നത്. രണ്ട് തരപ്പോ സ്ട്രാറ്റജീസ് ആണ് പറയുന്നത്. ഒന്ന് ബേസിക്കലി എക്സ്ക്ലൂഷണറി സോഷ്യൽ ക്ലോഷർ. രണ്ട് സ്ട്രാറ്റജീസ് ആണ്. ടു സ്ട്രാറ്റജീസ് ആർ ദർ. വൺ ഈസ് എക്സ്ക്ലൂഷണറി സോഷ്യൽ ക്ലോഷർ. എക്സ്ക്ലൂഷണറി സോഷ്യൽ ക്ലോഷറും ഓക്കെ ഉസർപേഷണറി സോഷ്യൽ ക്ലോഷർ. അപ്പൊ രണ്ട് രീതിയിലാണ്. എക്സ്ക്ലൂഷണറി സോഷ്യൽ ക്ലോഷർ ഉണ്ട്, ഉസർപേഷണറി സോഷ്യൽ ക്ലോഷർ ഉണ്ട്. എന്താണ് എക്സ്ക്ലൂഷണറി സോഷ്യൽ ക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ സ്ട്രാറ്റജി. എക്സ്ക്ലൂഷണറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്ട്രാറ്റജി adopted by a social group to exclude outsiders in favor of insider. For example, ബോളിവുഡിലെ ആളുകൾ എന്ത് ചെയ്യും? ബോളിവുഡിൽ നിങ്ങൾ നോക്കിക്കേ, ബോളിവുഡിൽ ഒരു എക്സ്ക്ലൂഷണറി സോഷ്യൽ ക്ലോഷർ ഉണ്ട്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അതായത് ബോളിവുഡിലുള്ള ആളുകൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ആരെയാണ്? പുതിയ നായകന്മാരായിട്ട് അവരുടെ മാമന്റെ മക്കള്, അമ്മായിന്റെ മക്കള്, അല്ലെ, ഇൻസൈഡർ തന്നെയാണ്. കൂടുതൽ ഇൻസൈഡറിനെയാണ് ചൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് എക്സ്ക്ലൂഡറിനെ എന്ത് ചെയ്യുന്നു? അവോയ്ഡ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ആക്ച്വലി ബേസിക്കലി ബോളിവുഡ് ഇൻ ഇന്ത്യ. അതല്ലെങ്കിൽ കാസ്റ്റ് സിസ്റ്റം. ഇപ്പൊ ബ്രാഹ്മിൺസ് എന്ത് ചെയ്യുന്നു? എക്സ്ക്ലൂഡ് ചെയ്യുന്നു. ബാക്കിയുള്ള ആളുകൾ അമ്പലത്തിൽ കയറ്റാതിരിക്കുന്നു. ദാറ്റ് ഈസ് എക്സ്ക്ലൂഷണറി സ്ട്രാറ്റജി. റിസോഴ്സസ് ആരെങ്കിലും മാത്രമാണ്? ബ്രാഹ്മിൺസിന്റെ കയ്യിൽ മാത്രമാണ്. ദേ ആർ എക്സ്ക്ലൂഡിങ് അതേഴ്സ് ടു ആക്സസ് ദ resources. So it is a strategy used by the strategy used to exclude the outsiders in favor of insider. So strategy used to avoid outsiders in favor of insider. സോ ഇൻസൈഡറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഔട്ട്സൈഡറിനെ എക്സ്ക്ലൂഡ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് ആണ് ബേസിക്കലി. ഇപ്പം കാസ്റ്റ് സിസ്റ്റം, പ്രൊഫസേഴ്സ്. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇന്റർവ്യൂ നടന്ന് പ്രൊഫസേഴ്സിനെ എടുക്കുമ്പോൾ ഈ കൂടുതൽ അപ്പർ കാസ്റ്റ് ഉള്ള പ്രൊഫസേഴ്സിനെ എടുക്കുന്നു. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു? റിസോഴ്സസ് എന്ത് ചെയ്യുന്നു? ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിലേക്ക് മാത്രം ഒതുക്കി നിർത്തുന്നു. ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നില്ല, വരുത്തില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ UPSC എക്സ്ക്ലൂഷണറി സ്റ്റാറ്റസ് ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും എക്സ്ക്ലൂഷണറി സ്റ്റാറ്റസ് എല്ലാവരും ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ UPSC എന്ത് ചെയ്യുന്നു? UPSC പുട്ട് സം ക്രൈറ്റീരിയ. ഫോർ എക്സാമ്പിൾ 21 വയസ്സുള്ള ആളിനും 32 വയസ്സിനുള്ള ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? UPSC എക്സാമിനേഷൻ എഴുതാൻ പാടുള്ളൂ. സോ ഇറ്റ് ഈസ് എക്സ്ക്ലൂഡഡ് അതർ പീപ്പിൾ. ആൻഡ് ദർ ആർ 50% മാർക്കുള്ള ആളുകൾക്ക് മാത്രമേ UPSC എക്സാമിനേഷൻ എഴുതാൻ പാടുള്ളൂ. എക്സ്ക്ലൂഡഡ് മെനി പീപ്പിൾ. സോ കുറെ ആളുകൾ എന്ത് ചെയ്യുന്നു? എക്സ്ക്ലൂഡ് ചെയ്യുന്നു. സോ ദാറ്റ് സം പീപ്പിൾ ആർ നോട്ട് ഗെറ്റിംഗ് ഇൻ ടു ചാൻസസ്. കാസ്റ്റ് സിസ്റ്റം ഇപ്പം പ്രീസ്റ്റ് ആവാൻ, ബ്രാഹ്മൺ ആവണം. എക്സ്ക്ലൂഡിംഗ് ദ സ്ട്രാറ്റജീസ്. യു ഷുഡ് ബി ടോയ്സ് ബോൺ ടു ബിക്കം എ പ്രീസ്റ്റ്. അല്ലെങ്കിൽ ബ്രാഹ്മൺ ആയിരിക്കണം ടു ബിക്കം എ പ്രീസ്റ്റ്. സോ ദിസ് ഈസ് എക്സ്ക്ലൂഡിംഗ് അതേഴ്സ് ടു ആക്സസ് ദി പ്രിവിലേജസ് ഓഫ് എ ബ്രാഹ്മൺ. സോ എക്സ്ക്ലൂഷണറി സോഷ്യൽ ക്ലോഷർ. ഇറ്റ് ഈസ് എ സ്ട്രാറ്റജി യൂസ്ഡ് ബൈ എ ഗ്രൂപ്പ് ടു എക്സ്ക്ലൂഡ് അതേഴ്സ്, ഔട്ട്സൈഡേഴ്സ്, ടു ഗെറ്റ് ദി റിസോഴ്സസ്. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു? ഇവരുടെ റിസോഴ്സസ് ഇവരെ കയ്യിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ആളുകളെ എക്സ്ക്ലൂഡ് ചെയ്യാനുള്ള സ്ട്രാറ്റജിനെയാണ് നമ്മൾ എക്സ്ക്ലൂഷണറി സോഷ്യൽ ക്ലോഷർ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ്? ഉസുർപേഷണറി സോഷ്യൽ ക്ലോഷർ. ഉസുർപേഷണറി സോഷ്യൽ ക്ലോഷർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സ്ട്രാറ്റജി എക്സൈസ്ഡ് ബൈ എക്സ്ക്ലൂഡഡ് ക്ലാസസ് ടു ക്ലെയിം ബാക്ക് എന്താ പറയാ, റിസോഴ്സസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. അതായത് ഇതിനകത്ത് കുറെ ആളുകളെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടാവുമല്ലോ. അതായത് ഈ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു? ഫോർ എക്സാമ്പിൾ അപ്പർ കാസ്റ്റ് എന്ത് ചെയ്യുന്നു? എക്സ്ക്ലൂഷണറി സോഷ്യൽ സ്റ്റാറ്റസ് യൂസ് ചെയ്തു. എക്സ്ക്ലൂഷണറി സ്റ്റാറ്റസ് ഉപയോഗിച്ച് ലോവർ കാസ്റ്റിനെ അവോയ്ഡ് ചെയ്തു. അതായത് എന്ത് ചെയ്യുന്നു? റിസോഴ്സസ് കിട്ടാതിരിക്കാനും ലാൻഡ് കിട്ടാതിരിക്കാനും വെൽത്ത് കിട്ടാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ദേ ഹാവ് എക്സസൈസ് സം എക്സ്ക്ലൂഷണറി സോഷ്യൽ ക്ലോഷർ. ആ എക്സ്ക്ലൂഷണറി സോഷ്യൽ ക്ലോഷർ ഉപയോഗിച്ചിട്ട് കുറച്ച് ആളുകൾ ഒഴിവാക്കി. ഈ ഒഴിവാക്കിയ ആളുകൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി, അല്ലെങ്കിൽ ലോവർ ക്ലാസ്സിലുള്ള ആളുകൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജിയാണ് ഉസുപ്രേഷണറി സോഷ്യൽ ക്ലോഷർ. ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ they will use some strategy to claim the resources and opportunity. So this strategy is exercised by this strategy exercised by ആരാണ്? ബേസിക്കലി എക്സ്ക്ലൂഡഡ് ഗ്രൂപ്പ് ആയിരിക്കും ഈ സ്ട്രാറ്റജി എന്ത് ചെയ്യുക? യൂസ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഗെറ്റ് ആക്സസ് ടു
റിസോഴ്സസ് കൃത്യമായിട്ട് യൂസ് ചെയ്യാനും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, ഈ സ്ട്രാറ്റജി ഇവർ യൂസ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ OBC മൊബിലൈസേഷൻ. OBCs എന്താണ്, എക്സ്ക്ലൂഡഡ് ആണ്. സോ ദേ വിൽ മൊബിലൈസ് ടു ഗെറ്റ് ബെറ്റർ റെപ്രസെന്റേഷൻ. റിസർവേഷൻ ഡിമാൻഡ്, ദേ ആർ മൊബിലൈസിങ് ടു ഗെറ്റ് ബെറ്റർ എക്സ്ക്ലൂഡ്. അവരെ എക്സ്ക്ലൂഡ് ചെയ്തു, പക്ഷേ എന്താണ്, IAS അവരില്ല. അപ്പൊ എന്ത് ചെയ്തു, നമ്മൾ റിസർവേഷൻ ചോദിച്ചു. സോ റിസർവേഷൻ, ത്രൂ റിസർവേഷൻ ദേ ആർ ഗെറ്റിംഗ് ദി ഓപ്പർച്യൂണിറ്റി ടു റെപ്രസെന്റ്. ഓക്കെ, സോ എന്ത് ചെയ്യുന്നു, ബേസിക്കലി എന്ത് ചെയ്യുന്നു, ഇവരെന്ത് ചെയ്യുന്നു, രണ്ട് ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ രണ്ട് രീതിയിൽ ക്ലാസ് പൊസിഷനെ കാണാം. അതായത് ബൂർഷ ഇങ്ങനെയല്ല കാണേണ്ടത്, പകരം എന്താണ്, എക്സ്ക്ലൂഷണറി സോഷ്യൽ ക്ലോഷറും ഉസ്പെഷണറി സോഷ്യൽ ക്ലോഷറും. എക്സ്ക്ലൂഷണറി സോഷ്യൽ ക്ലോഷർ എന്ന് പറഞ്ഞാൽ റിസോഴ്സസ് നമ്മളായി തന്നെ നിൽക്കാൻ വേണ്ടി ബാക്കി ആളുകളെ എക്സ്ക്ലൂഡ് ചെയ്യാനുള്ള സ്ട്രാറ്റജി. ഉസ്പെഷണറി എന്ന് പറഞ്ഞാൽ ഈ എക്സ്ക്ലൂഡ് ആളുകൾ അവർക്ക് റിസോഴ്സസ് കിട്ടാൻ വേണ്ടി അവർ എന്തൊക്കെ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ വിമൻ എന്ത് ചെയ്യുന്നു, വിമൻ ഡിമാൻഡിങ് ഫോർ റിസർവേഷൻ. അവരെന്താണ്, വിമൻ ആർ എക്സ്ക്ലൂഡഡ് ഫ്രം പൊളിറ്റിക്കൽ പവർ, ബട്ട് വിമൻ യൂസ് ദ സ്ട്രാറ്റജി ഓഫ് supervisory strategy to get reservation for women so that they will get access to the power. So ഇവിടെ എന്താണ്, പവറിലേക്കുള്ള ആക്സസിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവര് ഈ റിസോഴ്സസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്. ഇതിനെ ഫാൻ പാർട്ടി പറയുന്നു. ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്, ക്ലാസ്സിനെ വെറുതെ പ്രോപ്പർട്ടി ബേസ്ഡ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ സോഷ്യൽ ക്ലോഷർ. അതിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കണം പറയേണ്ടത് എന്നുള്ളത് പറഞ്ഞു. സോ അതും ക്ലാസിനെ പറ്റിയുള്ള ഡിഫറെന്റ് തോട്ട്സ് ആണ്. അതായത് നിങ്ങൾക്ക് ആൻസർ എഴുതുമ്പോൾ ഈ ക്ലാസിനെ പറ്റി ചോദിക്കുമ്പോൾ അതിനകത്ത് വാല്യൂ അഡീഷൻ കണ്ടന്റ് എഴുതാൻ വേണ്ടി കൺക്ലൂഷനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലാസ് പോസ്റ്റ് മോഡേൺ സൊസൈറ്റിയിൽ ക്ലാസ് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ക്ലാസ് കുറച്ചുകൂടി എന്താണ്, ഡിഫറെന്റ് ആണ്. ആൻഡ് ഫൈനലി there is another thinker, that is Malcolm Waters and Pakulski. Okay, this is also you can write. Malcolm Waters and Pakulski. Okay, Malcolm Waters and Pakulski. So they are given a concept of depth of class. ക്ലാസ് ഡെപ്ത് ആയി എന്ന് പറയുന്നത്, ഡെപ്ത് ഓഫ് ക്ലാസ് ആണ്. ക്ലാസ്സിന് ഇനി എന്താണ്, റെലവെന്റ് ഇല്ല എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവർ പറയുന്നത് ഇന്ന സൊസൈറ്റി എന്താണ്, വെൽഫെയർ സ്റ്റേറ്റ് എമർജ് ചെയ്തപ്പം സ്റ്റേറ്റ് എല്ലാവർക്കും എല്ലാം കൊടുക്കാൻ തുടങ്ങി. ഇപ്പം ഫോർ എക്സാമ്പിൾ ലാൻഡ് റിഫോംസ് നടത്തി, ലാൻഡ് ഡിവൈഡ് ചെയ്ത് ലോവർ കാസ്റ്റിന് ലാൻഡ് കിട്ടി, ഹെൽത്ത്, ബെറ്റർ ആക്സസിബിലിറ്റി ഓഫ് ഹെൽത്ത് കിട്ടി, എഡ്യൂക്കേഷൻ ഓപ്പൺ ടു ഓൾ ആയി. സോ ഓട്ടോമാറ്റിക്കലി വെൻ ദ റിസോഴ്സസ് ഈസ് നൗ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ എ സൊസൈറ്റി, സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ ഓപ്പർച്യൂണിറ്റീസ് എല്ലാവർക്കും, ഇപ്പൊ റിസർവേഷൻ വരുന്നു, എല്ലാവർക്കും സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നു. അപ്പൊ ഈ ക്ലാസ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ക്ലാസ് എന്ന് പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇപ്പൊ ഒരു ക്രൈറ്റീരിയ ഇല്ല. സൊസൈറ്റിയുടെ ഡിവിഷന് ക്ലാസിന് ഇമ്പോർട്ടൻസ് ഇല്ല, ബിക്കോസ് എവരിബഡി ഈസ് ഗെറ്റിംഗ് എവറിത്തിങ്. അപ്പം വർക്കിംഗ് ക്ലാസ് എന്താണ്, ബേസിക്കലി ഇപ്പൊ വോട്ട് ചെയ്യുന്നത് വർക്കിംഗ് പാർട്ടിക്കല്ല. ഇപ്പൊ ലേബർ പാർട്ടിക്കാണോ ഇപ്പം വർക്കേഴ്സ് വോട്ട് ചെയ്യുന്നത്? അല്ല, ദേ ആർ വോട്ടിംഗ് ഫോർ എക്സാമ്പിൾ എന്തായിരുന്നു, ലോവർ കാസ്റ്റേഴ്സ് വോട്ടിംഗ് ഫോർ BJP. സോ ദർ ഇസ് നോ സ്റ്റാറ്റസ് ഗ്രൂപ്പ് ഓൾസോ, ബിക്കോസ് ദർ ഇസ് എ കട്ടിംഗ് അക്രോസ് ഇസ് ദർ. ഫോർ വർക്കിംഗ് ക്ലാസ് ഈസ് വോട്ടിംഗ് ഫോർ കൺസർവേറ്റീവ് പാർട്ടി. പണ്ട് ആളുകൾ എന്താണ്, വർക്കേഴ്സ് യൂസ് ടു വോട്ട് ഫോർ വർക്കിംഗ് പാർട്ടി and capitalists used to vote for conservative party. Now they are saying that workers and they are no more voting on the lines of working parties. അപ്പൊ വോട്ട് എന്ത് ചെയ്തു, ആർക്ക് വേണമെങ്കിലും കൊടുക്കുന്നു. കാരണം എന്താണ്, ഇപ്പൊ ഇൻ എ പോസ്റ്റ് മോഡേൺ സൊസൈറ്റി പീപ്പിൾ ആർ മോർ കൺസേൺഡ് അബൌട്ട് ഇൻഇക്വാലിറ്റി, നോട്ട് ബേസ്ഡ് ഓൺ എൻവയോൺമെന്റൽ ഇഷ്യൂസ്, പോസ്റ്റ് മോഡേൺ ഇഷ്യൂസ് ആണ്. അല്ലാതെ വെൽത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അല്ല ആളുകൾ എന്ത് ചെയ്യുന്നത്, ഇപ്പം കൺസേൺഡ് ആവുന്നത്. അപ്പം ഡെപ്ത് ഓഫ് ക്ലാസ് ഇൻ പോസ്റ്റ് മോഡേൺ സൊസൈറ്റി, ദർ ഇസ് എ ഡെപ്ത് ഓഫ് ക്ലാസ്. ക്ലാസ്സിന് എന്തില്ല, ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ളതാണ് ബേസിക്കലി പക്കുൽസ്കിയും ബേസിക്കലി മാൽക്കം വാട്ടേഴ്സും പറയുന്നത്. ഓക്കെ, സോ ഇൻ പോസ്റ്റ് മോഡേൺ പൊളിറ്റിക്സ് ഈസ് ബേസ്ഡ് ഓൺ നോൺ എക്കണോമിക് ഇഷ്യൂസ് ലൈക്ക് എത്തിനിസിറ്റി, ഐഡന്റിറ്റി ആൻഡ് എൻവയോൺമെന്റ്. സോ ഇതാണ് ഇന്നത്തെ ഇഷ്യൂസ്. അപ്പൊ അവിടെ ക്ലാസ്സിന് എന്തില്ല, ഇമ്പോർട്ടൻസ് ഇല്ല. ഇൻ എ സൊസൈറ്റി, മോഡേൺ സൊസൈറ്റിയിൽ എന്താണ്, ദർ ഇസ് എ ഡെപ്ത് ഓഫ് ദ ക്ലാസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് അനദർ തിയറി. ആൻഡ് ദർ ഈസ് ഓൾസോ എ പോയിന്റ്, ഫെമിനിസ്റ്റ് സ്കോളർ സേസ് ദാറ്റ് ഈ ക്ലാസ് പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്, ബേസിക്കലി സെക്സ് ആണ്. സോ സെക്സ് ഈസ് ക്ലാസ്. സോ ക്ലാസ് ഡിവിഷൻ എന്ന് പറയുന്നത് സെക്ഷൽ ആണ്, സെക്ഷൽ ക്ലാസ് ഡിവിഷൻസ് ആണ്. ഓക്കെ, സോ ദർ ഈസ് ക്ലാസ് എന്ന് പറയുന്നത്, ദർ ആർ ടു ക്ലാസസ്, വൺ ഈസ് മെൻ ആൻഡ് അനദർ ഈസ് വുമൺ. സോ മാക്സ് പറയുന്ന പോലെ പ്രോലറ്റേറിയറ്റും അല്ലെങ്കിൽ ബൂർഷ അല്ല ക്ലാസ്. ക്ലാസ് എന്ന് പറയുന്നത് ബേസിക്കലി സെക്സ് ബേസ്ഡ് ആണ്. ഓക്കെ, ഫെമിനിസ്റ്റ് സ്കോളർ, വൺ ഈസ് മെൻ എന്ന് പറയുന്ന ക്ലാസും അനദർ ഈസ് വുമൺ ക്ലാസും. സോ ക്ലാസ് ഈസ് ഡിവൈഡഡ് ഓൺ ദ ബേസിസ് ഓഫ് സെക്ഷുവാലിറ്റി, sexual. Okay, so that is given by Shulamith Firestone. Okay, Shulamith Firestone. So she gave the idea that class is sexual division of labor. Sexual ആണ് ബേസിക്കലി ക്ലാസ് എന്ന് പറയുന്നത്, അല്ലാതെ എന്തല്ല, ഇത് അല്ല എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണ്? അതെ സർ. ഓക്കെ,
ഇതിനകത്ത് ഏത് കോൺസെപ്റ്റെങ്കിലും നിങ്ങൾക്ക് പാടായിട്ടുള്ളത് ഉണ്ടോ? തിയറീസ് നമ്മൾ കുറച്ച് അതിന്റെ കോൺസെപ്റ്റ് തിയറീസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് നോക്കാനുള്ളത് also discuss about this aspect. ഇതിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പേമയും പറഞ്ഞു പോവാണ്. സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഓൾറെഡി ഇത് അറിയുന്നത് കൊണ്ടും. നെക്സ്റ്റ് ഈസ് ഇൻഇക്വാലിറ്റി. ഓക്കെ, സോ ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ വി കോൾ ഇൻഇക്വാലിറ്റി, why we call it as inequality? Because there is something concept called equality. Alle, there is a concept called equality. That is why we say that there is a inequality in the society. So the first question is, then what is equality in a society? So equality ennu parayunnathu endayirikam ennalladalla. Equality ennu parayunnathu endayirikkum? Inequality ennu parayunnathu endana? Unequal access to resources. So equality എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ആക്സസ് ടു റിസോഴ്സസ്, ദാറ്റ് ഇസ് വെൽത്ത് അല്ലെ, ജനറേഷൻ, ഇങ്ങനെയുള്ള ഈക്വൽ ആക്സസ് ഓഫ് റിസോഴ്സസിനെയാണ് നമ്മൾ ഇക്വാലിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പം ഇക്വാലിറ്റിയിൽ അത് ബേസിക്കലി എക്കണോമിക്സിന്റെ വ്യൂ പോയിന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇക്വാലിറ്റി അല്ലെങ്കിൽ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആൻ എക്കണോമിക്കൽ മെഷർ. സോ വി ക്യാൻ ക്വാണ്ടിഫൈ ചെയ്ത് നമുക്ക് ഇൻഇക്വാലിറ്റി മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇൻകം ഇൻഇക്വാലിറ്റി, അതേപോലെ തന്നെ വെൽത്ത് ഇൻഇക്വാലിറ്റി, ഇതൊക്കെ നമ്മൾ നോക്കാറില്ലേ? സോ ഇക്വാലിറ്റി ഫോർ എ ഇക്വാലിറ്റി ഫോർ എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ്? ക്വാണ്ടിഫയബിൾ ആണ്, ക്വാളിറ്റേറ്റീവ് അല്ല. പക്ഷെ സോഷ്യോളജിസ്റ്റ് സംബന്ധിച്ചും ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്വാളിറ്റേറ്റീവ് ഫംഗ്ഷൻ കൂടിയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഓക്കെ, സോ ബേസിക്കലി റൂസോ പറയുന്നത്, റൂസോ രണ്ട് ടൈപ്പ് ഓഫ് ഇൻഇക്വാലിറ്റീസ് ആണ് ബേസിക്കലി റൂസോ ഡിസ്കസ് ചെയ്യുന്നത്. റൂസോ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് ടൈപ്പ് ഓഫ് ഇൻഇക്വാലിറ്റീസ് ആണ്. ഓക്കെ, സോ റൂസോന്റെ രണ്ട് ടൈപ്പ് ഓഫ് ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത്, ഒന്ന് നാച്ചുറൽ ഇൻഇക്വാലിറ്റി, രണ്ട് സോഷ്യൽ ഇൻഇക്വാലിറ്റി ഓർ പൊളിറ്റിക്കൽ ഇൻഇക്വാലിറ്റി. സോ റൂസോ ഇൻഇക്വാലിറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് നാച്ചുറൽ ഇൻഇക്വാലിറ്റി, രണ്ട് സോഷ്യൽ ഇൻഇക്വാലിറ്റി. ഓക്കെ, നാച്ചുറൽ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി ബിക്കോസ് ഓഫ് ദ ഫിസിക്കൽ ഇൻഇക്വാലിറ്റി. ഫോർ എക്സാമ്പിൾ, മെൻ ആൻഡ് വുമൻ, നാച്ചുറലി ദർ ഇസ് ആൻ ഇൻഇക്വാലിറ്റി അല്ലെ. അതുപോലെ തന്നെ ഓൾഡ്, ഹൈറ്റ് പ്രകാരം നോക്കുകയാണെങ്കിൽ ചെറിയ ആള് വലിയ ആള്, ദിസ് ഇസ് എ നാച്ചുറൽ ഇൻഇക്വാലിറ്റി. ഓൾ ആർ ഡിഫറെന്റ്. ആക്ച്വലി ഇൻഇക്വാലിറ്റി എല്ലാ സൊസൈറ്റിയിലും, സൊസൈറ്റി എന്താണ്? ഇൻഇക്വൽ സൊസൈറ്റിയാണ്. ദർ വിൽ ബി നാച്ചുറൽ ഇൻഇക്വാലിറ്റി. സോ ചില ആളുകൾക്ക് ഹൈറ്റ് കൂടുതലായിരിക്കും, ചില ആളുകൾക്ക് ഹൈറ്റ് കുറവായിരിക്കും, ചില ആളുകൾ ഫെയർ ആയിരിക്കും, ചില ആളുകൾ ഡാർക്ക് ആയിരിക്കും, ചില ആളുകൾ എന്തായിരിക്കും? ബേസിക്കലി അപ്പർ കാസ്റ്റ് നാച്ചുറലി ഡിഫറെന്റ് ആണ്, ലോവർ കാസ്റ്റ് നാച്ചുറലി ഡിഫറെന്റ് ആണ്. സോ ദീസ് ആർ നാച്ചുറൽ ഇൻഇക്വാലിറ്റി. അതേപോലെ തന്നെ വയസ്സിനനുസരിച്ച് നിങ്ങൾക്ക് 10 വയസ്സുള്ളവനും അല്ലെങ്കിൽ 20 വയസ്സുള്ളവനും 60 വയസ്സുള്ളവനും തമ്മിൽ നാച്ചുറലി ദർ ഇസ് എ ഇൻഇക്വാലിറ്റി. മെന്നും വുമണും തമ്മിൽ ദർ ഇസ് എ നാച്ചുറൽ ഇൻഇക്വാലിറ്റി. ഓക്കെ, സോ നാച്ചുറൽ ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആസ് ഫോർ റൂസോ, നാച്ചുറൽ ഇൻഇക്വാലിറ്റി മീൻസ് ഇറ്റ് ഈസ് റെഫേഴ്സ് ടു ഡിഫറെന്റ് ഇൻ ഏജ്, ജെൻഡർ, സെക്സ്, സ്കിൻ കളർ. ഓക്കെ, സ്കിൻ കളർ, ഹൈറ്റ്, വെയിറ്റ്, നാഷണാലിറ്റി, ഇതൊക്കെ എന്താണ്? നാച്ചുറൽ ഇൻഇക്വാലിറ്റി ആണ്. പക്ഷെ സോഷ്യൽ ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞത് എന്താണ്? ബേസിക്കലി ഈ ഇൻഇക്വാലിറ്റി, ഈ നാച്ചുറൽ ഇൻഇക്വാലിറ്റിന്റെ പേരിൽ ഇഫ് വി ആർ ഡിസ്ട്രിബ്യൂട്ടിംഗ് സം റിവാർഡ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ബേസ്ഡ് ഓൺ നാച്ചുറൽ ഡിഫറൻസ്. സോ ദീസ് ആർ നാച്ചുറൽ ഡിഫറൻസ്. എന്തൊക്കെയാണ്? സെക്ഷുവാലിറ്റി നാച്ചുറൽ ഡിഫറൻസ് ആണ്, ഏജ് നാച്ചുറൽ ഡിഫറൻസ് ആണ്, ഹൈറ്റ് നാച്ചുറൽ ഡിഫറൻസ് ആണ്, സ്കിൻ കളർ നാച്ചുറൽ ഡിഫറൻസ് ആണ്. ഇതൊക്കെ നാച്ചുറൽ ഡിഫറൻസസ് ആണ്. അപ്പൊ ഈ നാച്ചുറൽ ഡിഫറൻസസിന് അനുസരിച്ചിട്ട് വെൻ വി സ്റ്റാർട്ട് ഗിവിംഗ്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് സോഷ്യൽ ഇൻഇക്വാലിറ്റി ആവുന്നത്? സോഷ്യൽ ഇൻഇക്വാലിറ്റി റെഫേഴ്സ് ടു വെൻ നാച്ചുറൽ ഇൻഇക്വാലിറ്റി മീൻസ് റിവാർഡ്സ് ആൻഡ് ഇൻ എ സൊസൈറ്റി, റിവാർഡ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഈസ് ഗിവൺ ഓൺ ദി ബേസിസ് ഓഫ് നാച്ചുറൽ ഡിഫറൻസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തായി? സോഷ്യൽ ഇൻഇക്വാലിറ്റി ആയി മാറി. ഓക്കെ, സോ മെൻ ആൻഡ് വുമൺ ആർ നാച്ചുറലി ഡിഫറെന്റ്, ബട്ട് വെൻ വി സേ ദാറ്റ് ജസ്റ്റ് ബിക്കോസ് ഓഫ് വിമൻ യു ഷുഡ് ഡു ദിസ് പർട്ടിക്കുലർ ജോബ്, ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ നാച്ചുറൽ ഡിഫറൻസിന് എന്ത് ചെയ്യുന്നു? റിവാർഡ്സിന് ആൻഡ് ഓപ്പർച്യൂണിറ്റിയിൽ ഡിഫറൻസ് കൊണ്ടുവരുന്നു. അതിന് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? സോഷ്യൽ ഇൻഇക്വാലിറ്റി എന്ന് വിളിക്കാൻ പറ്റും. അപ്പൊ റൂസോ എന്ത് ചെയ്യുന്നുണ്ട്? ബേസിക്കലി നാച്ചുറൽ ഇൻഇക്വാലിറ്റിയും സോഷ്യൽ ഇൻഇക്വാലിറ്റിയും ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ ഇന്ത്യൻ സ്കോളറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇതേപോലെ ക്ലാസ് ചെയ്യുന്നതാണ് ആൻഡ്ര ബെറ്റ്ലെ. സോ ആൻഡ്ര ബെറ്റ്ലെ എന്ത് ചെയ്യുന്നത്? ഇൻഇക്വാലിറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്നെന്താണ്? നാച്ചുറൽ ഇൻഇക്വാലിറ്റി, രണ്ടെന്താണ്? സോഷ്യൽ ഇൻഇക്വാലിറ്റി. നാച്ചുറൽ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആക്ച്വലി ഗിവൺ ടു അസ്, ദാറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി ദെയർ, ബയോളജിക്കൽ ഡിഫറൻസ് അല്ലെ. ബയോളജിക്കൽ ഡിഫറൻസിനെയാണ് നമ്മൾ നാച്ചുറൽ ഇൻഇക്വാലിറ്റി എന്ന് വിളിക്കുന്നത്. ഓട്ടോമാറ്റിക്കലി എന്താണ്? ഇൻഇക്വാലിറ്റി ഉണ്ട്. സോഷ്യൽ എന്താണ്? സോഷ്യൽ ഇൻഇക്വാലിറ്റി ഈസ് ഇമ്പോസ്ഡ് ഓൺ പീപ്പിൾ. So imposed on us ആണ്. Social inequality is imposed on us. So social inequality is actually created culturally. എങ്ങനെയാണ് ക്രിയേറ്റലി? ഓരോ സൊസൈറ്റിയിലെയും സോഷ്യൽ ഇൻഇക്വാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് ബൈ കൾച്ചറിലാണ്. എങ്ങനെയാണ്? ഇറ്റ് ഈസ് കൾച്ചറലി ബൈ സ്കെയിലിംഗ്.
there will be some scale created by the society. Okay, it is developed by our own system. For example, Varna system. Varna system is a social inequality. പക്ഷെ ഈ വർണ്ണ സിസ്റ്റത്തിൽ ഈ സോഷ്യൽ ഇൻഇക്വാലിറ്റി എന്തിന്റെ പേരിലാണ് നമ്മൾ തിരിച്ചത്? ബൈ ക്രിയേറ്റഡ് എ സ്കെയിൽ. എന്താണ് സ്കെയിൽ? ഗുണ. ഓരോ ആളുകൾക്കും ഡിഫറെന്റ് ഗുണാസ് എന്ത് ചെയ്ത് കൊടുത്തു. സോ ഹൂ വിൽ ഡിസൈഡ് വിച്ച് ഗുണ വിൽ ഗെറ്റ് വിച്ച് സ്റ്റാറ്റസ് എന്നുള്ളത് ആര് ഡിസൈഡ് ചെയ്യും? അതിനകത്ത് ഉത്തരവില്ല. ഫോർ എക്സാമ്പിൾ, ഹൂ ക്രിയേറ്റഡ് ദിസ് സ്കെയിൽ? ദിസ് ഈസ് വി ക്രിയേറ്റഡ് ദിസ് സ്കെയിൽ. അപ്പൊ ഓരോ സൊസൈറ്റിയിലെ സ്കെയിൽ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ യൂറോപ്യൻ സൊസൈറ്റിയിലെ എസ്റ്റേ സിസ്റ്റം എന്ന് പറയുന്നതാണ് അവിടുത്തെ സ്കെയിൽ. അപ്പൊ ആ സ്കെയിൽ ഡിഫറെന്റ് ആണ്. ഇന്ത്യയിൽ എന്താണ് കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നതാണ് സ്കെയിൽ. ആ സ്കെയിൽ ഡിഫറെന്റ് ആണ്. അപ്പൊ ഓരോ സ്കെയിലും എന്താണ്? ഓരോ ഗുണാസ്. ഇപ്പൊ ഇന്ത്യയിൽ ഉണ്ടാക്കിയത് ഗുണ ബേസ്ഡ് സിസ്റ്റംസ് ആണ്. സദ്ഗുണ, അല്ലെ, രാജസൂയ. ഓരോ ഗുണത്തിനനുസരിച്ചാണ് ഓരോ കാസ്റ്റിലേക്ക് വരുന്നത്. സോ വെരി സോഴ്സ് ഓഫ് ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇവാലുവേഷൻ എന്നുള്ളതാണ്. ആരാണ് ഈ പ്രോസസ് ഓഫ് ഇവാലുവേഷൻ നടത്തുന്നത്? നമ്മൾ തന്നെയാണ് ഈ പ്രോസസ് ഓഫ് ഇവാലുവേഷൻ നടത്തുന്നത്. ആൻഡ് വി ക്രിയേറ്റ് എ സ്കെയിൽ ടു ഇവാലുവേറ്റ് അവർ ഓൺ സൊസൈറ്റി. അപ്പൊ ഓരോ സൊസൈറ്റിയും ഓരോ കൾച്ചറും എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ സ്കെയിൽ ക്രിയേറ്റ് ചെയ്യും. ആ സ്കെയിലിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? സ്ട്രാറ്റിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, സോ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ഓരോ സൊസൈറ്റിയിലും 2-3 തരത്തിലുള്ള സൊസൈറ്റിയിൽ എന്ത് ചെയ്യുന്നു? ഇൻഇക്വാലിറ്റീസ്, സ്ട്രാറ്റാസ് എന്ത് ചെയ്യുന്നു? ഉണ്ടാവുന്നതാണ്. ഓക്കെ, അതേപോലെ ആന്ത്രോപെറ്റിലെ വിളിക്കുന്നത് ദർ ഈസ് എ 2 ടൈപ്പ് ഓഫ് ഇൻഇക്വാലിറ്റീസ് ആണ്. ഒന്ന് ഹാർമോണിക് മോഡൽ ഓഫ് ഇൻഇക്വാലിറ്റി ആൻഡ് ഒന്ന് ഡിസ്ഹാർമോണിക് മോഡൽ ഓഫ് ഇൻഇക്വാലിറ്റി. ഓക്കെ, ആന്ത്രോപെറ്റിലെ സംബന്ധിച്ചിടത്തോളം ഹാർമോണിക് മോഡൽ ഓഫ് ഇൻഇക്വാലിറ്റി, 2 ടൈപ്പ് ഓഫ് ഇൻഇക്വാലിറ്റി. ഒന്ന് ഹാർമോണിക് മോഡൽ ഓഫ് ഇൻഇക്വാലിറ്റി, 2 ഡിസ്ഹാർമോണിക് മോഡൽ ഓഫ് ഇൻഇക്വാലിറ്റി. എന്താ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാർമോണിക് മോഡൽ ഓഫ് ഇൻഇക്വാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൊസൈറ്റിക്കും ഓരോ കൾച്ചറൽ സ്കെയിൽ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഗുണാസ് ആണ്. യൂറോപ്യൻ സൊസൈറ്റിയിൽ ബേസിക്കലി എന്താണ്? ബേസിക്കലി അവരുടെ സ്കെയിൽ എന്ന് പറയുന്നത് എസ്റ്റേറ്റ് സിസ്റ്റം, അതിന്റെ ആക്സസ് ഓഫ് റിസോഴ്സ്, അങ്ങനെ. ഇപ്പം സൗദി അറേബ്യ പോലെയുള്ള സ്ഥലത്ത് റിലീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള സ്കെയിൽ ആയിരിക്കും. അപ്പൊ ഓരോ സൊസൈറ്റിയിൽ ഓരോ കൾച്ചറൽ സ്കെയിൽ ഉണ്ട്. ആ സ്കെയിൽ അനുസരിച്ചിട്ടാണ് ആളുകളെ ക്ലാസിഫൈ ചെയ്യുന്നത്, ഇൻഇക്വാലിറ്റി ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം പക്ഷെ ചില സൊസൈറ്റി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ദേ വിൽ പ്രീച്ച് ഇക്വാലിറ്റി ബട്ട് ദേ പ്രാക്ടീസ് ഇൻഇക്വാലിറ്റി. Okay, they will preach equality and they will practice inequality. Okay, പക്ഷെ ചില സൊസൈറ്റിയിൽ they will preach inequality and they practice inequality also. For example, ആന്ത്രോപെറ്റിലെ പറയുന്നത് ഫോർ എക്സാമ്പിൾ, a society which preach inequality and practice inequality. അവര് പ്രീച്ച് ചെയ്യുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും എന്താണ്? ഇൻഇക്വാലിറ്റിയാണ്. This society is known as harmonic society. ഇവരെന്ത് ചെയ്യുന്നില്ല? ഇക്വാലിറ്റിയെ പറ്റി പറയുന്നില്ല. ഫോർ എക്സാമ്പിൾ, മിഡിൽ ഈസ്റ്റിൽ ഒരിക്കലും അവരെന്ത് പറയുന്നില്ല? ഇക്വാലിറ്റിയെ പറ്റി പറയുന്നില്ല. ദേ ആർ സെയിങ് ദാറ്റ് വി ആർ ഇൻഇക്വൽ. യു കനോട്ട് ബി ദ കിങ് because only from this particular family can be king. So they are preaching inequality and they are practicing inequality also. അതേപോലെ തന്നെ ഫോർ എക്സാമ്പിൾ, വിമൻ ആൻഡ് മെൻ ആർ നോട്ട് ഈക്വൽ. So they are saying that it is not equal. There is an inequality between women and men, and they are practicing that inequality. This is for him is an harmonic inequality. കാരണം എന്താണ്? There is a harmony between what is preached and what is practiced. Example, Middle East പോലെയുള്ള countries. പക്ഷെ disharmonic inequalities ഉണ്ട്. For example, in this society, equality is preached. പക്ഷെ പ്രാക്ടീസ് ചെയ്യുന്ന എന്താണ്? Inequality is practiced. So there is a disharmony. Inequality is practiced. Okay, for example, India and USA. These are India and USA. One is oldest democracy, and one is largest democracy in the world. Both of them are preaching equality, but they are practicing inequality. Both of them says that there is equality, fraternity, അതൊക്കെ ഉണ്ടെന്ന് പറയെങ്കിലും ആക്ച്വലി എന്താണ് ഇത്? മെറിറ്റോക്രസി എന്ന് പറയുന്നത് എന്താണ്? കാസ്റ്റ് ബേസ്ഡ് ആണ്. ബേസിക്കലി എന്താണ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഇക്വാലിറ്റി ഉണ്ടെന്ന് പറയാ. ഇക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? IAS ഓഫീസേഴ്സിൽ ഈക്വൽ റെപ്രസെന്റേഷൻ വരണം. പക്ഷെ വരുന്നില്ല. എന്താണ്? അപ്പർ കാസ്റ്റ് ആണ് കൂടുതൽ റെപ്രസെന്റേഷൻ. ഹയർ എഡ്യൂക്കേഷൻ പ്രൊഫസേഴ്സ് നോക്കുകയാണെങ്കിൽ അപ്പർ കാസ്റ്റ് ആണ് കൂടുതൽ വരുന്നത്. ഹയർ എഡ്യൂക്കേഷൻ പഠിക്കുന്ന കുട്ടികൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പർ കാസ്റ്റ് മെൻ ആണ്. സോ ദേ ആർ ആക്ച്വലി എന്താണ്? വി ആർ പ്രീച്ചിങ് ഇക്വാലിറ്റി ബട്ട് വി ആർ പ്രാക്ടീസിങ് ഇൻഇക്വാലിറ്റി. Many people are committing suicide in a higher institution because of lack of inclusion. So we are saying there is equality, but there is no equality in practice. And in Kerala also recently there was an incident of suicide by a BDS doctor student, right? So that is also that it said that there is a caste difference practiced in the education system, schools, in the college. So we are preaching equality but practicing inequality. Okay, so അതാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്? ആന്ത്രോപെറ്റിലെ പറയുന്നത് ഇൻഇക്വാലിറ്റി എന്താണ്? 2 തരത്തിലുള്ള ഇൻഇക്വാലിറ്റി ആണ് ബേസിക്കലി സൊസൈറ്റിയിലുള്ളത്. ഒന്ന് ഹാർമണിക് ആൻഡ് ഡിസ്ഹാർമണിക് ഇൻഇക്വാലിറ്റി. ആൻഡ് വേറൊരു ക്ലാസിഫിക്കേഷൻ കൂടി തരുന്നുണ്ട്. ഒന്ന് ക്യുമുലേറ്റീവ് ഇൻഇക്വാലിറ്റി ആൻഡ് ഡിസ്പേഴ്സ്ഡ് ഇൻഇക്വാലിറ്റി. സോ ആന്ത്രോപെറ്റിലെ ഓൾസോ ടോക്കിംഗ് അബൌട്ട് ക്യുമുലേറ്റീവ്
cumulative inequality and dispersed inequality. Okay. എന്താണ് cumulative inequality എന്ന് പറഞ്ഞാൽ? Cumulative ആണ്. That means when a caste position giving you advantage in class position, then this is a cumulative. That means, for example, ഞാൻ എക്സാമ്പിൾ പറയാം. നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളൊരു ബ്രാഹ്മണാണ്. അപ്പൊ നിങ്ങൾക്ക് കാസ്റ്റ് പൊസിഷൻ ബ്രാഹ്മൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് കുറെ ലാൻഡ് ഉണ്ട്. ഈ ലാൻഡ് എന്താണ്? വെൽത്ത് ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? അപ്പർ ക്ലാസ് ആയി. സോ ഇവിടെ എന്താണ്? നിങ്ങൾ ശരിക്കും ബ്രാഹ്മൺ ആയതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? അപ്പർ ക്ലാസ് ആവുന്നത്. സോ യുവർ കാസ്റ്റ് പൊസിഷൻ ഈസ് ഗിവിംഗ് യു ഇൻ എ അഡ്വാൻറ്റേജ് ഇൻ ക്ലാസ് പൊസിഷൻ. ഓക്കെ, സോ ഇഫ് ദർ ഈസ് സോ ദാറ്റ് മീൻസ് ഇൻ ട്രഡീഷണൽ സൊസൈറ്റിയിൽ ആന്ധ്രാപ്രദേശിലെ പറയുന്നതാണ് ഇത് തന്നെയാണ് അല്ലെ. അപ്പർ കാസ്റ്റിലുള്ള ആളുകൾ തന്നെയായിരുന്നു എന്ത് ചെയ്ത് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്? പവർ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്, എക്കണോമിയിൽ ക്ലാസ് പൊസിഷൻ കൺട്രോൾ ചെയ്തിരുന്നത് ഒക്കെ അപ്പർ കാസ്റ്റ് ആയിരുന്നു ആദ്യം. അപ്പൊ ദാറ്റ് മീൻസ് കാസ്റ്റ് ഈസ് ഈക്വൽ ടു ബേസിക്കലി ക്ലാസ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി ട്രഡീഷണലി ബിഫോർ ഇൻഡിപെൻഡൻസ്. സോ ദാറ്റ് ഈസ് നോൺ ആസ് cumulative inequality. Your caste traditional identity is still giving you advantage in the class based society. Even modern society നിൽക്കുന്ന കാസ്റ്റ് ഈസ് ഈക്വൽ ടു ക്ലാസ് എന്ന പൊസിഷനിൽ വരുവാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് cumulative inequality. അതെന്താണ് cumulative എന്ന് വിളിക്കാൻ കാരണം? പഴയ കാസ്റ്റ് പൊസിഷൻ തന്നെയാണ് ഇപ്പോഴും എന്ത് ചെയ്യുന്നത്? നിങ്ങൾക്ക് ബെനിഫിറ്റ് തരുന്നത്. അപ്പൊ അപ്പർ കാസ്റ്റിന് ലാൻഡ് ഉള്ളതുകൊണ്ട്, വെൽത്ത് ഉള്ളതുകൊണ്ട് ദേ ബിക്കം അപ്പർ ക്ലാസ്. ഓക്കെ, അതേപോലെ തന്നെ അപ്പർ കാസ്റ്റ് ആയതുകൊണ്ട് തന്നെ അപ്പർ കാസ്റ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എഡ്യൂക്കേഷൻ എന്ത് ചെയ്തു? ഓപ്പൺ ആക്കി ഇൻഡിപെൻഡൻസിന് ശേഷം. പക്ഷേ ഈ എഡ്യൂക്കേഷൻ ഏറ്റവും കൂടുതൽ ആർക്കാണ് കിട്ടുന്നത്? പണ്ട് കിട്ടിയത് ക്യുമുലേറ്റീവ്ലി അപ്പർ കാസ്റ്റ്. സ്വാഭാവികമായിട്ടും എഡ്യൂക്കേഷനിൽ ജോബ് ആർക്ക് കിട്ടി? അപ്പർ കാസ്റ്റിന് കിട്ടി. സോ യുവർ കാസ്റ്റ് പൊസിഷൻ ഹെൽപ് ഇൻ യുവർ ക്ലാസ് പൊസിഷൻ. ഓക്കെ, സോ പക്ഷേ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ആയപ്പോൾ ദിസ് ഈസ് ക്യുമുലേറ്റീവ് ഇൻഇക്വാലിറ്റി. പക്ഷെ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആയ സമയത്ത് വാട്ട് വി ഡിഡ്, വി അബോളിഷ്ഡ് സെമിദാരി സിസ്റ്റം. അപ്പൊ ലാൻഡ് എന്ത് ചെയ്തു? ലാൻഡ് റിഫോംസ് കണ്ടക്ട് ചെയ്തു. അതുപോലെ എഡ്യൂക്കേഷൻ എന്ത് ചെയ്യാൻ തുടങ്ങി? എഡ്യൂക്കേഷൻ ഓപ്പൺ ടു മാസസ്, എല്ലാവർക്കും എഡ്യൂക്കേഷൻ നമ്മൾ കൊടുത്തു. അപ്പൊ ഈ കാസ്റ്റിന്റെയും ക്ലാസിന്റെയും ലിങ്ക് എന്ത് ചെയ്തു? ഡിസ്കണക്റ്റഡ് ആയി. കാസ്റ്റ് ഈസ് നോ മോർ ഈക്വൽ ടു ക്ലാസ്. സോ ദിസ് ഈസ് ഡീലിങ്ക്ഡ്. ഓക്കെ, സോ ദ ലിങ്ക് ബിറ്റ്വീൻ കാസ്റ്റ് ആൻഡ് ക്ലാസ് ഈസ് ബ്രോക്കൺ. അപ്പൊ എന്ത് ചെയ്യുന്നു? Why this is broken? Because of the state intervention. This is known as dispersed inequality. Now inequality is dispersed inequality. So inequality is no more basically cumulative, it is dispersed. Okay, so ഇപ്പൊ എന്താണ് ഡിസ്പേഴ്സ്ഡ് ആവാൻ കാരണം? എന്താണ്? ക്യുമുലേറ്റീവ് ആയിരുന്നപ്പോൾ എല്ലാവരും ഒരേ കയ്യിലായിരുന്നു. ഡിസ്പേഴ്സ്ഡ് ആയപ്പോൾ കാസ്റ്റും ക്ലാസും സ്റ്റാറ്റസ് ഗ്രൂപ്പ് കൊണ്ട് അല്ല നിങ്ങൾക്ക് ഇപ്പൊ അഡ്വാൻറ്റേജ് കിട്ടുന്നത്. പകരം എന്താണ്? സോഷ്യൽ വെൽഫെയർ, സ്റ്റേറ്റിന്റെ ആക്ഷൻസ് ഒക്കെ കാരണം എന്ത് ചെയ്യുന്നു? ഇൻഇക്വാലിറ്റി ബിക്കം ഡിസ്പേഴ്സ്ഡ്. ഓക്കെ, സോ അതാണ് ബേസിക്കലി ആന്ധ്രാപ്രദേശിലെ പറയുന്ന ഡിസ്പേഴ്സ്ഡ് ഇൻഇക്വാലിറ്റി എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക കേട്ടോ. അതേപോലെ തന്നെ there is also concept called reproduction of inequality given by Andhra itself. Reproduction of inequality. എന്താണ് reproduction of inequality means? Inequality is reproduced from generation to generation. Okay, for example, if you are born into a rich family and you are born into a business family, automatically you can become a business person. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ നിങ്ങൾക്കുള്ള ഇൻഇക്വാലിറ്റി എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്കുള്ള ഈ ഇൻഇക്വാലിറ്റി പൊസിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ്? ബാക്കിയുള്ളവരിൽ നിന്ന് ഇൻഇക്വൽ ആണ്. യു ആർ ഗെറ്റിംഗ് ആൻ അഡ്വാൻറ്റേജ് ഓപ്പർച്യൂണിറ്റി ആൻഡ് യുവർ ഓപ്പർച്യൂണിറ്റി കെയിം ബിക്കോസ് ഓഫ് യുവർ ജനറേഷൻ. പഴയ ജനറേഷൻ നിങ്ങൾക്ക് ജനറേഷൻ കിട്ടും. ഫോർ എക്സാമ്പിൾ ബോളിവുഡ് ആക്ടേഴ്സ്, അവരെന്ത് ചെയ്യുന്നു? ജസ്റ്റ് ബിക്കോസ് ഓഫ് ദേ ആർ ദ സൺ ഓഫ് സം ബോളിവുഡ് ആക്ടർ, ദേ ക്യാൻ അഗെയിൻ ബിക്കം എ ഫിലിം സ്റ്റാർ. Okay, so there is advantage, privilege, position just because of you born into some family. So this is known as reproduction of inequality. Suppose same way, if you are born into a bureaucratic family, നിങ്ങൾ അച്ഛനും അമ്മയും എല്ലാവരും ബ്യൂറോക്രാറ്റ് ആണെങ്കിൽ you will also become a bureaucrat. And now you say that this is a merit, but this is not actually merit. അല്ലേ? You get into civil service only because of എന്താണ്? You have that particular culture. അപ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ബ്യൂറോക്രാറ്റ് ആവാൻ പറ്റും. പക്ഷെ ആളുകൾ എന്താ പറയാ, അവിടെ നിങ്ങൾ എക്സാം പാസ്സായി എഴുതിയിരിക്കുന്നു, ബട്ട് യു ഹാവ് സം കൈൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി ആൻഡ് അഡ്വാൻറ്റേജ് കമ്പയർ ടു അതർ പീപ്പിൾ. സോ ദിസ് ഈസ് നോൺ ആസ് ബേസിക്കലി റീപ്രൊഡക്ഷൻ ഓഫ് ഇൻഇക്വാലിറ്റി. ആൻഡ് സെയിം വേ, ഇഫ് യു ആർ എ പുവർ പേഴ്സൺ, യു വിൽ റീപ്രൊഡ്യൂസ് ദ പോവർട്ടി. ദാറ്റ് ഈസ് culture of poverty. Okay, you will reproduce the culture of poverty because your parents are poor. So you reproduce the poverty itself. So that is reproduction of inequality given by Andhra Pradesh. Okay. So that also you can remember.
ഓക്കെ, സോ ഇൻഇക്വാലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഇക്വാലിറ്റി ഏർലിയർ കാസ്റ്റ് ബേസ്ഡ് ഇൻഇക്വാലിറ്റി ആണെങ്കിൽ ഇപ്പോഴും ആ ഇൻഇക്വാലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? എക്സിസ്റ്റ് ചെയ്യുന്നതെന്നാണ് ബേസിക്കലി ആൻഡ്ല ബെത്ലി എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു കോൺസെപ്റ്റ് കൂടി എന്ത് ചെയ്യാൻ നോക്കി വെക്കാം കേട്ടോ. ക്ലിയർ ആണല്ലോ? യെസ് സർ. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാൻ നോക്കാം. നാളെ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. റൈറ്റിംഗോട് കൂടിയിട്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു.